ചോദിക്കാനുള്ള പറയും. വലിയ സബ്ജക്റ്റ് ഒന്നുമല്ല, സ്വപ്നത്തെ കുറിച്ച് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ആ സബ്ജക്ട് കവിത ഏതോ ഒരു യൂട്യൂബ് വീഡിയോന്റെ കമന്റിൽ ഇട്ടിരുന്നു തോന്നുന്നില്ല, ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ല, ഏതോ ഒരു കമന്റില് ഈ സബ്ജക്ട് ഡിസ്കസ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടിരുന്നു. അപ്പോ അത് പിക്കപ്പ് ചെയ്തിട്ട് കഴിഞ്ഞ ഹിന്ദുയിസം ചാനലിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. എന്നാലും പറയാം, എന്താ അറിയേണ്ടത് സ്വപ്നത്തെ കുറിച്ച്? പിന്നെ സ്വപ്നം പല സമയങ്ങളിലും നമ്മൾ കാണുമല്ലോ. വെളുപ്പിനെ കാണുക, രാത്രിയില്, പിന്നെ പകൽ സമയങ്ങളില്, ഇങ്ങനെ ഓരോ അതിന്റെ ദൈർഘ്യം അങ്ങനെ. അപ്പൊ എനിക്കൊരു അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇത് ചോദിക്കുന്നത്. പിന്നെ സ്വപ്നങ്ങളൊന്നും ഞാൻ ഇങ്ങനെ ഇതാക്കിയിട്ടില്ല. ഉറക്കത്തിൽ കാണുന്ന സ്വപ്നം, ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി, മൂന്നവസ്ഥയുണ്ടല്ലോ നമുക്ക്. ജാഗ്രത് അവസ്ഥയില് നമ്മൾ കണ്ടു പരിചയപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അറിയാതെ കണ്ടുപോയിട്ടുള്ള, മനസ്സിലിരിക്കണമെന്നൊന്നുമില്ല, എവിടെയെങ്കിലൊക്കെ മനസ്സിന്റെ ഉള്ളറകളിലൊക്കെ ഉണ്ടാവുന്ന ചില രൂപങ്ങളും ചിന്തകളും ഭാവങ്ങളും ഒക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അറിയാതെ അൺകോൺഷ്യസ് മൈൻഡില് സുഷുപ്തിയിലെത്തുന്നതിന് മുമ്പ്, ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി, പൂർണ്ണ ഗാഢ നിദ്രയിലെത്തുന്നതിന് മുമ്പ് ഒരു 100-ലധികം സ്വപ്നങ്ങൾ പലരും കാണുന്നുണ്ടാവും. അതിന്റെ ദൈർഘ്യം മില്ലി സെക്കൻഡ് മുതൽ മണിക്കൂറുകളോളം നീളാം. പക്ഷേ ഈ മണിക്കൂറുകളാണോ അത് മില്ലി സെക്കൻഡ് ആണോ എന്ന് നമുക്കറിയില്ല. നമ്മൾ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് ആരോടെങ്കിലും പറയണ്ടെങ്കിൽ അതിനിടയില് അറിയാതെ സ്വപ്നത്തിൽ നിന്നും ജാഗ്രത് അവസ്ഥയിലേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ ഉണർന്നു പോയി എന്നായിരിക്കും രാത്രി, നമ്മൾ തന്നെ അറിയണമെന്നില്ല ആ ഉണർന്ന അവസ്ഥ. അതിൽ ചില സംഭവങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ടാവും. അപ്പൊ അത് കാലത്ത് കാണുന്നത് ഫലിക്കും എന്ന് പറയാൻ കാരണം, കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉറങ്ങാത്തോണ്ടാണ്. അതിനിടയിൽ കാണുന്ന പല സ്വപ്നങ്ങളും നമ്മുടെ ഓർമ്മയില് ചിലപ്പോൾ കാലത്ത് എഴുന്നേൽക്കുമ്പോഴായിരിക്കും, അതിനിടയിൽ ഉണർന്ന് പിന്നെ ഉറങ്ങി പിന്നെ ഉണരുന്ന സമയത്ത് ഈ ഓർമ്മയായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക. അതുകൊണ്ട് കാലത്തെ സ്വപ്നമാണ് അതെന്ന് ഉറപ്പൊന്നുമില്ല ആർക്കും. പിന്നെ സ്വപ്നങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനും പറ്റും. ഇപ്പൊ കവിത ജ്ഞാനത്തിലേക്ക് വന്നിട്ടുള്ള ഒരു രംഗം മനസ്സിൽ ആലോചിച്ച് കിടന്നു എന്ന് വിചാരിക്കാം. അടുത്ത പ്രാവശ്യം വേറെ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ഇറങ്ങിപ്പോകുന്ന ബസ് സ്റ്റോപ്പ് ഈ ബസ് സ്റ്റോപ്പായിട്ട് മാറും. കാരണം 2 വ്യത്യസ്ത ചിത്രങ്ങള് കൂട്ടിച്ചേർത്തിട്ട് സ്വപ്നത്തിൽ വരും. കാരണം അത് വളരെ ഓർഗനൈസ്ഡ് അല്ല സ്വപ്നം എന്ന് പറയുന്നത്. ആനയുടെ ശരീരവും ജിറാഫിന്റെ തലയും കാണാം സ്വപ്നത്തില്. നമ്മൾ ആനയും പരിചയമുണ്ട്, ജിറാഫിനെയും പരിചയമുണ്ട്, രണ്ടും കൂടി മിക്സ് ചെയ്യും. അപ്പൊ സ്വപ്നത്തിൽ പല കാര്യങ്ങളും മിക്സ് ചെയ്യും. നമ്മളിപ്പോ ഒരാളെ കണ്ടു, അവരുടെ അച്ഛനും മകനുമായിട്ടൊക്കെയാണ് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫും ഒക്കെ ആയിട്ട് കാണുന്നത്. സ്വപ്നത്തില് ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് വേറെ ആരെങ്കിലൊക്കെ ആയിട്ട് കാണും. അപ്പൊ ബന്ധങ്ങളോ ഒരു സീക്വൻസ് ഒന്നും കൃത്യമായിട്ട് സ്വപ്നങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പൊ സാധാരണ പറയാറുള്ളത് അൺസാറ്റിസ്ഫൈഡ് ഡിസയേഴ്സ് ആണ് സ്വപ്നങ്ങൾ എന്ന്. നമ്മുടെ എപ്പോഴോ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, എപ്പോഴോ തോന്നലുകൾ ഉണ്ടായിട്ടുണ്ടാവും. അത് ചിലപ്പോൾ മനസ്സിൽ ഇങ്ങനെ വല്ലാണ്ട് കിടക്കും. നമ്മളിപ്പോ യാത്ര ചെയ്യുന്ന സമയത്ത് പല ഹോട്ടലുകളും നമ്മുടെ മുമ്പിൽ ബോർഡുകൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ വിശക്കുമ്പോൾ മാത്രമേ ഹോട്ടലിൽ ശ്രദ്ധിക്കുള്ളൂ. മരുന്ന് മേടിക്കാൻ പോകുമ്പോൾ മരുന്ന് ഷോപ്പ് മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. അതിനിടയിൽ വരുന്ന ഹോട്ടലും ബാർബർ ഷോപ്പും ഒന്നും ആരും നോക്കാറില്ല. അപ്പൊ നമ്മളെ കൺട്രോൾഡ് ചിന്തകളാണ് നമുക്ക് ഉണ്ടാവും. പക്ഷെ അതിനിടയിൽ എപ്പോഴോ നമ്മൾ ഒന്നിനെ നോക്കുമ്പോൾ കാണാതെ പോയിട്ടുള്ളത്, കണ്ടിട്ടുണ്ട് കണ്ണ്, പക്ഷെ മനസ്സ് കണ്ടിട്ടില്ല, മനസ്സിൽ പതിയണമെന്നില്ല, ഒരു പ്രായോഗിക മനസ്സിൽ പതിയണമെന്നില്ല.
പക്ഷെ അത് കണ്ണിന്റെ ഉള്ളിൽ നിന്ന് അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പോയിട്ടുണ്ടാവും. അത് പിന്നെ സ്വപ്നത്തിൽ വരുമ്പോ ചിലപ്പോൾ ഇത് മിക്സ് ചെയ്യും. അപ്പൊ നിങ്ങൾ കണ്ടത് ഒരാളെ മെഡിക്കൽ ഷോപ്പിലാണെങ്കിൽ അത് മാറി സ്വപ്നത്തിൽ ചായ കുടിക്കാനിരിക്കുന്ന ഹോട്ടലിലാണ് കണ്ടു എന്ന് തോന്നുന്നു. അപ്പൊ ഇത്തരം പരിമായങ്ങളൊക്കെ സ്വപ്നത്തിൽ പലപ്പോഴും ഉണ്ടാവും. അത് വൈകല്യങ്ങളല്ല, കാരണം ഇതൊക്കെ ന്യൂറോൺസിലേക്ക് പോകുന്ന കുറെ ഇൻഫർമേഷൻസ് ഡിസ്കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത്, ഈ ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ എനർജി റീവൈറ്റലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സമയമാണ്. അത് സുഷുപ്തിയിൽ ഉണ്ടാവുമ്പോഴേ ഉണ്ടാവുള്ളൂ. അപ്പൊ നല്ല പോലെ മയക്കം പിടിക്കുമ്പോ നല്ല പോലെ ഡ്രഗ് അടിച്ച പോലെയാണ്. പിച്ച് പറയാന്ന് പറയില്ല, ഉറക്കപ്പിച്ച് എന്ന് പറയില്ലേ. അപ്പൊ ആ ഉറക്കപ്പിച്ചിന്റെ സമയത്ത് പറ്റുന്നത് ഇതൊക്കെ ഒരു ഡിസ്കണക്ഷൻസ് നടക്കും. എവിടെയും ടോട്ടൽ സ്ലീപ്പ് അല്ല, ആ ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പൊ ഉറക്കം എന്ന് പറയുന്ന നല്ല ഉറക്കം ഇല്ലാത്തൊരവസ്ഥയായിട്ട് മാറും. അപ്പൊ സ്വപ്നം നല്ലതാണോ എന്ന് ചോദിച്ചാൽ സ്വപ്നം നല്ലതല്ല. ഓക്കെ, കുറെ ആള് സ്വപ്നം കാണണമെന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട് ഉറക്കമില്ലാത്ത സമയത്ത് വെറുതെ ഉറക്കം നടിച്ച് കിടക്കേണ്ടത് അർത്ഥം. അത് വേസ്റ്റ് ഓഫ് ടൈം ആണ്. അതിനാണ് തൂഷ്ണീഭാവം എന്നാണ് പറയാ. ഇപ്പൊ തൂഷ്ണീഭാവം പാടില്ല എന്നാണ് സാധാരണ പറയാറ്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളത് യുവതയുടെ ഏറ്റവും വലിയ നഷ്ടം തൂഷ്ണീഭാവത്തിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നല്ല എനർജറ്റിക് ആയിട്ടിരിക്കേണ്ട സമയത്തൊക്കെ ഉറക്കം തൂങ്ങിയിരിക്കുക എന്ന് പറയില്ല നമ്മള്. അപ്പൊ അതുകൊണ്ട് ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഗുണമൊന്നുമില്ല, തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റില്ല. കാരണം അത് എൻജോയ് ചെയ്യാം. അത് ഉറക്കത്തിൽ പോവാതെയും എൻജോയ് ചെയ്യാം. നമുക്ക് ഉറക്കത്തിൽ പോവാതെയും എൻജോയ് ചെയ്യാന്ന് പറഞ്ഞാൽ ചില സമയത്തൊക്കെ നമ്മുടെ ചിന്തകളെ നമുക്ക് വേണ്ട വിധത്തില് കോർഡിനേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ചിന്തകളൊക്കെ ആവശ്യമുള്ള ഭാഗത്തേക്കൊക്കെ കൊണ്ടുപോകാനൊക്കെ ചിലപ്പോൾ സ്വപ്നം നമ്മളെ സഹായിക്കും. ശരിയായിട്ടാണോ തെറ്റായിട്ടാണോ എന്ന് നമ്മുടെ കോൺഷ്യസ് മൈൻഡിന് കൃത്യമായിട്ട് അറിയില്ല. അത്രേ ഉണ്ടാവുള്ളൂ ബുദ്ധിമുട്ട്. അപ്പൊ ഉണർന്നിട്ട് ഇത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അത് ശരിയല്ലാതെ പറയും. അപ്പൊ ഇത്തരം പ്രോബ്ലങ്ങളുണ്ട്. അതല്ലെങ്കിൽ വലിയ കുറ്റൊന്നുമില്ല കാണുന്നതില്. കുഴപ്പമാണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമല്ല, ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഗുണമില്ലതാണ്. പക്ഷെ ഏറ്റവും നല്ലത് ഇതില്ലാത്ത അവസ്ഥയിൽ ഉറങ്ങാൻ പറ്റുകയാണ്. അപ്പൊ ജാഗ്രതയിൽ നിന്ന് അധിക സമയമൊന്നും സ്വപ്നാവസ്ഥയിൽ അല്ലാതെ സുഷുപ്തിയിലേക്ക് പോകുന്നതാണ് ശരിക്കും പറഞ്ഞാൽ മെഡിറ്റേറ്റീവ് സ്ലീപ്പ് എന്ന് പറയുന്നത്. കിടന്നു കഴിഞ്ഞാൽ തപ്പെന്ന് പറഞ്ഞ് ഉറങ്ങാൻ പറ്റും. അങ്ങനെ ഉറങ്ങിയാല് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. ഇപ്പൊ സൈക്കോളജിയില് സ്വപ്നം മനസ്സിന്റെ അൺസാറ്റിസ്ഫൈഡ്, അതൃപ്തികളുടെ, ഭയങ്ങളുടെ, ആഗ്രഹങ്ങളുടെ ഒരു കമ്പൈൻഡ് എഫക്റ്റ് ആണ് എന്നാണ് പറയുക. നമ്മുടെ ഹിന്ദുമത ശാസ്ത്രത്തില് നമ്മൾ സാധാരണ ഈ സ്വപ്ന സുഷുപ്തി ജാഗ്രത് എന്ന് പറയുന്ന അവസ്ഥയിലൊക്കെ, അതൊക്കെ മാണ്ഡൂക്യ ഉപനിഷത്തിലൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. സ്വപ്നാവസ്ഥയിൽ എന്താണ് സംഭവിക്കുക, സ്വപ്ന സുഷുപ്തി ജാഗ്രത് പ്രാജ്ഞ എന്നാണ് പറയുക. ആ ഒരു പ്രാജ്ഞാവസ്ഥയിൽ, സുഷുപ്തിയിലുള്ള അവസ്ഥ പ്രാജ്ഞാവസ്ഥയാണ്. അതിന് ഇടയിലുള്ളൊരു അവസ്ഥയാണ്. ഒരു വലിയൊരു ബന്ധം ഇല്ല എന്നാണ് പറയാറ്. മായ തന്നെയാണ് പറയാ. മായായ അപഹൃത ജ്ഞാന എന്നാണ്. വലിയ ഒരു പുതിയൊരു ലോകത്തേക്ക് നമ്മൾ എത്തിയതുപോലെ പറയാൻ പറ്റുന്ന മാത്രമേ ഉള്ളൂ എന്നാ പറയാം. സൂചനകൾ നൽകുമെന്ന് ചോദിച്ചാൽ ഉണ്ടാവണമെന്നില്ല. ചിലർക്കൊക്കെ ഈ വലിയ ചിന്തകളൊക്കെ വരും. എങ്ങനെയാണ് സൃഷ്ടി എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ചില ചിന്തകളൊക്കെ ചിലർക്ക് ഉണ്ടായിരുന്നു വരാം. വലിയ കാര്യങ്ങൾ, സാമാന്യ ബുദ്ധിയിലൊന്നും വരാത്ത ചിന്തകളൊക്കെ ചിലപ്പോൾ സ്വപ്നത്തിൽ വന്നു വരും. കാരണം അത്തരം ആഗ്രഹങ്ങളുണ്ടായി. ഇപ്പൊ ഞാൻ വലിയ വീട്ടിന്റെ മുകളിലൂടെ പറന്നു പോകുന്നു കാണുന്നു എന്നൊക്കെ പറഞ്ഞു എന്ന് വിചാരിക്കുക. വലിയ ആഗ്രഹങ്ങൾ ഒരാൾക്ക് ഭൂമിയിൽ നടന്നാൽ പോരാ, പറക്കണം എന്നാണ് ആഗ്രഹം. അങ്ങനെ സ്വപ്നത്തെ നമ്മൾ വിശകലനം ചെയ്തിട്ട് അവരുടെ ആഗ്രഹങ്ങള് കുറിച്ച് സംസാരിക്കാറുണ്ട്. അപ്പൊ എന്ത് സ്വപ്നമാണ് കാണുന്നത്? ഹിപ്നോട്ടിസത്തിലൊക്കെ അങ്ങനെ ചോദിക്കാം, നിങ്ങൾ എന്ത് സ്വപ്ന കാണും?
അപ്പൊ ഞാൻ ബിൽഡിങ്ങിൽ എത്തുമ്പോൾ വലിയ ഏണി വെച്ച് കയറി അവിടെ നിന്ന് ഇങ്ങനെ പറന്ന് ചാടി, അപ്പൊ ഏണി താഴെ വീണു. അപ്പൊ ജീവിതത്തിൽ പലപ്പോഴും ഫെയിലിയർ ഉണ്ടാവുമ്പോൾ അത് ഇങ്ങനെയൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുക നമ്മൾ. കാരണം ഒരു കാർട്ടൂൺ വരക്കാൻ പറഞ്ഞാൽ, ഒരു ചിത്രം വരക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ റെപ്രസെന്റ് ചെയ്യുക, ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ട് ഒരു ചിത്രം വരച്ചിട്ട് നിങ്ങളുടെ ഫീലിങ്സ് പുറത്ത് പറയണം എന്ന് പറഞ്ഞാൽ അതുപോലെയാണ് ചിലരൊക്കെ സ്വപ്നം കാണുമെന്ന് പറയാം. എല്ലാവരും അങ്ങനെയാണോ ചോദിച്ചാൽ അങ്ങനെ ആവണമെന്നില്ല, ചിലരൊക്കെ അങ്ങനെ ആവാം. മതിയോ? ഞാനൊരു ഉച്ചക്കായിരുന്നു സ്വപ്നം കണ്ടത്. ഞാൻ സ്വപ്നം കാണുന്നത് പറഞ്ഞോട്ടെ. അപ്പൊ ഞാൻ തിരുക്കുറൽ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ മോളെ ഇവിടെ വെറുതെ കുറല് കേട്ട് കുറച്ചങ്ങോട്ട് ഞാൻ ഒന്ന് മയങ്ങിപ്പോയപ്പോ പെട്ടെന്ന് മാഷ് എന്നെ വിളിക്കുന്നു. പെട്ടെന്ന് മാഷ് എന്നെ വിളിക്കാം. മാഷ് എന്തോ പറഞ്ഞു, ഉണർന്നേ ഉള്ളൂന്ന് എന്തോ പറഞ്ഞു. അപ്പോഴേക്ക് ഞാൻ വിളിക്കുകയും ചെയ്തു. അപ്പൊ എന്റെ സ്വപ്നം ഉണ്ടായിരുന്നത്. അതെന്താ കാരണം വെച്ചാല് അടുത്ത കാലത്ത് തിരുക്കുറലോ തമിഴിലെ ഏതെങ്കിലും ഗ്രന്ഥങ്ങളോ കയ്യിലെത്തുകയോ പെട്ടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അത് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പറഞ്ഞു പോയിട്ടുണ്ടാവും. ആ പറഞ്ഞു പോയത് പറയണായിരുന്നോ പറയണ്ടായിരുന്നോ എന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടാവും. ഇതൊക്കെ മിക്സ് ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുക. മാഷ് എന്തെങ്കിലും പറഞ്ഞു, കുറലിന്റെ കാര്യം മാഷ് പറഞ്ഞു, കുറല് കിട്ടി, മാഷ് തിരുക്കുറലിന്റെ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം ഞാനിത് കേട്ടോണ്ടിരിക്കുമ്പോഴാ ഉറങ്ങിയത്. കുറച്ച് കേട്ടോണ്ടിരിക്കുമ്പോ ഞാൻ ഉറക്കത്തിൽ മാഷ് പെട്ടെന്ന് എന്നെ വിളിച്ചു. മാഷ കാണുന്നുണ്ട്. മാഷിനോട് പറഞ്ഞു, പിന്നെ ഉണർന്നേ ഉള്ളൂ എന്ന് എന്തോ ചോദിച്ചു. അപ്പോഴും ഞാൻ അപ്പോഴേക്ക് പോയി. അത് പെട്ടെന്ന് ഉറങ്ങുകയും ചെയ്തു, പെട്ടെന്ന് എണീക്കുകയും ചെയ്തു. നല്ല പുസ്തക തിരുക്കുറല്. കുറേ നല്ല ജീവിത മെസ്സേജസ്. തമിഴന്മാരുടെ ഏറ്റവും നല്ല ഗ്രന്ഥം എന്ന് പറയുന്നത് തിരുക്കുറലാണ്. അത് ഒരു തമിഴ് ഫാമിലി ആണ് എനിക്ക് തന്നത് പണ്ട്. കുറേ കാലം മുമ്പ് സ്ഥിരമായിട്ട് അവിടെ പോകാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ കുറെ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ കുറെ ബുക്ക് തന്നതിൽ ഒന്ന് തിരുക്കുറലാണ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തത്. ഒരു 4ാം വേദം എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ സാഹിത്യത്തിൽ വലിയ തത്വചിന്തകളിൽ കൃത്യമായിട്ട് ചെറിയ ചെറിയ വാക്കുകളിൽ ഏകദേശം 1300 അങ്ങാണ്ടാണെന്ന് തോന്നുന്നു തിരുക്കുറളുകള്. അതിന് കുറളുകൾ എന്നാണ് പറയാ. അത് കവിത സ്തോത്രം പോലെയാണ്. ഒറ്റ ലൈനിലൊക്കെ 2 ലൈനിലൊക്കെ തീർക്കാൻ പറ്റുന്നത്. അത് ധാർമ്മികമായ നമ്മുടെ ഭാരതീയ സങ്കല്പങ്ങളിൽ സനാതന ധർമ്മത്തിന്റെ എല്ലാ സംഭവങ്ങളും കൃത്യമായിട്ട് തത്വചിന്താ രൂപത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെക്സ്റ്റാണ്. എങ്ങനെയാണ് സ്നേഹം കൊണ്ടു നടക്കേണ്ടത്, എങ്ങനെയാണ് വീട് കൊണ്ടു നടക്കേണ്ടത്, എങ്ങനെയാണ് സമൂഹത്തിൽ ജീവിക്കേണ്ടത്, എന്താണ് നന്മ, എന്താണ് തിന്മ, എന്താണ് ധാർമ്മികത, എന്താണ് നീതി, ധനമുള്ള ആൾ എന്തൊക്കെ ചെയ്യണം, ദാനം എങ്ങനെ ചെയ്യണം, മനസ്സ് മോശമാവാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം, ജീവിതത്തിലെ സന്തോഷവും പ്രണയവും എങ്ങനെയാണ് നയിക്കുക നമ്മളെ. അങ്ങനെ ആഗോളമായിട്ടുള്ള കുറെ സംഭവങ്ങളുടെ പ്രസക്തിയുള്ള മഹാത്മാഗാന്ധി, ടോൾസ്റ്റോയ്, ആൽബർട്ട് ഒക്കെ, ഐൻസ്റ്റീൻ ഒക്കെ പറഞ്ഞിട്ടുള്ള കുറെ തത്വങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊക്കെ തിരുക്കുറലിന്റെ കുറെ ഭാവങ്ങൾ ഉണ്ടായിരുന്നു. ഭാരതീയ ഗ്രീക്ക് തത്വചിന്തകളുടെ ഒരു സമന്വയമായ കൃതിയാണ്. ഞാനിപ്പം അടുത്ത കാലത്ത് ഞാൻ എഴുതാൻ ആലോചിക്കുന്ന ഒരു പുസ്തകം എന്ന് പറയുന്നത് ഗ്രീക്ക് ചിന്തകളും ഭാരതീയ ചിന്തകളും തമ്മിലുള്ള ഒരു കമ്പാരിസണാണ്. അപ്പൊ ഇപ്പൊ അടുത്ത കാലത്ത് ഞാനും ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു പുസ്തകവും കൂടിയാണ് തിരുക്കുറൽ. കുറെ കാലം മുമ്പ് കിട്ടി വിട്ടതാണ്. പക്ഷെ തിരുക്കുറലില് കുറെ ഇത്തരം സംഭവങ്ങൾ കൂടി ഉണ്ടെന്ന് ഇപ്പൊ അടുത്ത കാലത്ത് ഗ്രീക്കിനെ കുറിച്ചുള്ളൊരു ചെറിയ 1-2 ടെക്സ്റ്റുകൾ എഴുതാൻ തുടങ്ങുകയാണ്. ചെറിയ ഭാഗങ്ങളായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് തിരുക്കുറലിന്റെ കാര്യങ്ങൾ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. സന്തോഷം. എവിടെയോ പറഞ്ഞ പോലെ തോന്നി. ഏതോ ഒരു മാഷി ഗ്രീക്കിന്റെ എവിടെയോ മാഷി ഇപ്പൊ അടുത്ത് എവിടെയോ ഒന്ന് വായിച്ച പോലെ തോന്നി. എവിടെയോ പക്ഷെ ഇതിങ്ങനെ പറയപ്പെട്ട പന്തിരുകുലം ആ ഒരു തിരുവള്ളുവരുടെ ആ അതില്ലേ പോയി ഇവിടുന്ന് അങ്ങനെയല്ലേ പറയുന്നത്. തമിഴും മലയാളവും രണ്ടും വ്യത്യസ്തമല്ല. കാരണം പണ്ട് കാലത്ത് എൻ്റെ അടുത്ത് തന്നെ പണ്ട് ഒരു ഓലയിൽ എഴുതിയ ചെറിയൊരു ഗ്രന്ഥം ഉണ്ടായിരുന്നു. എന്താണെന്ന് പോലും എനിക്കറിയില്ല. ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു ബുക്കാണ്. അത് തമിഴ് പകുതിയും മലയാളവും പകുതിയൊക്കെ. നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ ആയാലും
പലരുടെയും ചട്ടമ്പി സ്വാമികളുടെയൊക്കെ ഗുരു എന്ന് പറയുന്ന അയ്യാസ്വാമി എന്ന് പറയുന്ന തമിഴാണ്. നമ്മുടെയൊക്കെ പാരമ്പര്യത്തില്, ഭാരതീയ പാരമ്പര്യത്തില് സൗത്ത് ഇന്ത്യയില് ഉണ്ടായിരുന്ന ഏറ്റവും നല്ല ലിറ്ററേച്ചർ തമിഴിലാണ്. അപ്പൊ മലയാളികൾ പഠിച്ചെടുത്തിട്ടുള്ളതൊക്കെ തമിഴിൽ നിന്നാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ഗുരു ആരാന്ന് വെച്ചാൽ അയ്യാസ്വാമിയാണ്, തമിഴാണ്. അദ്ദേഹം അവിടെ പോയി താമസിച്ചിട്ടുണ്ട്. അവിടെയാണ് ചട്ടമ്പി സ്വാമികളെ കാണുന്നതും അദ്ദേഹവും അവിടെ കൂടെ ഉണ്ടായിരുന്ന കാലത്തുണ്ടായിരുന്ന പഠനം. ഇതൊക്കെ തമിഴിലാണ്. അപ്പൊ പണ്ട് എഴുതുമ്പോൾ പലരും തമിഴും മലയാളവും മിക്സ് ചെയ്തിട്ട് എഴുതിയിരുന്നു. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷില് മലയാളം എഴുതുന്നത് പോലെ, ഇംഗ്ലീഷ് സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് പലരും എഴുതുന്നത് പോലെ പണ്ട് കാലത്ത് തമിഴിലാണ് മലയാളവും മലയാളത്തിൽ തമിഴും ഒക്കെ മിക്സ് ചെയ്ത് എഴുതിയിരുന്നു. ശുദ്ധമായി വേർതിരിച്ച് തമിഴ് തമിഴ് മാത്രവും മലയാളം മലയാളം മാത്രവും ഒന്നും എഴുതിയ ആൾക്കാർ വളരെ കുറവാണ്. അതിലൊരാൾ ശ്രീനാരായണ ഗുരുവാണ്. രണ്ടും ഈക്വലായിട്ട് അറിയുന്ന ഒരാളായിരുന്നു ശ്രീനാരായണ ഗുരു. അപ്പൊ തമിഴ് നല്ല സ്വാധീനമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന പല വാക്കുകളും തമിഴ് വാക്കുകളാണ്. മലയാളം തീരെ റിച്ച് അല്ലാത്തൊരു ലാംഗ്വേജ് ആണ്. 700 വർഷത്തെ പാരമ്പര്യം മാത്രമേ ചിലപ്പം ശുദ്ധ മലയാളത്തിന് ഉണ്ടാവൂ എന്ന് പറയും. അതിലധികമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ തമിഴിലുള്ള എല്ലാ പുസ്തകങ്ങളും കൂട്ടിവെച്ചാൽ മലയാളത്തില് കുറേ പുസ്തകങ്ങൾ ഉണ്ടെന്ന് നമ്മൾ ധരിക്കേണ്ട. അതൊക്കെ കൂട്ടിവെച്ചാൽ തമിഴിലുള്ള പുസ്തകങ്ങളുടെ 1/100 ഭാഗം വരും. അത്രയും കൂടുതൽ ലിറ്ററേച്ചറിലാണ്. ഇപ്പൊ അടുത്ത കാലത്ത് ഇങ്ങനെ ആരോടോ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറയണ്ടേ, റെയിൽവേ സ്റ്റേഷന്റെ മലയാളം നമുക്കറിയില്ല, പോലീസ് സ്റ്റേഷന്റെ മലയാളം നമുക്കറിയില്ല. തമിഴുകാരോട് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയും. എല്ലാത്തിനും പ്ലാറ്റ്ഫോമിനടക്കം തമിഴുണ്ട്. പക്ഷെ നമുക്കില്ല. മലയാളത്തിലാണ് ഏറ്റവും കുറവ് നമ്പർ ഓഫ് വേർഡ്സ് ഉള്ളത്. നമ്മൾ പലയിടത്തുനിന്നും കടം വാങ്ങിയിട്ടുള്ളതാണ്. എല്ലായിടത്തുനിന്നും കടം വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ തമിഴ് ലിറ്ററേച്ചർ നല്ലപോലെ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കുറച്ചു കാലത്തൊക്കെ. പക്ഷെ അധികമൊന്നും വായിക്കാൻ പറ്റിയിട്ടില്ല. കാരണം വായിച്ചു പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തമിഴില് ക ഖ ഗ ഖ ഇല്ല, ക മാത്രമേ ഉള്ളൂ. ച ഛ ജ ഛ ഇല്ല, ച മാത്രമേ ഉള്ളൂ. അപ്പൊ ശശിന്ന് എഴുതിയാൽ ചച്ചി എന്നാണ് എഴുതുക. വായിക്കുമ്പോൾ ശശിന്ന് വായിക്കണം. വലിയ ബുദ്ധിയുള്ളവർക്കേ വായിക്കാൻ പറ്റുള്ളൂ നമ്മൾ. അതുകൊണ്ട് തമിഴന്മാരൊക്കെ ഇംഗ്ലീഷിൽ കേമന്മാരാണ്. ഇംഗ്ലീഷിലും ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ, എഴുതിയതുപോലെയല്ലല്ലോ വായിക്കുക. അതുപോലെയാണ്. അതുകൊണ്ടാണ് തമിഴന്മാർ ഇംഗ്ലീഷിൽ വെച്ചെന്ന് പറയാറുള്ളത്. ശിവാജി ഗണേശൻ എന്ന് എഴുതിയാൽ ശിവാജി ഗണേശൻ എന്നാണ് ഞാൻ വായിക്കുക. പിന്നെ വായിച്ചു വരുമ്പോഴാണ് അയ്യോ ഇത് ശിവാജി ഗണേശൻ അല്ല, ശിവാജി ഗണേശൻ ആണെന്ന് മാറ്റി പറയും. അത്രയും ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് തമിഴ്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തമിഴ് എഴുതാനും വായിക്കാനും പഠിച്ചത്. കാരണം എളുപ്പമാണ് പഠിക്കാൻ. 56 അക്ഷരമൊന്നും ഇല്ലല്ലോ. ആകെ കചടതവാന്ന് പഠിച്ചാൽ തീർന്നില്ലേ. പിന്നെ പലതും ഒരേപോലെയാണ്. ജായൊക്കെ ഒരേപോലെയാണ്. പല ഇതും വളരെ അടുത്ത് ബന്ധമുള്ളതാണ്. തമിഴ് അറിയുന്നവരുണ്ടാവും ചിലപ്പോൾ. എനിക്കറിയാം. സുനിതക്കാർ പിന്നെ സ്വപ്നത്തിനെ പറ്റി തന്നെ ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. നമ്മൾ ചില സ്വപ്നങ്ങള് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കാണാറുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സ്വപ്നമാണ് ഏതോ ഒരു റെയിൽവേ സ്റ്റേഷൻ. എനിക്കത് അങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോന്ന് പോലും അറിയില്ല. സ്ഥിരമായിട്ട് ആ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങുന്നു, എന്നിട്ട് നെക്സ്റ്റ് ട്രെയിൻ എനിക്ക് ക്യാച്ച് ചെയ്യണം. പക്ഷെ എനിക്ക് ആ ട്രെയിൻ മിസ്സാവാനായിട്ടുള്ള ഒരു ടെൻഷനിൽ ഞാൻ വളരെ വെപ്രാളത്തിൽ പോകുന്നു. അങ്ങനെയൊക്കെ ഒരു സ്വപ്നം. പിന്നെ ഒരു സ്വപ്നം ഉള്ളത് എനിക്ക് ലാംഗ്വേജ് എക്സാം ആണ്. ഹിന്ദി അല്ലെങ്കിൽ ഏതെങ്കിലും ലിറ്ററേച്ചർ എക്സാം ആണ്. ഞാനൊന്നും പഠിച്ചിട്ടില്ല. നാളെ എക്സാം ആണ്. ഞാൻ എക്സാമിന് പോകുന്നു. അപ്പോ പോകുന്ന വഴിയിൽ ബസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ലേറ്റ് ആവുന്നു. ഒരുപാട് തടസ്സങ്ങൾ വരുന്നു. പിന്നെ കാണുന്ന ഒരു സ്വപ്നം വലിയ കൊക്കയിൽ വീഴുന്നത്. ഇങ്ങനെ എപ്പോഴും കാണാറുണ്ട്. ഇത് നമ്മുടെ മനസ്സിലുള്ള പേടി കൊണ്ടാണോ അതോ എന്തെങ്കിലും എന്താ പറയാ ഫെയിലേഴ്സ് ഉള്ളതുകൊണ്ടാണോ ഇങ്ങനത്തെ സ്വപ്നങ്ങൾ റിക്കറന്റ് ആയിട്ട് കാണുന്നത്? നമ്മൾ സൈക്കോളജി പഠിക്കുമ്പോൾ കൃത്യമായിട്ട് പഠിക്കുന്നതാണ് മനഃശാസ്ത്രപരമായ എക്സ്പ്ലനേഷൻ ഓഫ് ഡ്രീംസ് ഇൻ സൈക്കോളജിക്കൽ പാത്തിൽ നല്ലോണം പറയാറുണ്ട് പലപ്പോഴും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ എല്ലാ സ്വപ്നവും ഓർക്കണമെന്നില്ല. അതുകൊണ്ട് ചിലപ്പോൾ ചില സ്വപ്നങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്നത് ഇത് മാത്രമായി പോകുന്നതായിരിക്കും. നമ്മളെല്ലാവരും കാണുന്നുണ്ടാവും റിപ്പീറ്റഡ് ആയിട്ടുള്ള സ്വപ്നങ്ങൾ.
അതെല്ലാം ഓർക്കണം എന്നില്ല എന്നർത്ഥം. അപ്പൊ നമ്മുടെ ഭാവനയില് കുറേ കാലം സ്വപ്നത്തിലല്ലെങ്കിലും ബസ് മിസ്സാവുന്ന ഭയമുള്ളവർക്കാണ് സ്വപ്നമുള്ളപ്പോ ട്രെയിൻ മിസ്സായെന്ന് ചിലപ്പോൾ കാണും. വളരെ കാൽക്കുലേറ്റീവ് ആയിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്തരം സ്വപ്നങ്ങൾ പതിവാണ്. കാരണം യു ആർ വെരി കെയർഫുൾ. ഞാൻ പറഞ്ഞല്ലോ, എന്തോ ഒരു ഡിസയർ ഉള്ളിലുണ്ട്, എന്തോ ഒരു ഭയം ഉള്ളിലുണ്ട്, ഓർമ്മപ്പെടുത്തലാണ്, പേടിയാണ്, അതൃപ്തികളാണ്. ഇതൊക്കെ പ്രതിഫലിക്കുന്നത് സ്വപ്നത്തിൽ ഇത്തരം അമർന്ന ചിന്തകൾ എന്ന് പറയുന്നത് അൺറിസോൾവ്ഡ് തോട്ട്സ് ആൻഡ് എക്സ്പീരിയൻസ് എന്നാണ്. അപ്പൊ അമർന്ന ചിന്തകൾ ഇത് അനുഭവത്തിൽ പലപ്പോഴും വരുമ്പോൾ, അത് സ്വപ്നത്തിൽ വരുമ്പോൾ ഇതേപോലെയുള്ള വീഴ്ചകളായിട്ടും മിസ് ചെയ്യുന്നതായിട്ടും, അവിടെ എന്തിന് യാത്ര ചെയ്യുന്നുള്ളതല്ല, മിസ് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ ആ മിസ് ചെയ്യുന്നുള്ളത് ഇപ്പൊ ബസ്സിലാണെങ്കിൽ നമുക്ക് ഉടനെ നിർത്താൻ പറയാറ്, ട്രെയിനിൽ നിർത്താൻ പറയാൻ പറ്റില്ല. അപ്പൊ അത് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, കുറച്ച് കൂടുതൽ ഭയപ്പെടുത്താനാണ് അത് കാണുന്നത്. റിസോൾവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അൺറിസോൾവ്ഡ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ റിസോൾവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഇപ്പൊ ഓട്ടോറിക്ഷയിൽ പോകുമ്പോഴാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, തിരിക്കണമെന്ന് പറഞ്ഞാൽ പറ്റും. അതുകൊണ്ടാണ് ഓട്ടോയിൽ മിസ്സായി എന്ന് കാണാത്തത്. ഓക്കെ, അപ്പൊ സ്ഥലങ്ങളും സംഭവങ്ങളൊക്കെ പലരും റിപ്പീറ്റ് ചെയ്ത് കാണും. അത് അധികം സ്ഥലം കാണാത്തോണ്ടാണ്. കുറേ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇതെല്ലാം കൂടി മിക്സ് ആവില്ല. കുറച്ച് മാത്രമേ കണ്ടിട്ടില്ലെങ്കിലും അതല്ലേ മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെയാണ്. അപ്പൊ ഇതില് വലിയ പരിഭ്രാന്തിയുടെ കാര്യമൊന്നുമില്ല, വലിയ സംഘർഷങ്ങൾക്കൊന്നും കാര്യമാക്കേണ്ടത്, ഒക്കെ ഒരു എൻജോയ് ചെയ്യാം. ഓക്കെ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ യാത്രകളുടെ ചിന്തകളും വായനകളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. പിന്നെ ഏറ്റവും നല്ലത് വളരെ സുലഭമായിട്ട് കുറേ കാര്യങ്ങൾ വായിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്നതിന് പകരം അത്തരം ഉദാഹരണങ്ങൾ, അത്തരം ചിന്തകൾ, അത് ഭയപ്പെടുന്നതൊന്നും ആവരുത്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള അത്തരം ചിന്തകളൊക്കെ വായിക്കുമ്പോഴത്തേക്കും ഇതൊക്കെ അമർന്നു പോകും. ദിനചര്യയുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ടുള്ള ഹാബിച്വൽ തോട്ട്സ് ആൻഡ് പാറ്റേൺസ് വിൽ റിഫ്ലക്ട് ഇൻ ഡ്രീംസ് പറയാം. പതിവായിട്ട് ആലോചിക്കുന്ന കാര്യങ്ങൾ സ്വപ്നത്തിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ പൊതുവെ ഭയമുള്ളവര് ഇത്തരം സ്വപ്നങ്ങൾ സാധാരണ കാണാം. അത് ഇപ്പൊ വീഡിയോ ഗെയിം കളിക്കുന്ന ഒരാളാണെങ്കിൽ അതാണ് കാണും. യാത്ര ചെയ്യുന്ന ഒരാളും ആ സമയത്ത് ഭയമുള്ള ഒരാളാണെങ്കിൽ അതാണ് കാണും. ഇതിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, മായ, ദർശനം, ആത്മാവിന്റെ മുന്നറിയിപ്പ് എന്നൊക്കെ പറയും ഭാരതീയ സങ്കല്പത്തിൽ. അതുകൊണ്ടാണ് സ്വപ്നം കാണുമ്പോൾ നമ്മൾ രാത്രി സ്വപ്നം കണ്ട് കരയും. ചെറുപ്പത്തിലൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അമ്മ തലയിലൊന്ന് ഒഴിഞ്ഞിട്ടൊന്ന് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വപ്നം കാണില്ല, അല്ലെങ്കിൽ ജപിച്ച് മന്ത്രിച്ചു ഊതും. ഇതൊക്കെ പണ്ടുണ്ടായിരുന്നു. അമ്മ 2 പ്രാവശ്യം മന്ത്രം ചൊല്ലി ഊതിക്കഴിഞ്ഞാൽ അർജുന പൽഗുനോ ചൊല്ലി കിടക്കാത്തോണ്ടാണെന്നൊക്കെ പറയും. ഇത് പഴയ അനുഭവങ്ങളുടെ സൂചനയാണ്. അപ്പൊ സ്വപ്നങ്ങൾ ഇപ്പൊ എന്റെ ജീവിതത്തിലൊക്കെ സ്വപ്നം വല്ലാണ്ട് പ്രതിഫലിച്ചിട്ടുള്ള ഒരാളാണ്. എന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് അച്ഛൻ മരിച്ചതായി സ്വപ്നം കാണുകയും കുറെ ദൂരെയുള്ള അച്ഛനെ പോയി പിടിച്ച് വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരികയും ആ തിരിച്ചുള്ള യാത്രയിൽ അച്ഛൻ മരിക്കുകയും ചെയ്തു. അപ്പോ നടക്കാൻ പോകുന്ന കാര്യം നടക്കുന്നതിന് മുമ്പ് സ്വപ്നമായിട്ട് വന്നിട്ട് അത് പ്രാബല്യത്തിൽ നടത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്റെ അച്ഛനും ചേച്ചിയും മരിച്ചത് എന്റെ സ്വപ്നം കൊണ്ടാണെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, വിചാരിക്കാറുണ്ട്. അങ്ങനെ എന്റെ ജീവിതത്തിൽ തന്നെ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ സ്വപ്നം. അതുകൊണ്ടാണ് ഞാൻ സ്വപ്നത്തെ കുറിച്ച് കുറെ പഠിച്ചത്. സ്വപ്നവും മരണാനന്തര ജീവിതവും കുറെ പഠിക്കാൻ കാരണമാണ്. അന്നൊക്കെ VR കൃഷ്ണയ്യരുടെ ഒക്കെ പിന്നാലെ പോയിട്ടിരുന്നു. VR കൃഷ്ണയ്യർ മരണാനന്തരത്തെ കുറിച്ച്, ജന്മത്തെക്കുറിച്ചും പുനർജന്മത്തെക്കുറിച്ച് കുറെ റിസർച്ച് ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തെ 1986 ഞാൻ പരിചയപ്പെടുന്നതും കാണുന്നതും. അപ്പൊ സ്വപ്നവും ഒക്കെ ഇതേപോലെ ജീവിതത്തിൽ പലർക്കും, ചിലർക്കെങ്കിലും ഒക്കെ ഇത് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. അതും 4ാമത്തെ 5ാമത്തെ വയസ്സിലൊക്കെയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മാഷിനോട്. ഓ, ഞാൻ ഈ പറഞ്ഞ പോലെ, മാഷ് പറഞ്ഞ പോലെ, എനിക്ക് പല പ്രാവശ്യം ഈ മുൻകൂട്ടി നമ്മള് സ്വപ്നത്തിൽ കാണൂലേ ഇന്നത് സംഭവിക്കാൻ പോണൂന്ന്. അങ്ങനെ 2-3 ഇൻസിഡന്റ് എന്റെ ജീവിതത്തിൽ. എന്റെ അച്ഛന്റെ മരണം ഇതേപോലെ മരിക്കുന്ന സമയത്ത് ഒരു 4 മാസം മുമ്പ് എന്റെ ചെറിയമ്മ എന്റെ കൂടെ തന്നെയായിരുന്നു. 40 വർഷമായിട്ട് ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ഈ വീട്ടിൽ വെച്ചിട്ട്. ചെറിയമ്മ മരിക്കുന്നതിന് മുമ്പ് ഒരു മാർച്ചില് നമ്മുടെ നാട്ടിലെ അമ്പലത്തില്, തിരുനക്കര അമ്പലത്തില് ഉത്സവബലി, ഒരു 6ാം ഉത്സവത്തിന്റെ ഉത്സവം ഇപ്പൊ മറ്റന്നാൾ ഉത്സവബലിയാണ്. ഉത്സവം കൊടിയേറിയിട്ട് ഉത്സവബലിയുടെ അന്ന് നമ്മുടെ ഉത്സവബലി നടക്കുമ്പോ എന്റെ മുമ്പിൽ ഞാൻ ചെറിയമ്മയെ നിർത്തി ഇങ്ങനെ തൊഴിക്കുകയാണ്. തൊഴിലുകൊണ്ട് നിന്നപ്പോ ഇങ്ങനെ ചെവിയുടെ ഒരാശരിക്ക് അടുത്ത ഉത്സവബലിക്ക് ചെറിയമ്മ ഉണ്ടാവുകയാണ്. ഇങ്ങനെ ആരും പറയണ പോലെ ഇങ്ങനെ 3 പ്രാവശ്യം ഇങ്ങനെ നമ്മള് എന്റെ
പെട്ടെന്ന് ഞാൻ വല്ലാണ്ടായി. നമ്മുടെ മുമ്പിൽ ഒരു ആരോഗ്യത്തിന് പ്രശ്നവും ഇല്ലാണ്ട് നിൽക്കുന്ന 35 വയസ്സുണ്ടെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. ആരോഗ്യവതിയായിട്ട് നിൽക്കുന്ന ചെറിയമ്മ ഇങ്ങനെ കേട്ടപ്പോ എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റാതെ ഞാൻ അവിടെ നിന്ന് കരഞ്ഞു പോയാണ്. പക്ഷെ പറയാൻ പറ്റൂലല്ലോ ആരോടും ഇങ്ങനെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞ ആൾക്കാരെ പറയില്ലേ, അവർ എന്താ പറയാൻ പോണെന്ന് അറിയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞില്ല. എനിക്ക് വന്നു കഴിഞ്ഞപ്പോ മോളോട് പറഞ്ഞു, മോനെ ഇങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നു, എനിക്ക് അറിയുന്ന എന്താണെന്ന്. പോസിബിൾ ആണ്. ഇത് പലർക്കും പലതും കേട്ടിട്ടുണ്ട്. അതായത് നല്ലതാണോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യം പറഞ്ഞപ്പോ നല്ലതാണോ മോശമാണോ നമ്മുടെ കൺട്രോളിലല്ലല്ലോ. അതുകൊണ്ട് നല്ലതാണോ മോശമാണ് പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ല എന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. അത് ആദ്യം എന്റെ അനുഭവം പറയാണ്ടിരുന്നത് പറയേണ്ടാച്ചിട്ടാണ്. പിന്നെ സുനിത രണ്ടാമതും ചോദിച്ചപ്പോ ഞാൻ ഇതിനേക്കാളും വൈകൃതമായിട്ടുള്ള ഒരു ജീവിതമാണ് എന്തെന്ന് പറയാൻ വേണ്ടി പറഞ്ഞു. ആക്ച്വലി സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിക്കാൻ മനസ്സിൽ വിചാരിച്ച കാര്യം, കൊറേ നാളായിട്ട് ഇപ്പൊ സ്വപ്നമൊന്നും കാണാറില്ല. സന്തോഷം. അത് വല്ല അങ്ങനെയാ വേണ്ടത്. അത് ജാഗ്രതയിൽ നിന്ന് സുഷുപ്തിയിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് പോകാവുന്നതാണ് ഏറ്റവും നല്ല കാലം. ഞാനിപ്പോ കുറെ കാലമായിട്ട് കാണാറില്ല, പക്ഷെ ഇന്ന് രാത്രി എനിക്ക് കാണണമെന്ന് വെച്ചാൽ കാണാൻ പറ്റും. എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാനും പറ്റും. ഞാൻ ഇന്നടുത്ത് പോകണമെന്ന് രാത്രി സ്വപ്നത്തിൽ കണ്ടാൽ ഇപ്പൊ എനിക്ക് നാട്ടിൽ പോകണമെന്ന് ഇന്ന് തോന്നിയാൽ ഇന്ന് കിടന്ന് അത് കണ്ടുകൊണ്ട് ഞാൻ ഇന്ന് കിടന്ന് നാളെ നാട്ടിൽ നിന്ന് വന്ന പോലെ തോന്നി. ആക്ച്വലി ഞാൻ വിചാരിച്ചോണ്ടിരുന്ന എനിക്കൊന്നും കുഴപ്പമുണ്ടോന്നായിരുന്നു. പക്ഷെ നേരത്തെ കവിതയുടെ ജാഗ്രതയിൽ നിന്ന് സുഷുപ്തിയിലേക്ക് പോകുന്ന മെഡിറ്റേറ്റീവ് സ്ലീപ്പേഴ്സിന് ആ സ്വപ്നാവസ്ഥയില്ല, അത് സുഖമായ ഉറക്കാണ്, അത് ഉണ്ടാവുകയാണ്. ഞങ്ങൾ കുറെ നാളായിട്ട് ഒരു സ്വപ്നം കാണണമെന്ന് വിചാരിച്ചിട്ട് ഒരു സ്വപ്നം പോലും കാണത്തില്ല. അങ്ങനെ ആവട്ടെ, കണ്ടാവും, ചിലപ്പോ അറിയുണ്ടാവില്ല. പണ്ടൊക്കെ കുറെ സ്വപ്നം കാണുമായിരുന്നു. ഇപ്പൊ ഒരു 10 വർഷത്തോളമായിട്ട് ഒരു സ്വപ്നം പോലും കാണും. നല്ല ആരോഗ്യം ഉണ്ടെന്ന അർത്ഥം, നല്ല ആരോഗ്യം ഉണ്ടെന്ന അർത്ഥം. പക്ഷെ കുറെ സമയം കഴിഞ്ഞേ ഉറങ്ങുള്ളൂ. കിടന്ന് ഒത്തിരി സമയം ഇങ്ങനെ ആലോചിച്ചൊക്കെ കഴിഞ്ഞേ ഉറങ്ങുള്ളൂ. ഉറക്കം വന്നാലും വായിച്ചോണ്ടൊക്കെ എത്തിക്കുമ്പോ ഉറക്കം ഭയങ്കരമായിട്ട് വന്നാലും കട്ടില് കിടന്നു കഴിയുമ്പോ ഉറക്കം പോകും. ഇനി പിന്നെ തലയണയായിട്ട് വെക്കാം നല്ല പുസ്തകങ്ങളൊക്കെ, വലിയ പുസ്തകങ്ങൾ. ഉറക്കം. ഡോക്ടർ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഒരു 2 ആഴ്ച മുമ്പ്, ഏകദേശം 1 മാസം മുമ്പ്, രാവിലെ ഏകദേശം ഒരു 5:36 എന്റെ മദറില്ല വന്നിട്ട് എന്നെ ചീത്ത പറയുന്നത് വീടെല്ലാം. അവന് ഞങ്ങളുടെ നാട്ടിലത്തെ വീട്, അവിടെ ഇപ്പൊ ആരും ഇല്ല. സിസ്റ്റർ എവിടെയോ, അവളിങ്ങനെ മകളുടെ അടുത്തൊക്കെ പോകും. അപ്പൊ അതിന്റെ മകളെല്ലാം വീടൊക്കെ എത്ര എന്താ ഈ വീടെല്ലാം ഇങ്ങനെ വല്ലാതെ ചീത്തയായിട്ട് കിടക്കുന്നു, നിനക്കൊന്ന് അടിച്ചു വാരി ഒന്ന് ശരിയാക്കി കൂടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മ എന്റെ എത്ര വലിയ പഴയൊരു വീട്ടില് ഞാൻ പണിക്കാരൊന്നും വന്നില്ല. എന്റെ വീട് വേറെയാണല്ലോ, അമ്മയുടെ വീട്, ഹ്യൂജ് ഹൗസ്. അപ്പൊ ഞാൻ ആ വീട് തന്നെ ഞാനൊക്കെ പണിക്കാരൊന്നുമില്ലേ, ഞാൻ അടിച്ചൊക്കെ തുറച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഈ വീടൊന്നും ഒരു പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മേനോട് ഇങ്ങനെ ഐ വാസ് കൗണ്ടറിങ്. എന്നിട്ട് ഞാൻ രാവിലെ വിളിച്ചിട്ട് എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ അമ്മേനെ സ്വപ്നം കണ്ടു. അപ്പൊ വെരി ലക്കിയാണ്, അമ്മേനെ അറ്റ്ലീസ്റ്റ് സ്വപ്നത്തിൽ കാണുമല്ലോ ഇടയ്ക്കിടയ്ക്ക്. എന്നിട്ട് ഞാൻ പിന്നെ അപ്പൊ അന്ന് നെക്സ്റ്റ് ഡേ മോർണിംഗ് വി ഗോട്ട് എ കോൾ ഫ്രം സിസ്റ്റർ ഇൻ ലോ. ഏട്ടാ വീടെല്ലാം വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ട്, ഞാൻ ഒരാളെ വിളിച്ചെല്ലാം വൃത്തിയാക്കി. അപ്പൊ ഞാൻ അപ്പൊ ഇവര് പറയും, എന്റെ ഹസ്ബൻഡ് പറയുന്നുണ്ടായിരുന്നു, എന്റെ അടുത്തമ്മ ഇന്ന് രാവിലെയാണ് പറഞ്ഞത് എന്നോട്, അമ്മ വന്നിട്ട് സ്വപ്നത്തിൽ വന്നിട്ട് വീടെല്ലാം വൃത്തികേടായിട്ട് കിടക്കുന്നു, വൈ കാൻട്ട് യു ക്ലീൻ ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ചീത്ത പറയുന്നുണ്ടായിരുന്നു. നമുക്കൊരു ദിവസം പോയിട്ട് ഫുൾ ക്ലീൻ ചെയ്യാം. പക്ഷെ അവിടെ നമ്മളെല്ലാവരും സത്സംഗാക്കാം. അവിടെ സത്സംഗാക്കുമ്പോ വീട് ക്ലീൻ ആവും. ഞങ്ങള് പോകുന്നുണ്ട് 24th. അത് കഴിഞ്ഞിട്ട് എപ്പോഴാന്ന് പറഞ്ഞാൽ മതി, നമ്മളെല്ലാരും കൂടി അങ്ങോട്ട് വരാം. പ്രിയ റെഡി അല്ലേ? പ്രിയ കവിതയൊക്കെ റെഡിയായി. അല്ല, അത് ചിന്തകൾ നമ്മുടെ ഉള്ളിൽ, ആ ചിന്തകളുണ്ട്, അതുകൊണ്ടാണ്. നല്ലതാണ്. ഞാൻ പണ്ടൊരു കവിത എഴുതിയിട്ടുണ്ട്, ചിത്രത്തിൽ അവനായി ചേരലിൽ ഉറക്കം വരായികയാണ്, സ്വപ്നത്തിലെങ്കിലും ചിത്രത്തിൽ അവനായി ചേരലിൽ ഉറക്കല, സ്വപ്നത്തിൽ അവനായി ചേരലിൽ ഉറക്കം വരായികയാൽ ചിത്രത്തിലെങ്കിലും കാണാൻ സമ്മതിപ്പില്ല ബാഷ്പവും. ചിത്രം നോക്കുമ്പോ കരച്ചിൽ വന്നിട്ട് കാണാൻ പറ്റുന്നില്ല, ഉറക്കത്തിൽ കാണാൻ പറ്റില്ല, കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല. ഇപ്പൊ ഉറങ്ങാൻ പറ്റുന്നതും ചിത്രത്തിൽ കാണാൻ പറ്റുന്നതും സ്വപ്നം കാണുന്നതൊക്കെ വലിയ ഭാഗ്യമാണ്. തമാശയായിട്ട് കണ്ടാൽ മതി, വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ജാഗ്രത ആയിട്ടിരിക്കുമ്പോഴുള്ള ചിന്തകളൊക്കെയാണ് കുറച്ചും കൂടി കോൺക്രീറ്റ് ആവേണ്ടത്. പക്ഷെ നമ്മള് പേടിക്കില്ല, സ്വപ്നം കണ്ടിട്ടാണ് നല്ലത്. നമ്മൾ ഉറക്കത്തിൽ പേടിച്ചിട്ട് നമ്മൾ ഉറക്കത്തിൽ കരയും ചെയ്യും.
മുതിർന്നവര് വന്നിട്ട് നമ്മളെ അടിക്കും. അത് അതിനെന്താ അത് നമ്മള് ആ ഉറക്കത്തിൽ നിന്ന് ഉണരാത്ത അവസ്ഥയിലാണ്. ആരെയും അത് ബോധക്കേടായാലും ആദ്യം ചെയ്യേണ്ടത് മുഖത്തടിക്കലാണ്. ആരാണോ ബോധം കെട്ട് വീഴുന്നത്, ഫസ്റ്റ് എയ്ഡിൽ ആദ്യത്തെ പ്രിൻസിപ്പിൾ അതാണ്. നമ്മൾ ആരെങ്കിലും ഒരാൾ മരിച്ചുപോയിന്നോ, ബോധം കെട്ട് വീണുന്നോ, താഴ്ത്ത് വീണുന്നോ അറിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ടത് 2 അടി അടിച്ചിട്ട് അയാളുടെ പേര് ചോദിക്കുകയാണ്. വാട്ട്സ് യുവർ നെയിം ചോദിക്കുക, നിങ്ങളുടെ പേരെന്താന്ന് ചോദിക്കുക. അപ്പൊ വർത്താനം പറയാൻ പറ്റുന്നെങ്കിൽ ബോധം ഉണ്ടെന്ന് അർത്ഥം. അപ്പൊ കണ്ണ് അടച്ചിരിക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് എയ്ഡിലൊക്കെ അങ്ങനെയാണ് പഠിപ്പിക്കാറ്. ആര് വീണ് കിടക്കുന്നുണ്ട്, കണ്ണടച്ച് കിടക്കുന്നുണ്ടെങ്കിൽ മുഖത്ത് അടിച്ചു നോക്കുക. കണ്ണ് തുറക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ ചെവി വർക്കേയില്ല, അടി കൊണ്ട അപ്പ കണ്ണ് തുറക്കും. അപ്പൊ ഉണർത്താൻ വേണ്ടിയിട്ടുള്ള മാർഗമാണ് അടി. ഇനി അതല്ലെങ്കിൽ മുഖത്ത് നല്ലപോലെ ഊതുക, അതിനാണ് ഈ മന്ത്രി ചൂതുന്നത്. ഈ അടി കൊടുക്കുന്നതിന് പകരം അമ്മക്ക് മക്കളെ അടിക്കുന്നതിന് അത്ര സന്തോഷം ഉണ്ടാവില്ല. ചിലപ്പോ ദേഷ്യം വന്ന് തിരിച്ചടിച്ചു എന്നും വരും. മന്ത്രം ഫൂന്ന് മുഖത്തൂതി ആരാ കണ്ണു തുറക്കാണ്ടിരിക്കാം. ഇതൊക്കെ അതിന്റെ ഒരു ടെക്നോളജിയാണ്. നല്ലോണം ഊതിയാ മതി. ശരിക്കും എന്താണ് മരണം കഴിഞ്ഞതിന് ശേഷം ഒരു അടുത്തൊരു ജന്മം ഉണ്ടോ? നമുക്ക് രണ്ടാക്കും മരിച്ചു കഴിഞ്ഞിട്ട് ആ ലോകത്തിലെത്തുമ്പോ ജീവിച്ചോക്ക. അല്ല അല്ല ശരിക്കും ഇപ്പൊ ഇത്ര കാക്കിയായിട്ട് ജനിക്കും, എന്നിട്ട് ഇത്രയും ദിവസം 13 days 14 days ഇങ്ങനെ അലഞ്ഞ് നടന്നിട്ട് പിന്നെ ഒരു അന്ധകാലേച്ച മനസ്സിൽ സ്മരേൻ എന്നാണ് ഭഗവത്ഗീതയിൽ. അവസാന കാലത്ത് നീ എന്നെ കുറിച്ച് വിചാരിച്ചാൽ ഞാൻ നിന്റെ ഏറ്റെടുത്തോളാം, ഭഗവാനിൽ ലയിപ്പിക്കാം, മോക്ഷം കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ആർക്കാ അറിയാം നമ്മുടെ അന്ധകാലം എപ്പോഴാന്ന്? ഇപ്പൊ ഈ ഇരിപ്പിൽ കൃഷ്ണരാമ ഗോവിന്ദാന്ന് പോയിക്കൂടെ? അപ്പൊ ഭഗവാൻ കൃഷ്ണൻ വളരെ സീക്രട്ട് ആയിട്ട് നമ്മളോട് പറയാണ് എല്ലാ സമയത്തും എന്നെ ചിന്തിച്ചോന്നിരുന്നോളൂ. അപ്പൊ അവസാന കാലം നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അതായിട്ട് മാറും. പിന്നെ മലയാളത്തിൽ കവിതകളൊക്കെ ഉണ്ടല്ലോ, പൂച്ചയായിട്ട് ജനിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കവിതകൾ. ഇതൊക്കെ കേട്ടിട്ടുള്ള കുറെ കഥകളാണ്. നമ്മള് ഓരോ ദിവസവും രാത്രി കിടന്നുറങ്ങുമ്പോ ഞാൻ പറഞ്ഞല്ലോ ജാഗ്രത് സ്വപ്ന സുഷുപ്തി, ആ സുഷുപ്തിയിൽ എത്തുക എന്ന് പറഞ്ഞാൽ സമാധിയിലെത്തുക എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ സമാധിസ്ഥസ്യ ലക്ഷണം, സമാധിയിലെത്തുക, മരണം എന്നല്ല അർത്ഥം. നല്ല ഉറക്കം തന്നെയാണ് സമാധി. ഒരു ചിന്തകളും ഇല്ലാതെ നമ്മുടെ EEG ഇലക്ട്രോ എൻസിലോഗ്രാഫ് സ്ട്രെയിറ്റ് ആവുമ്പോ, ബുദ്ധി വർക്ക് ചെയ്യാത്തപ്പോ, സമാധിയിലെത്തുമ്പോ, മെഡിറ്റേഷൻ എന്ന വാക്ക് തെറ്റായ വാക്കാണ്, അതുകൊണ്ട് അത് പറയുന്നില്ല. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോ, നമ്മൾ ഉറക്കത്തിലെത്തുമ്പോ ആരുടെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ ശിവന്റെ കൂടെയാണ്. അതുകൊണ്ടാണ് ശിവനെ ഈ കാലന്റെ ഒരു രൂപമൊക്കെ നമ്മൾ കാണുന്നത്. ശരിക്കും ഡിസ്ട്രോയർ എന്നുള്ള പേരൊക്കെ അങ്ങനെയാണ് ശിവന് വന്നത്. ആ അവസ്ഥയിൽ നിന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഉണർത്തുന്നതാണ് ബ്രഹ്മാവ്. അതുവരെ നമ്മൾ ഉറക്കത്തിലാണ്. അപ്പൊ പിറ്റേ ദിവസം രാവിലെ ബ്രഹ്മാവ് എന്താ ചെയ്യുന്നത്? നമ്മൾ ഉണർത്തുക എന്ന് പറഞ്ഞാൽ പുതിയൊരു ജന്മമാണ്. കാരണം ബ്രഹ്മാവ് ക്രിയേറ്റീവാണ്. പുതിയ ദിവസം പുതിയ ജന്മമായിട്ട് കരുതുക. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ മരിക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പുതിയൊരു ജന്മമാണ്. അപ്പൊ ബ്രഹ്മാവിന്റെ മടിയിൽ ജനിച്ചു വീഴുന്നു. തലേ ദിവസം സമാധിയിൽ ശിവന്റെ അടുത്ത് ലയം പ്രാപിച്ച് ഉറങ്ങുന്നു. മധ്യത്തിൽ വിഷ്ണു നമ്മളെ കൊണ്ടു നടത്തുന്നു. ഈ ഒരു അവസ്ഥയാണ്, ഈ ഒരു ചിന്തകളാണ് സനാതനികളുടെ ആത്മീയ പുരുഷന്മാരുടെ ഏറ്റവും നല്ല ചിന്ത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്നത്തെ കണക്ക് ഇന്ന് തീർക്കുക, ആരോടും ഒന്നും തോന്നാതിരിക്കുക. അങ്ങനെ എല്ലാ ദിവസവും നമ്മുടെ ചിന്തകൾ പുതിയതായിട്ട് മാറുകയാണെങ്കിൽ പുതിയ ജന്മമായി. അപ്പൊ ഏതാണ് എന്റെ പുതിയ ജന്മം? അടുത്ത ജന്മം, മരണം എപ്പോഴാന്ന് വെച്ചാൽ ഇന്ന് രാത്രി, എപ്പോഴാ ജന്മം എന്ന് വെച്ചാൽ നാളെ കാലത്ത്. കാരണം ഇന്ന് കിടന്നാൽ രാവിലെ എഴുന്നേക്കൊന്ന് വലിയ ഉറപ്പൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഭഗവാന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. രാവിലെ അങ്ങേര് വിളിച്ചാൽ നമ്മൾ എഴുന്നേൽക്കുക, അത്രേ പറയാൻ പറ്റുള്ളൂ. ആ അവസ്ഥയിൽ ജീവിക്കുമ്പോഴാണ് നമ്മൾ ആത്മീയ പുരുഷന്മാരാവുന്നത്. അങ്ങനെ ആത്മീയതയിലേക്ക് എത്തണം എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ അതില് അടുത്ത ജന്മം എന്നൊരു ചിന്തയൊന്നും വേണ്ട. യതി, നിത്യചൈതന്യ യതിയുടെ ഒരു ഏകലവ്യ ശിഷ്യനാണ് ഞാൻ. യതി പറയാറുള്ളത്, ആരെങ്കിലും ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം തമാശ പറഞ്ഞത് യതിയിൽ നിന്ന് കടെടുത്തതാണ്. യതി പറയാറുള്ളത്, 4 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് വല്ലതും പറയാൻ പറ്റുമെന്ന്. അതുപോലും പറയാൻ പറ്റാത്ത ആൾക്കാരെ നമ്മള് അടുത്ത ജന്മത്തിൽ എന്താണെന്ന് ആലോചിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്റെ ഒരു കവിതയുണ്ട്, ആരോ ഫ്രം ഷാഡോ എന്ന് പറഞ്ഞിട്ട്.
ആരോ ഫ്രം ഷാഡോ എന്ന കവിതയിൽ ഞാൻ എഴുതിയിട്ടുള്ളത് ഈ മരണത്തെ കുറിച്ചാണ്. എവറി ഡേ വി ടേക്ക് ബർത്ത് ആൻഡ് നെക്സ്റ്റ് ഡേ every day we die, every night we die, and next day we take another birth. ലൈഫ് ഓഫ് ലവ് എന്ന കവിതയിൽ ആരോ ഫ്രം ഷാഡോ എന്ന് പറഞ്ഞ കവിതയുണ്ട്. ഇൻ വൺ ജന്മ യു ലേൺ, ഇൻ ദ നെക്സ്റ്റ് ജന്മ യു ടീച്ച്. അതാണ് രാമന് പറഞ്ഞു കൊടുത്ത കഥകളാണ് കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. രാമന് ആരാ പറഞ്ഞു കൊടുത്തത്? വസിഷ്ഠനാണ് പറഞ്ഞു കൊടുത്തത്. അങ്ങനെയാണ് ആ യോഗവാസിഷ്ഠം പിന്നെ ഭഗവത്ഗീതയായിട്ട് പറഞ്ഞു തരുന്നത്. ഒരു കാലത്ത് രാമന്റെ ബ്രദറായിരുന്ന ലക്ഷ്മണനെ, അനിയനെ അനാവശ്യമായിട്ട് കുറെ കഷ്ടതകൾ കൊടുത്ത് രാമന്റെ കർമ്മം കൊണ്ടാണ്. അതുകൊണ്ടാണ് അടുത്ത ജന്മത്തിൽ കൃഷ്ണന്റെ ബ്രദറായിട്ട്, എൽഡർ ബ്രദറായിട്ട് ബലരാമൻ കൊട്ടിക്കൊണ്ടേയിരിക്കുന്നത്, തലക്ക് മേട്ടം കൊടുത്തുകൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക്. ഒരു കാലത്ത് ഏകപത്നി വ്രതനായിട്ടിരുന്ന രാമന് പിന്നെ കുറെ പേര് ദൂഷ്യം, കുറെ പേരെ മാരി ചെയ്തു എന്നൊക്കെയുള്ള ഒരു ദൂഷ്യം വന്നത് കൃഷ്ണനാണ്. അങ്ങനെ പലതിലും ഇത്തരം റിലേഷൻഷിപ്പ് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഈച്ച് ഡേ യു ടേക്ക് എ ബർത്ത് ആൻഡ് ഇൻ ദ നെക്സ്റ്റ് എ റീബർത്ത്. ദ കർമ്മ യു ഡു ഇൻ വൺ ജന്മ വിൽ കം ബാക്ക് ടു യു ആസ് എൻ ആരോ ഇൻ ദ നെക്സ്റ്റ് ജന്മ. രാമൻ ഒരു അമ്പെയ്തിട്ട് കൊന്നതാണ് ബാലിസുഗ്രീവ യുദ്ധത്തില്. അനാവശ്യമായിട്ട് ചെയ്തൊരു പണിയാണ്. അതുകൊണ്ടാണ് കൃഷ്ണന് പിന്നെ അതുപോലെ തന്നെ മരിക്കേണ്ടി വന്നത്. അപ്പൊ ഭഗവാന് പോലും ഇതിൽ നിന്ന് രക്ഷയില്ലാന്ന്. അതുകൊണ്ട് അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ വേവലാതിപ്പെടുന്നതിന് പകരം the arrow from the shadow comes back to you in full force to hurt you in the next ജന്മ. ഇന്ന് ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളാണ് നാളെ നമുക്ക് കൗണ്ടർ അറ്റാക്ക് ആയിട്ട് വരും. ഇന്നെല്ലാം നല്ല കർമ്മങ്ങളാ ചെയ്തു എന്ന് വിചാരിക്കാം, നാളെ സമാധാനത്തിൽ എഴുന്നേക്കാൻ പറ്റും. അത് ഓരോ ദിവസവും അത്തരം ചിന്തകൾ ഉണ്ടായാൽ ജന്മം സാഫല്യമായി. അങ്ങനെ ഓരോ ദിവസവും മരിക്കുകയും പിറ്റേ ദിവസം ഉണരുകയും ചെയ്യുമ്പോൾ നല്ല കർമ്മങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ എല്ലാം കൂട്ടിച്ചേർത്തിട്ടുള്ള അവസാനത്തെ ഒരു ജന്മത്തിനും അതേ ഗുണമുണ്ടാവും. ഒരു മല ഒറ്റയടിക്ക് കയറാൻ പറ്റില്ലല്ലോ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ലേ. അപ്പൊ അടുത്ത ജന്മത്തിൽ എന്താവും എന്നുള്ളത് ഓരോ ജന്മത്തിലും. എനിക്കറിയാവുന്ന കുറേ ആൾക്കാരുണ്ട്, വലിയ പണ്ഡിതന്മാരായിരുന്നു, സപ്താഹങ്ങൾ സ്ഥിരമായിട്ട് നടത്തുമായിരുന്നു. പക്ഷെ മരണകാലം വരുന്ന സമയത്ത് ഇതൊക്കെ ഉപേക്ഷിച്ച് ഭഗവാനെ വഴക്ക് പറയാൻ തുടങ്ങി. അതുകൊണ്ട് ഏത് കാലത്ത് ചെയ്താലാണ് നന്മ വരിക എന്ന് ആർക്കും പറയാൻ പറ്റില്ല. അത്രയും കാലം ചെയ്തിട്ടുള്ളതൊക്കെ പോയി എന്നാണ് ഭഗവത്ഗീത പറയുന്നത്. ഭഗവത്ഗീതയിൽ പറയുന്നത് എത്ര ചെയ്താലും അവസാനം കുറച്ചൊക്കെ തെറ്റുപറ്റിയാൽ പിന്നെയും നമ്മൾ കുറച്ച് താഴത്തേക്ക് വീഴും, പിന്നെയും അടുത്ത ജന്മത്തിൽ ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ്. ഏത് ജന്മത്തിലാണ് ആർക്കാണ് എവിടെയാണെന്നൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് അതിന്റെ അക്കൗണ്ട് ഒന്നും വലിയ അക്കൗണ്ടായിട്ട് കണക്കാക്കണ്ടെന്നാണ് ഞാൻ പറയുന്നത്. നമ്മളൊക്കെ ഒരു ട്രസ്റ്റി മാത്രമാണ്, ഈ കർമ്മങ്ങളുടെയൊക്കെ ട്രസ്റ്റിയാണ്. ലൈഫ് ഓഫ് ലവ് എന്ന കവിതയിൽ കുറെ ഇത്തരം ചിന്തകൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ, നമ്മളെ ഈ അമ്പലത്തിന്റെ പ്രതിഷ്ഠയുടെ സമയത്ത് ആ ഇങ്ങനെ കുഴിയൊക്കെ എടുത്ത് അതിൽ കുറെ കോയിൻസോ ഗോൾഡും അതും ഇതൊക്കെ ഇടുന്നു പറഞ്ഞ് അങ്ങനെ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനന്ന് വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ, മരിക്കുമ്പോ നാവില് സ്വർണത്തിന്റെ പൊടി വെക്കണം എന്ന് പറയുന്നത് അതിനെന്തെങ്കിലും ശാസ്ത്രീയ വശമുണ്ടോ, അതോ അത് എന്തോ പണ്ട് മുതലേ തുടരുന്നത് അങ്ങനെയാണോ? നമ്മള് ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ ആചാരങ്ങളാണ്. ഈ നമ്മുടെ നാട്ടിലൊക്കെ തെയ്യം വന്നിട്ടേ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറെ അരി കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു നുള്ളെടുത്തിട്ട് നമുക്ക് തിരിച്ചിടില്ലേ? കണ്ടില്ലേ അങ്ങനെ? എന്തിനാ അത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്താ പറയാ, നമ്മൾ കൊടുത്തതിന്റെ ഒരു പ്രതിഫലമായിട്ട് നമുക്ക് തിരിച്ചു തരാം. നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ, യാഗങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് അരിയും നെയ്യും ഒക്കെ എടുത്തിട്ട് അഗ്നിയിലിട്ടിട്ടാണ് അഗ്നായ സ്വാഹ അഗ്നായ ഇതന്നോവ പ്രജാപതിയെ സ്വാഹ പ്രജാപതിയെ ഇതന്നോവ ഒക്കെ ചൊല്ലുക. എന്തിനാ അത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മള് തന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മുടെ പിതാമഹന്മാര്, പിതാക്കന്മാര്, ഗുരുക്കന്മാര് ഒക്കെ തന്നിട്ടുള്ളതാണ് നമുക്കുള്ളത്. നമ്മൾ ഏറ്റവും വിലമതിച്ച് കാണുന്ന ചില സംഭവത്തിന്റെ ഒരു നുള്ള്, അത് ഈ ചില സ്ഥലത്തൊക്കെ ആ മണ്ണിടുന്നത് പോലെ തന്നെ നമുക്ക് സ്വർണവും ഒക്കെ ഇടാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ അതങ്ങനെ ഇടില്ലല്ലോ. നമ്മൾ ഒരു ചെറിയൊരു പേപ്പറിന്റെ ഓർമ്മകൾ നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ നമ്മൾ ആർക്കെങ്കിലും നമ്മളെ വേർപെട്ട് പോകുമ്പോൾ അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നത് പോലെ അതൊരു ഹാങ്കർചീഫ് ആവാം. നമ്മളെ വിട്ടുപോകുന്ന വ്യക്തിക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന ചില സംഭവങ്ങൾ. എന്താണ് വിലമതിക്കുക എന്ന് വെച്ചാൽ, എല്ലാ കാലത്തും അത് പൊന്നായിരുന്നു, സ്വർണമായിരുന്നു. അത് ഒരു പ്രതീകമാണ്.
ആ പ്രതീകം നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ നിങ്ങളെ തന്നതിന്റെ ഒരു പങ്ക് തിരിച്ചേൽപ്പിക്കുകയാണ് എന്നുള്ള ഭാവത്തോടു കൂടിയാണ്. എല്ലാ യാഗയജ്ഞ കർമ്മങ്ങൾക്കും തുല്യമാണ് അഗ്നിസാക്ഷിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു വധുവിന് എന്തിനാണ് സാരി അപ്പം കൊടുക്കുന്നത്, പിന്നെ മേടിച്ച് കൊടുത്താൽ പോരെ. ആ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു പതിവ് അത് ഭാരതീയ സങ്കല്പങ്ങളുടെ ആചാരങ്ങളുടെ ഭാഗമാണ്. അതുപോലെ ആചാരത്തിന്റെ ഒരു ഭാഗമാണ് മരിച്ച വ്യക്തിയുടെ നാവില് നമ്മളൊരു സാക്ഷിയായിട്ട് നമ്മുടെ ഒരു ശ്രദ്ധ അവിടെ ഉണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് തന്നിട്ടുള്ളതൊക്കെ ഞാൻ തിരിച്ചു തരികയാണ്. ഏറ്റവും നല്ല വാക്കുകൾ തന്ന് എന്നെ ശീലിപ്പിച്ചിട്ടുള്ള എൻ്റെ ആദ്യ ഗുരുക്കന്മാരായിട്ടുള്ള അച്ഛൻ, അമ്മ അല്ലെങ്കിൽ ഗുരുക്കന്മാരാരാണ് അവർക്ക് എൻ്റെ ഒരു ദക്ഷിണം കയ്യിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് കൊടുക്കുക എന്നുള്ളതാണ് സങ്കല്പം. അത്രേ ഉള്ളൂ. ഈ ചില സ്ഥലങ്ങളിലൊക്കെ, ചില യൂറോപ്യൻ സ്ഥലങ്ങളിലൊക്കെ നല്ല സ്പെക്സ് വെച്ച്, നല്ല ഷൂ ഒക്കെ കെട്ടിച്ച്, നല്ല വാച്ചൊക്കെ കെട്ടിച്ച്, നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത്, ജീവിച്ചിരിക്കുമ്പോൾ പോലും പിന്നെ സലൂണിൽ പോയിട്ട് ഹെയർ കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതൊക്കെ ചെയ്യിപ്പിച്ച് ബ്യൂട്ടീഷ്യന്റെ അടുത്ത് പോയി ക്ലീൻ ആയിട്ട്. ഞാൻ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു മകളുടെ, ഞാൻ അവിടെ താമസിച്ച വീട്ടിന്റെ ഉടമയുടെ മകള് മരിച്ച അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ ഡെഡ് ബോഡി റിസീവ് ചെയ്യാൻ ഞാനാണ് പോയത്, വേറെ ആരില്ലാത്തതുകൊണ്ട്. അത് കഴിഞ്ഞ് കൊണ്ട് കിടത്തി നോക്കിയാൽ വിശ്വസിക്കില്ല, മരിച്ചു കിടക്കാന്ന്. ചമഞ്ഞ് കിടക്കണം എന്ന് പറയല്ലോ, ചാവുമ്പോഴും ചമഞ്ഞ് കിടക്കണം എന്നല്ല. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കണ്ടത് അമേരിക്കയിൽ നിന്ന് ഡെഡ് ബോഡി അവർ പാർസൽ ചെയ്ത് അയക്കുമ്പോൾ ക്ലീൻ ആയിട്ട് സ്പെക്സ് ഒക്കെ വെച്ച്, വാച്ചൊക്കെ കെട്ടി, എന്തൊക്കെ മേക്കപ്പ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത്, നല്ല ചുവന്ന ചുണ്ടും കൺമഷിയൊക്കെ എഴുതി. പൊതുവെ അങ്ങനെ അല്ലാത്തവരെ പോലും അങ്ങനെ മേക്കപ്പ് ചെയ്തിട്ടാണ് അവരെ. അപ്പൊ അങ്ങനെ സ്വപ്നത്തെ കുറിച്ചല്ല, ചില കാര്യങ്ങൾ സ്വപ്നം അധികം കാണാറില്ല, ഇടയ്ക്ക് കാണാറുള്ളൂ. ചെറുപ്പത്തിലൊക്കെ ഒരുപാട് ഇതുപോലെ പരീക്ഷ എഴുതാതെ വിട്ടുപോകുന്നതൊക്കെ കണ്ടു. പക്ഷെ വലുതായപ്പോ അത്ര സ്വപ്നങ്ങളൊന്നും കാണാറില്ല. പക്ഷെ ചില ഇൻറ്റ്യൂഷൻസ് മനസ്സിലേക്ക് വരാറുണ്ട്. അപ്പൊ നടക്കാൻ പോകുന്നതിന്റെ ചില സൂചന തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെ, അപ്പൊ അത് വലിയ ഗഹനമായ വായനയോ വലിയ ചിന്തയോ അങ്ങനെയൊന്നും ഇല്ല. എങ്കിലും കുറച്ചൊക്കെ ചിന്തിക്കുന്ന ആളാണ്. വളരെ ചിന്തിച്ചിട്ട് ചില കാര്യങ്ങൾ ചെയ്യാനൊക്കെ പുറപ്പെടാറുണ്ട്. എങ്കിലും അബദ്ധങ്ങളൊക്കെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. ഈ ഇൻറ്റ്യൂഷൻ ചില കൺഫ്യൂഷൻ ഉണ്ടാക്കും സ്വർണ്ണത്തിന്. അത് പിന്നെ ഭയങ്കര ഒരു എന്താ പറയാ വേറൊരു ചിന്തയിലേക്ക് മനസ്സിനെ നയിക്കും. എങ്ങനെയാണ് അതിനെ നേരിടാൻ പറ്റുക നമുക്ക്? ആ ഒരു എന്താ പറയാ കൺഫ്യൂഷൻ സ്റ്റേജ് എപ്പോഴും ഉണ്ടാവാറില്ല. ഇപ്പൊ ചില ഫാദറിന്റെ മരണമായിട്ടൊക്കെ ബന്ധപ്പെട്ട അങ്ങനെ ചില ഇൻറ്റ്യൂഷൻസ് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ജീവിതത്തിൽ നടക്കുന്ന ചില തെറ്റായ ഒന്ന് രണ്ട് സംഭവങ്ങൾ, അതിന്റെയൊക്കെ ചില ഇൻറ്റ്യൂഷൻസ് മനസ്സിലേക്ക് വ്യക്തമായിട്ട് അറിയാം. അത് നേരിടാറുമുണ്ട്. പക്ഷെ ചില കൺഫ്യൂഷനിലേക്ക് അത് എത്തുകയും ചില തീരുമാനങ്ങളിലേക്ക് അത് എത്താൻ പറ്റാതിരിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. ഇങ്ങനെ നേരിടാൻ പറ്റുന്നതായിട്ട് ഇത് നമ്മള് ഞാനിവിടെ ചേർത്തൊന്ന് പറഞ്ഞോട്ടെ. അതായത് നമ്മുടെ ഉള്ളില് നിറയ്ക്കുന്ന അറിവിനനുസരിച്ച്, ആ അറിവ് മനനം ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്ന ഒരു AI പോലെയാണോ ഇൻറ്റ്യൂഷൻസ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണോ എന്നുള്ളത് ഞാൻ തന്നെ എത്തിച്ചേർന്ന് വരുന്നതാണ്. രണ്ട് സംഭവങ്ങളാണ് ഇവിടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുക. ഒന്ന് ന്യൂറോ സയൻസ് ആണ്, അത് ബുദ്ധിപരമായിട്ടുള്ള കുറേ പഠിച്ചുണ്ടാക്കിയിട്ടുള്ള കുറേ സംഭവങ്ങൾ. രണ്ട് നമ്മുടെ പറയാറുള്ള അബോധ മനസ്സ് എന്ന് പറയുന്ന സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്. ഈ കുറെ സംഭവങ്ങള്, ബന്ധങ്ങള്, സ്നേഹങ്ങള്, ഫീലിങ്സ്, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറെ അറിവുകളുണ്ട്. ആ അറിവുകൾ പണ്ട് കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇന്നതൊക്കെയാണ്. അതിനാണ് നമ്മൾ ജ്ഞാനം എന്ന് പറയാം. ആ ഇൻറ്റ്യൂഷൻ ആണ് ജ്ഞാനം. ഞാനിപ്പോ ഡിസൈൻ തിങ്കിങ് എന്ന് പറയുന്ന ഒരു സംഭവം പഠിപ്പിക്കുന്ന ഒരാളാണ്. ഡിസൈൻ തിങ്കിങ് ഡോക്ടർ TPS അടിച്ചു നോക്കുക. എങ്ങനെയാണ് ഡിസൈനിങ് ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് ചിന്തകൾ ഉണ്ടാക്കേണ്ടത്. ആ ഇൻറ്റ്യൂഷൻ വെച്ചിട്ടാണ് നമ്മൾ ഓരോ സംഭവങ്ങളും. അത് വളരെ ബേസിക് ആയിട്ടുള്ള ചിന്തകൾ എന്ന് പറഞ്ഞാൽ, ഞാനൊരു സംഭവം ഡിസൈൻ ചെയ്യുമ്പോൾ ആദ്യം മനസ്സിൽ കാണും ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്. ഒരു സ്കൾപ്ചറിന് നല്ല ഇൻറ്റ്യൂഷൻ ഉള്ള ഒരാളാണ്. ആ ഇൻറ്റ്യൂറ്റീവ് മൈൻഡുള്ള ആളാണ് നല്ല ചിന്തകന്മാര്, നല്ല ഡിസൈനർ. അതാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഈ ക്രിയേറ്റിവിറ്റി ഡിസൈൻ ആയിട്ട് മാറും. അപ്പൊ ഇത്തരം ചിന്തകൾ ഉണ്ടാവുന്നത് രണ്ട് സംഭവങ്ങളാണ്. ഒന്ന് ആർട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഫീലിംഗ് ആണ്. അപ്പൊ നല്ല മനസ്സ് വേണം, നല്ല ബുദ്ധിയും വേണം, നല്ല വായനയും, നല്ലപോലെ ഡീപ്പായിട്ട് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് മാത്രം ഉണ്ടാവുന്നതാണ് ഈ ഇൻറ്റ്യൂഷൻസ്.
അപ്പൊ ഇതില് രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് ഡോക്ടർ ശ്രീജ പറഞ്ഞിട്ടുള്ള കൺഫ്യൂഷനാണ്. ഇൻറ്റ്യൂഷൻ ഉള്ള എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്, ഒരു ഡിസൈനർ ഒരു ഡിസൈൻ അല്ല ചിന്തിക്കുക, 100 ഡിസൈൻ ചിന്തിച്ചാലാണ് ഒരു ഡിസൈൻ പ്രായോഗികമായിട്ട് വരിക. എന്താ കാരണം? അതിൽ കുറേ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ കണ്ടുപിടിക്കും. ഇത് ശരിയല്ല, അത് ശരിയല്ല, അതാണല്ലോ കൺഫ്യൂഷൻ. എനിക്ക് ഒറ്റ വഴിയേ ഉള്ളെങ്കിൽ കൺഫ്യൂഷൻ ഇല്ല. ഇരുവഴിയിൽ പെരുവഴി നല്ലു എന്നാണ്. 2 വഴികൾ ഉണ്ടാകുമ്പോൾ ഏതാ ഏറ്റവും നല്ല വഴി? വലിയ വഴി, എല്ലാവരും പോകുന്ന വഴിയാണ് നല്ല വഴി. പക്ഷെ നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാൾ ഒരിക്കലും വലിയ വഴിയിൽ പോവില്ല. ആ ദുർഘടമായിട്ടുള്ള വഴികളിൽ പോകുമ്പോഴാണ് നമ്മൾ ക്രിയേറ്റീവ് ആവുക. അത്തരം ചിന്തകൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ വഴിയിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം എല്ലാവരും പോകുന്ന 4 ആളോട് ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല നമ്മൾ ചെയ്യുന്നത്, പുതിയ കാര്യങ്ങളാണ്. അപ്പൊ അതില് നമുക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ട്. ആ എക്സൈറ്റ്മെന്റ് ഫീലിംഗിലൂടെ വരുന്നതാണ്. എക്സൈറ്റ്മെന്റിലൂടെ ചെയ്യുമ്പോൾ എന്ത് പറ്റും? തെറ്റുവരും ചിലപ്പോൾ. അത് നല്ല ഇരുത്തമുള്ള മനസ്സല്ല എന്ന് വരുന്ന സമയത്താണ് ഈ ഇൻറ്റ്യൂഷനിൽ മാത്രം പെട്ടിട്ട് എക്സൈറ്റ്മെന്റ് കൂടുമ്പോൾ നമ്മൾ ഇരുത്തം വന്ന മനസ്സല്ല, ആവേശമാണ് നമ്മളെ കൊണ്ടുപോകുക. ആവേശം കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ തീരുമാനങ്ങൾ തെറ്റാവും. അപ്പൊ എന്ത് ചെയ്യണം? ഒക്കെ ഡോക്യുമെന്റ് ചെയ്യുക. ഏറ്റവും നല്ല മാർഗം നമ്മൾ എഴുതുക എന്നുള്ളതാണ്. ആ എഴുതുമ്പോൾ, ഞാനിപ്പോ ഈ കോവിഡ് കാലത്ത് യാത്രയും ക്ലാസ്സുകളൊക്കെ ഉള്ളപ്പോൾ കുഴപ്പമില്ല, കോവിഡ് കാലത്ത് മാത്രം എഴുതിയ പുസ്തകങ്ങളായിരുന്നു. കാരണം അത് ഇരുന്ന് എഴുതുമ്പോഴാണ് നല്ല പക്വത വരുന്നത്. അതുകൊണ്ടാണ് ഈ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത്. കാരണം മൈൻഡ് മാറ്റേഴ്സ്, മനസ്സിനെ കുറിച്ച് മാത്രം 4-5 ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ എടുത്തപ്പോൾ ആദ്യത്തെ മുകളിലുള്ള മൈൻഡ് മാറ്റേഴ്സ് എന്നാണ്. അപ്പൊ ഈ പുസ്തകം നമ്മൾ എഴുതുമ്പോൾ കുറേ ചിന്തിച്ചിട്ട്, ഇത് അഡോളസെൻസിൽ എന്താ ചിന്തകൾ ഉണ്ടാവുക, അഡോളസെൻസിന്റെ നാവിഗേറ്റിംഗ് അഡോളസെൻസ് എന്നുള്ള പുസ്തകമാണ്. ഓരോ പ്രായത്തിലും നമുക്ക് ഉണ്ടാകുന്ന കൺഫ്യൂഷൻസും ചിന്തകളും വ്യത്യാസമാണ്. അത് ഒരു കാലത്ത് തെറ്റാണെന്ന് തോന്നും, കുറച്ചു കാലം ചെയ്യുമ്പോൾ ഒന്നും കുഴപ്പമില്ല, എല്ലാവർക്കും ഉള്ളതല്ലെന്ന് തോന്നും. അപ്പൊ അത് ആ സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും. ആ വഴിയിൽ കുറച്ച് പോകുമ്പോൾ അത് കൺഫ്യൂഷൻ അല്ല, ശീലായി. ഭയമുണ്ടോ? ഭയമില്ല, അത് ശീലായി. അപ്പൊ ഭീതിയും ആശങ്കയും എപ്പോഴാ നമുക്ക് ഉണ്ടാവുക? എപ്പോഴാ മനസ്സ് മനസ്സായിട്ട് മാറുക, ക്ഷമയില്ലാത്ത അവസ്ഥയിലേക്ക് മാറുക? നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയുന്നുണ്ട് ഇന്നടുത്ത് പോയാൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന്. പക്ഷെ എന്നാലും നമ്മുടെ ആഗ്രഹം നമ്മൾ അതുവഴിക്ക് പോവാൻ പറയുന്നു. അത് കുറെ അറിവുള്ളപ്പോ അത് വെച്ചിട്ട് നമുക്ക് സെഗ്മെന്റ് ചെയ്ത് വേണ്ടാന്ന് വെക്കാനുള്ള മനസ്സ് തോന്നുന്നുണ്ടോ? ഇല്ല. എപ്പോഴും ഏറ്റവും വലിയ കൺഫ്യൂഷൻ എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ഞാൻ ലൈഫ് മെയ്ഡ് സിമ്പിൾ എന്നുള്ള പുസ്തകത്തിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, ഏറ്റവും വലിയ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ബുദ്ധിയും മനസ്സും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ്. ആ ബുദ്ധിയും മനസ്സും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ്. അതുകൊണ്ടാണ് 2 H പാടില്ല. നെൽസൺ മണ്ടേല പറഞ്ഞിട്ടുണ്ട്, നോബഡി ക്യാൻ ഹാവ് 2 H, ഐദർ ഹെഡ് ഓർ ഹാർട്ട് ക്യാൻ ഓൺലി വർക്ക് അറ്റ് എ ടൈം. ആ ഹെഡും ഹാർട്ടും ആണ് ഹാൻഡിനെ ചലിപ്പിക്കുക. അതിൽ ഏതാണ് ചലിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ രണ്ടും കൂടി ആകുമ്പോൾ കൺഫ്യൂഷനായി. കാരണം ബുദ്ധി പറയുന്നതല്ല മനസ്സ് പറയാം. നമ്മളെപ്പോഴും ആരോടാണ് ഏറ്റവും ഇഷ്ടം ഉണ്ടാവുക? ബുദ്ധിയോ മനസ്സോ രണ്ടും പറയുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ഇട്ട് ഐട്രേറ്റ് ചെയ്ത് ആരോടെങ്കിലും ഒരു അഭിപ്രായം ചോദിക്കും. ആ അഭിപ്രായം ചോദിക്കുമ്പോൾ അയാൾ എന്റെ മനസ്സിനോട് അടുത്തിട്ടുള്ള ഉത്തരാണ് പറയുന്നുണ്ടെന്ന് വിചാരിക്കുക, അവരെന്റെ അടുത്ത സുഹൃത്തായി. അങ്ങനെയാണ് നമ്മൾ ഫീലിംഗ് ആണ് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ. അതല്ലേ പറയും, ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ഫീലിംഗ് കേൾക്കാൻ ഒരാളുണ്ടല്ലോ എന്നുള്ള സന്തോഷമാണല്ലോ നമുക്കൊക്കെ ഉണ്ടാവുക. പക്ഷെ നമ്മളൊക്കെ സൈക്കോളജിയിൽ പറയാം, അത് കഴിഞ്ഞിട്ട് അവരെ നമ്മുടെ പരിധിയിൽ വരുത്തി കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ അതിന്റെ ലോജിക്കൊക്കെ പറഞ്ഞ് ബുദ്ധിപരമായിട്ടൊക്കെ ആലോചിക്കാനുള്ള വാക്കുകൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ്. ഞാൻ സൈക്കോ തെറാപ്പിസ്റ്റ് ആണല്ലോ, അപ്പൊ എന്റെ പണി തന്നെയാണ്, ബുദ്ധിയും മനസ്സും വെച്ചിട്ടുള്ള കളിയാണ് നമ്മൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആ മനസ്സിൽ വ്യക്തതയില്ലാത്ത ഉള്ളിന്റെ ഉള്ളിലുള്ള ഏതോ ഒരു ലോജിക്കിനെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരണം. ആ കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ ഡിസൈൻ ബെസ്റ്റ് ഡിസൈൻ ആണ്. അപ്പൊ അത് സ്വയം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും ഷെയർ ചെയ്തിട്ട്, ചിലപ്പം ബുദ്ധിയില്ലാത്ത ആളോട് ഷെയർ ചെയ്ത് ചിലപ്പോൾ നല്ല വിവരമല്ല കിട്ടുക, അവരെ നമ്മളെ സഹതപിക്കുകയുള്ളൂ, അല്ലെങ്കിൽ തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് കൃത്യമായിട്ട് ചെയ്യേണ്ടത് ആരുമായിട്ടാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും 2 കാര്യങ്ങളാണ് നമ്മളെ തടഞ്ഞു വെക്കുക. ഒന്ന് നമ്മുടെ ഫീലിങ്സും, 2 നമ്മുടെ ചിന്തകളും. ഇത് തടഞ്ഞു വെക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള ഒരു കൺഫ്യൂഷനും കോൺഫ്ലിക്റ്റോളജിയാണ്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി ഈസ് എ മാൻ ഓഫ് കോൺഫ്ലിക്റ്റോളജി എന്ന് പറയുക. എയിൻസ്റ്റീൻ ടു ഫിസിക്സ് ഈസ് മഹാത്മാഗാന്ധി ടു കോൺഫ്ലിക്റ്റോളജി. 2009 കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ കൊടുത്തൊരു ലെക്ചർ ഇതായിരുന്നു, ഫിലോസഫി ഡിപ്പാർട്ട്മെന്റിൽ അവിടെ. അപ്പൊ മഹാത്മാഗാന്ധിക്ക് കോൺഫ്ലിക്റ്റോളജി ആയിരുന്നു. ബാക്കി എല്ലാവരും പറയുന്ന വഴിയിലല്ല മഹാത്മാഗാന്ധി പോയിട്ടുള്ളത്. എല്ലാവരും പിന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ അടിപിടി കൂടാന്നൊക്കെ പറയുന്ന സമയത്ത് ഒന്നും ചെയ്യരുത്, സമചിത്തതയോടെ പെരുമാറണം, ഒന്നും തീയിലിടരുത് എന്നൊക്കെ പറയുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു പ്രശ്നം ആലോചിച്ച് നോക്കിയാട്ടെ.
അപ്പൊ പിന്നെ ഏറ്റവും കൂടുതൽ നോൺ വയലന്റ് മൂവ്മെന്റ് നടത്തിയിട്ടുള്ള മഹാത്മാഗാന്ധി വയലന്റ് ആയിട്ടുള്ള ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുമ്പോൾ എത്ര കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടോ അദ്ദേഹത്തിന് അറിയാം നാളെ ഇത് നന്നായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി ഭഗവത്ഗീത ഫോളോ ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇതൊക്കെ ചെയ്യാൻ സാധിച്ചത്. ഗീത മൈ മദർ എന്നാണ് ഭഗവത്ഗീതയുടെ പുസ്തകം, അദ്ദേഹത്തിന്റെ പുസ്തകം. അമ്മ എങ്ങനെയാണോ ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നത് അതുപോലെ സന്മാർഗം ഭഗവത്ഗീതയാണ് മഹാത്മാഗാന്ധിയെ പഠിപ്പിച്ചത്. അപ്പൊ ഏറ്റവും നല്ലത് ഇതിൽ കൺഫ്യൂഷൻ ഒഴിവാവാൻ സ്പിരിച്വൽ ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവും. കാരണം ഫിസിക്കൽ, ഇമോഷണൽ, ഇന്റലക്ച്വൽ, സോഷ്യൽ, സ്പിരിച്വൽ, അതിൽ സ്പിരിച്വാലിറ്റി ഉണ്ടായാൽ ബാക്കിയെല്ലാം കൺട്രോളിലാവും. അസുഖം ഉണ്ടാവുന്നതും മനസ്സിന് ചിത്തതയ്ക്ക് പ്രശ്നം ഉണ്ടാവുന്നതും ബുദ്ധി കൃത്യമായിട്ട് വർക്ക് ചെയ്യാത്തതും എല്ലാത്തിനും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ, യു ആർ നോട്ട് ഗ്രോയിങ് സ്പിരിച്വലി. അത് ഭക്തി അല്ല, ഭക്തി ഹൈലി ഇമോഷണൽ ആണ്, ഭക്തി അല്ല വേണ്ടത്. അതുപോലെ നമ്മൾ പല ഗുരുക്കന്മാരെയും തേടിപ്പോകും. ആ ഗുരുക്കന്മാരെ എപ്പോഴോ ആരുടെയോ പിന്നാലെ പോയതുകൊണ്ട് വലിയ ആളാവണം എന്നൊന്നുമില്ല. അദ്ദേഹം ഇപ്പൊ പഠിച്ചിട്ടുണ്ടോന്നാണ് ആലോചിക്കുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ, അവരുമായിട്ട് സത്സംഗം പറ്റുമോ? സത്സംഗം എന്ന് പറഞ്ഞാൽ നേരിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റണം. ഉപനിഷത്ത് എന്നുള്ള വാക്ക് ഗുരുക്കന്മാർക്ക് പണ്ടുള്ള ആ ഒരു അവസ്ഥയിലേക്ക് ഇരിക്കാൻ പറ്റുമ്പോഴേ അതിന് ഗുണം ഉണ്ടാവും. ആ കൺഫ്യൂഷൻ ഒഴിവാക്കലാണ് ഗുരുക്കന്മാരുടെയൊക്കെ മാസ്റ്റേഴ്സിന്റെയൊക്കെ പണി എന്ന് പറയുന്നത്. അതല്ലാതെ കൂടെ ഭജന നടത്താൻ കുറെ ആൾക്കാരെയൊക്കെ വെച്ചിട്ട് പാട്ട് പാടി അവസാനം ചാപ്പാടും കഴിച്ചു പോകുന്ന അത്തരം സത്സംഗങ്ങൾക്കൊന്നും ഒരു ഗുണവുമില്ല. അതുകൊണ്ട് നമുക്ക് ഒരു പരിഹാരവും കിട്ടില്ല. അപ്പൊ നമ്മുടെ പരിഹാരം നമ്മൾ മുൻകൂട്ടി കാണുന്നത് റിയലിസ്റ്റിക് ആണോ അല്ലയോ. ഒരു ഗുരുക്കന്മാർക്കും അത് കൃത്യമായിട്ട് കാണിക്കാനും പറ്റില്ല, പറയാനും പറ്റില്ല. കാരണം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നിങ്ങളുടേതാണ്, അത് വേറൊരാർക്കില്ല. പക്ഷെ ചില സന്ദർഭങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും എന്ന് മാത്രമേ പറയൂ. അത് സ്വയം സിദ്ധിക്കാനും സാധിക്കും. ഒറ്റയടിക്ക് തീരുമാനം എടുക്കാതെ നിശബ്ദമായിട്ട് ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ഡോക്യുമെന്റ് ചെയ്യണം എന്നാ ഞാൻ പറയും. അപ്പൊ ആരെങ്കിലും എൻ്റെ അടുത്ത് വന്നാൽ നിങ്ങൾ പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി ഒക്കെ എഴുതണം. എവിടെയൊക്കെയാണ് പോകുന്നത് എന്നുള്ള മാർഗം കൃത്യമായിട്ട് എഴുതുക. ആ എഴുതി ഡോക്യുമെന്റ് ചെയ്യുമ്പോഴത്തേക്കും കുറെ നമ്മളിൽ തന്നെ കുറെ ക്ലാരിറ്റി വരും. അപ്പൊ റൈറ്റിംഗ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ്. നമ്മളൊരു വീട് ഉണ്ടാക്കുന്ന സമയത്ത് കല്ലും മണ്ണും ഒക്കെ കൂട്ടി വെച്ചിട്ട് വീട് ഉണ്ടാക്കില്ല, ആദ്യം പ്ലാൻ ഉണ്ടാകും. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരു പ്ലാൻ ഉണ്ടാവും. ഞാൻ ഇന്ന വഴിയിലൊക്കെ അത് മാറ്റിക്കൊണ്ടേയിരിക്കാം, എല്ലാ ദിവസവും മാറ്റാം. പക്ഷെ ഒരു പ്ലാൻ ഉണ്ടാവും. എവിടെയാണ് പോകണമെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാൻ പറ്റും. പറയാൻ പറ്റാതെ നമ്മൾ ബസ് കയറിയിട്ട് എവിടെയാണെന്ന് കണ്ടക്ടർ എവിടെ ഇറങ്ങേണ്ടത് ചോദിക്കുമ്പോൾ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇറക്കി വിടില്ലേ? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെയാണ് പോകുന്നത്, ആ മുൻകൂട്ടി കാണുന്ന വഴി ശരിയാണോ, ഇതുവഴിയാണോ പോകേണ്ടത്, ഇവിടത്തേക്കാണോ പോകേണ്ടത്, പോകേണ്ട മാർഗം ഇതാണോ എന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയണം. അത് യുക്തിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരാളുടെയും യുക്തി വ്യത്യാസമാണ്. അപ്പൊ മുൻപ് കണ്ട മുൻപുള്ള യുക്തിയല്ല ഇപ്പൊ ഉണ്ടാവുക. യുക്തി ബുദ്ധിയിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ നമ്മൾ അറിവ് കൂടുമ്പോൾ ബാക്കിയുള്ളവരുടെ അറിവും കൂടി ഷെയർ ചെയ്യുമ്പോൾ പുതിയ യുക്തികൾ നമ്മൾ ചെയ്യാൻ പോകുന്ന സംഭവങ്ങൾക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കും. പിന്നെ നാളെ തെറ്റായാലും കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല അനുഭൂതി ഉണ്ടാവും. അതാണ് നമ്മുടെ അനുഭൂതി. അത് ആപത്തുകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ട്. ഇനി തെറ്റ് ചെയ്താലും താഴെ വീണാലും കുഴപ്പമില്ല, ഞാൻ എൻജോയ് ചെയ്തു എൻ്റെ ആ ഒരു കയറ്റം എന്ന് ആലോചിക്കുകയുള്ളൂ. അപ്പൊ ഇതിന് വേണ്ടത് നല്ല ചിന്തകൾ, നല്ല ഇൻസൈറ്റ്സ്, സന്മാർഗ ചിന്തകൾ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന, ഉണർവുണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ സാധിക്കുന്ന കുറെ മുന്നറിയിപ്പുകളും കാത്തിരിപ്പുകളും അതിലുള്ള ധ്യാനവും ആത്മപരിശോധനയും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണർവുണ്ടാവും. ആ ഉണർവുണ്ടാവുമ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നന്നായിട്ട് മാറും. നമ്മളൊക്കെ ഈ ഒഴുകുന്ന വെള്ളത്തിന് വലിയ സ്റ്റോപ്പ് വെച്ചിട്ട് നിർത്തിയതുപോലെയാണ്. അതുകൊണ്ട് എൻ്റെ ആദ്യം എഴുതിയ സമയത്ത് ബുക്കിന്റെ കവർ പേജ് അതായിരുന്നു, ഫ്ലോ ലൈക്ക് എ ട്രീ ആൻഡ് എ ഗ്രോ ലൈക്ക് എ ട്രീ ആൻഡ് ഫോൾ ലൈക്ക് എ റിവർ. ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങൾ നമ്മളെ തടഞ്ഞു നിർത്തും. ആ തടഞ്ഞു നിർത്തുമ്പോൾ അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാലാണ് ഓവർഫ്ലോ ഉണ്ടാവുക. ആ ഓവർഫ്ലോ ഉണ്ടാവുമ്പോൾ താഴത്ത് വീഴുമ്പോഴാണ് എന്ത് ഭംഗിയാണ് ഒഴുക്കിന്, അതാണ് ഉണ്ടാവേണ്ടത്. അതുപോലെ നമ്മൾ വലിയ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റിഫ് ആയിട്ടുള്ള മരം, വളരെ കനമുള്ള നല്ല കഴിവുള്ള മരമായിരിക്കും, നല്ല കരുത്തുള്ള മരമാണ്. പക്ഷെ നല്ല കാറ്റ് വന്നാൽ ഒറ്റക്കാണെങ്കിൽ അത് പൊഴിഞ്ഞു വീഴും. കുറേ മരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ പൊഴിഞ്ഞു വീഴില്ല. അതിനാണ് നല്ല സത്സംഗം വേണ്ടത്. എന്ത് കാറ്റടിച്ചാലും പൊഴിഞ്ഞു വീഴാത്ത വിധത്തിൽ കുറേ മരങ്ങൾ കൂടെ നിൽക്കുന്നത് പോലെയാണ് അന്യോന്യം ഭാവയന്തഹ. അന്യോന്യം ഹെൽപ്ഫുൾ ആയിട്ടിരിക്കുമ്പോഴാണ് നമ്മൾ ആർക്കും അടിച്ചിടാൻ പറ്റില്ല. ഇനി നല്ല ഫ്ലെക്സിബിൾ ആയാലും എളുപ്പമാണ്. നല്ല ഫ്ലെക്സിബിൾ ആയാൽ താഴെ വീണാലും പിറ്റേ ദിവസം രാവിലെ വെളിച്ചം കാണുമ്പോൾ പിന്നെയും മുന്നോട്ട് വരും. അതുകൊണ്ടാണ് ഇതെന്റെ ഫിലോസഫിയാണ്, ഗ്രോ ലൈക്ക് എ ട്രീ ആൻഡ് ഫോൾ ലൈക്ക് എ റിവർ. ഗ്രോ ലൈക്ക് എ ട്രീ ആൻഡ് ഫോൾ ലൈക്ക് എ റിവർ.
അതാണ് വേണ്ടത്. അതിന്റെ കൂട്ടത്തിലൊന്ന് പറഞ്ഞോട്ടെ, ലൈഫ് മേഡ് സിമ്പിൾ എന്ന് പറഞ്ഞ ബുക്ക് നിങ്ങൾ ആരും വായിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വായിക്കണം. വളരെ സിമ്പിൾ ആണ്, പക്ഷെ കുറേ നല്ല കാര്യങ്ങളുണ്ട് അതിൽ. ഒരുപാട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നന്നായി മനസ്സിലാക്കാൻ പറ്റും. നല്ലൊരു ബുക്കാണ്. ഞാൻ എന്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നിരുന്ന ചില ആൾക്ക് പലർക്കും ഇത് എനിക്കൊന്നും 1 ലക്ഷത്തിൽ 2 ലക്ഷത്തിലങ്ങാണ്ട് അധികം ബുക്ക് പ്രിന്റ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു പുസ്തകമായിരുന്നു. കാണുന്നവർക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യായിരുന്നു. കാരണം എന്റെ അടുത്ത് പ്രശ്നങ്ങളായിട്ട് വരുന്നവർക്ക് ഞാനിത് കൊടുത്തിട്ട് അതിലൊരു പേജ് തുറന്നിട്ട് വായിച്ചിട്ട് പോയിക്കോളാൻ പറഞ്ഞിട്ട് കുറേ കേസുകളുണ്ട്. അവരുടെ പ്രശ്നങ്ങളൊക്കെ അതോടെ സോൾവ് ആവും. ഞാൻ എനിക്ക് എന്ത് പ്രശ്നമുണ്ട്, എനിക്ക് രാവിലെ ഗീത തുറന്നു നോക്കും, പിന്നെ ഈ ബുക്കും അത് ചെയ്യാറുണ്ട്. എന്ത് ടെൻഷൻ എന്ത് തുറന്നു. അതെ, അതിന് പറ്റിയൊരു ബുക്ക് തന്നെയാണ് അത്. കറക്റ്റ്. പണ്ട് കാലത്തെ ഓർക്കുട്ട് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിൽ നിന്ന് ഞാൻ എഴുതിയ പുസ്തകമാണ്. എന്റെ പ്രഭാഷണം തുടങ്ങിയ കാലത്തൊക്കെ പല കോളേജുകളിലും പോകുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ അന്ന് ഓർക്കുട്ടായിരുന്നു. പിന്നെ അവർ കോണ്ടാക്ട് ചെയ്തൊക്കെ ഓർക്കുട്ടിൽ വെച്ചിട്ടാണ്. ഇന്നലെ വാട്സപ്പ് ഒക്കെ ഉള്ളൂ. FBയും വാട്സപ്പൊക്കെ വരുന്ന കാലത്തിന് മുമ്പ് എഴുതിയിട്ടുള്ള പുസ്തകമാണ്. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷനിൽ ലോകത്തിൽ ആകെ എഴുതിയിട്ടുള്ള ഒരു ബുക്ക് എന്റേതായിരുന്നു. കാരണം ആ സമയം പോലും ഞാൻ യൂസ്ലെസ് ആയിട്ട് കളഞ്ഞിട്ടില്ല, യൂസ്ഫുൾ ആക്കായിരുന്നു. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. സരള എന്റെ ബന്ധുവാണ്, ഹൈദരാബാദിൽ തന്നെയാണ്, കനഡയിലാണ് താമസം. കഴിഞ്ഞ ആഴ്ച കണ്ട് തിരിച്ചു വന്നിട്ടു അല്ലേ സരളെ? അതെ അതെ, ഐ എം ബ്ലെസ്ഡ്. ശരിക്കും അങ്ങനെ പറയുന്നത്. ശശിയേട്ടൻ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. സോറി, അങ്ങനെ ശശിയേട്ടൻ എന്നുള്ള ആ ഒരു സ്വാതന്ത്ര്യം എടുക്കുന്ന എന്തുകൊണ്ടാണ് ചില ആൾക്കാരെ നമ്മൾ ഓൾ ഓഫ് എ സഡൻ വൈ വി ആർ മീറ്റിംഗ് ദം ഓൾ ഓഫ് എ സഡൻ ആണ് അത്, എന്നിട്ട് അവര് നമ്മളെ ലൈഫിൽ ടേക്ക് ഓവർ us, conquer us, they guide us, they do everything. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? 2 തരത്തിലാവാം. ഒന്ന് ഫൂളിഷ്, 2 ഞാൻ ആകെ തളർന്നു കിടക്കുമ്പോ ആര് കൈ തന്നാലും അവരാരാന്ന് നോക്കാറില്ലല്ലോ. അങ്ങനെ അബദ്ധത്തിൽ പറ്റുന്ന അല്ലെങ്കിൽ പെട്ടുപോകുന്ന കുറെ കേസുകളുണ്ട്. നമ്പർ 1. നമ്പർ 2, നമ്മളിപ്പോ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു ബസ് കയറുമ്പോൾ ഏത് സീറ്റിലായിരിക്കേണ്ടതെന്ന് ഇങ്ങനെ നോക്കിയിട്ട് എല്ലാ സീറ്റും വേക്കന്റ് ആണെങ്കിലും നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ ഒന്നുകിലും ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് നമുക്ക് ഇഷ്ടമുള്ള ഒരു സീറ്റ് ഷെയർ ചെയ്യും. അവിടെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഒരാൾ വന്നിരുന്നാല് അയാൾ എനിക്ക് പരിചയം ഉണ്ടാവില്ല, എനിക്ക് അയാൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തോന്നാറുണ്ട്. അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരാൾ വന്നിരുന്നു കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരാളെ കാണുമ്പോൾ അയാളുടെ അടുത്ത് ഇരിക്കായിരുന്നു അങ്ങോട്ട് തോന്നുന്ന ഒരു തോന്നലുണ്ടാവും. ഇത് നമ്മുടെ ബയോറിതം എന്നൊരു സബ്ജക്ട്, എനിക്ക് തോന്നുന്നു 2002 സെപ്റ്റംബറിൽ മാതാമൃതാനന്ദമയുടെ ബർത്ത്ഡേ സെലിബ്രേഷന് ഞാൻ കൊച്ചിയിൽ പ്രസംഗിച്ച ഒരു സബ്ജക്ട് ഇതായിരുന്നു, ബയോറിതം എന്ന്. ആ ജീവതാളം എന്ന് മലയാളത്തിലേക്ക് ഞാൻ അന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു, മലയാളം. അപ്പൊ ജീവതാളം എന്ന് പറയുന്ന ഒരു സംഭവം ഫിസിക്കൽ, ഇമോഷണൽ, ഇന്റലക്ച്വൽ, സോഷ്യൽ, സ്പിരിച്വൽ 5 തലത്തിലാണ് നമ്മുടെ ഫ്രീക്വൻസി ഉള്ളത്. ആ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്ക് ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ അയാളുടെ മുഖം നോക്കിയിട്ട് നമുക്ക് അയാളുടെ ഭംഗി നോക്കിയിട്ട് ഇഷ്ടപ്പെടാം. അപ്പൊ ഗെറ്റ് അട്രാക്റ്റഡ് ഫിസിക്കലി. അത് ആണും പെണ്ണും ആണെന്നൊന്നുമില്ല. ആണും പെണ്ണും തമ്മിലോ പെണ്ണും ആണും തമ്മിലോ എങ്ങനെയാവാം. ചില ആളെ കാണുമ്പോൾ ഇതെനിക്ക് ഇഷ്ടമാണ് ഇയാളെ എന്ന് തോന്നും. ഓക്കെ, അത് ഫിസിക്കൽ അട്രാക്ഷൻ ആണ്. അത് പ്രായം കൊണ്ടാവാം, ചിലപ്പം നല്ല പ്രായമുള്ള ഒരാളാവാം, തീരെ പ്രായം കുറഞ്ഞ കുട്ടികളെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അവരുടെ ഫിസിക്കൽ അട്രാക്ഷൻ ആണ്. പക്ഷെ എന്നാലും എല്ലാ കുട്ടികളെയും നമ്മൾ ഒരേപോലെ സ്നേഹിക്കണമെന്നില്ലല്ലോ. നമ്മുടെ കുട്ടികളെ നമുക്ക് എന്തായാലും ഇഷ്ടാവും, കാരണം ഫിസിക്കൽ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ഉണ്ട്, കാരണം ഡെയിലി കാണുകയാണ്, ശീലമായി എന്നുള്ളതുകൊണ്ടാണ്. ഇതിനെപ്പറ്റി കുറെ റിസർച്ച് നടന്നിട്ടുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് അന്നൊന്നും ഇന്റർനെറ്റും ഒന്നും ഇല്ലല്ലോ, കുറെ പടങ്ങളും ഇല്ല. ഞാൻ ഇതിനകത്ത് കുറെ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ളത് 100 ഫ്രണ്ട്സിനോട് പറഞ്ഞു നിങ്ങളുടെ അച്ഛന്റെയും അമ്മയുടെയും വെഡിങ് ഫോട്ടോ. അപ്പൊ എന്റെ പ്രായമുള്ളവരാ, 22 വയസ്സെന്ന് പറഞ്ഞാല് അവര് മാരേജ് ചെയ്തിട്ട് ഒരു 25 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ 25 വർഷം മുമ്പ് മാരേജ് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ അച്ഛന്റെയും അമ്മയുടെയും പടം കൊണ്ടുവരാൻ. ഇപ്പോഴുള്ള അച്ഛന്റെയും അമ്മയുടെയും ഒരു വെഡിങ് ഫോട്ടോയോ അല്ലെങ്കിൽ കൂടെയുള്ള ഫോട്ടോയോ സെപ്പറേറ്റ് ഫോട്ടോയോ കൊണ്ടുവരാൻ പറ്റും. എന്നിട്ട് എല്ലാം കട്ട് ചെയ്ത് മാറ്റി, ഒരേ സൈസിൽ കട്ട് ചെയ്തിട്ടും വ്യത്യസ്തമായിട്ട് കട്ട് ചെയ്തിട്ട് എല്ലാം കൂടി ഷഫിൾ ചെയ്തിട്ട് വ്യത്യസ്തമായ ആൾക്കാരോട് ഇതിൽ ആരായിരിക്കും ആരുടെ പേരെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. വെഡിങ് സമയത്തുള്ളവരുടെ ഫോട്ടോയിൽ ഒരിക്കലും മാച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ 10-30 വർഷം കൂടെ ജീവിച്ചവരുടെ ഫോട്ടോസ് ദേ കുഡ് ഈസിലി മാച്ച്. എന്ന് വെച്ചാൽ ഫിസിക്കൽ ഷേപ്പ് പോലും മാറുമെന്നാണ് നമ്മൾ ഒരാളുമായിട്ട് കുറെ കാലം കൂടെ ജീവിക്കും. ഞാൻ സാധാരണ ജനിച്ച കുട്ടികളോട് ആരുടെ മുഖഛായ എന്നൊക്കെ ചോദിക്കുമല്ലോ. സത്യം പറഞ്ഞ ആരുടെ മുഖഛായയും ആ കുട്ടിക്ക് ഉണ്ടാവില്ല. പിന്നെ ഞാൻ പറയാറുള്ളത്, അച്ഛനും അമ്മയും വാശി പിടിച്ച് സ്നേഹിച്ചോളൂ,
ആരാണോ അധികം സ്നേഹിക്കുന്നത് ആ കുട്ടിയുടെ ഛായ ആയിരിക്കും, ആ ആളുടെ ഛായയാണ് ഈ കുട്ടിക്ക് വരിക എന്ന് പറയും. ഇപ്പൊ ജനിക്കുമ്പോൾ ഉണ്ടാവുന്ന കുറെ സംഭവങ്ങളുണ്ട്, പക്ഷെ അതിനെ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും. അപ്പൊ ഫിസിക്കലി ഒന്ന് കാണുമ്പോൾ ഉണ്ടാവുന്ന അട്രാക്ഷൻ ഇല്ലെങ്കിലും കുറേ നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതുണ്ടാവും. എങ്ങനെയാ അത് ഇഷ്ടപ്പെടുക? അപ്പൊ രണ്ടാമത്തെ ഫീലിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം മുമ്പിൽ വരും. നമ്മൾ ആരോടെങ്കിലും ടെൻഡർ ഫീലിംഗ് കാണിക്കുമ്പോൾ അവർ ബാക്കിയുള്ളവർ നമ്മളോട് കുറച്ചും കൂടി അടുക്കും. അത് പിന്നെ ഫിസിക്കലി ഇഷ്ടാവും അവരെ. അതിൽ ഈ ഫീലിംഗ് പോയാൽ പിന്നെ ഫിസിക്കലി ഇഷ്ടാവില്ല. എല്ലാം തെറ്റായിട്ട് കാണുന്നത് ഈ ഫീലിംഗ് പോകുമ്പോഴാണ്. ഫിസിക്കലി എത്ര അട്രാക്ട് ചെയ്യുന്ന മാച്ച് ഉണ്ടെങ്കിലും ഈ ഫീലിംഗ് പോയി എന്ന് വിചാരിക്കും, ഫിസിക്കലി പോയി. അപ്പൊ ഫിസിക്കലിന്റെ മുകളിലാണ് ഫീലിംഗ്. ഫീലിംഗ് ഉള്ളിടത്ത് ഫിസിക്കലി ഇല്ല, അത് നഷ്ടമാവും. പിന്നെ ഫീലിംഗ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതുകൊണ്ടൊന്നുമല്ല നമ്മള് വലിയ എന്റെ പ്രൊഫസറെ ഇഷ്ടപ്പെടുന്ന അയാളുടെ ഫീലിംഗ് കൊണ്ടാണോ, അല്ലെങ്കിൽ അയാളുടെ ശരീരപ്രകൃതി കണ്ടിട്ടാണ്. അയാൾ ഹൈലി ഇന്റലക്ച്വൽ ആണ്. അപ്പൊ നമ്മുടെ ഇഷ്ടം ഇന്റലക്ച്വൽ ഇഷ്ടങ്ങളാണെന്ന് വിചാരിക്കുക. നമ്മൾ ആ ഇന്റലക്റ്റിനെ വല്ലാണ്ട് ഇഷ്ടപ്പെടും. ഇപ്പൊ എയിൻസ്റ്റീനെ കുറിച്ച് പറയുമ്പോഴും അല്ലെങ്കിൽ ഐസക് ന്യൂട്ടനെ കുറിച്ച് പറയുമ്പോഴും രാമാനുജനെ കുറിച്ച് പറയുമ്പോഴും അയാളുടെ ഭംഗി നോക്കിയിട്ടാണോ നമ്മളെ ഇഷ്ടപ്പെടുന്നത്? അല്ല, അവര് പഠിപ്പിക്കുന്ന സംഭവങ്ങൾ അവരുടെ കഴിവുകളാണ്. നമ്മുടെ മാഷന്മാരെ ചെറുപ്പത്തിൽ നമ്മൾ ഇഷ്ടപ്പെട്ടത് അവരുടെ ഭംഗി കണ്ടിട്ടോ അവരോട് നമുക്ക് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല. അവര് നല്ല മാഷായിരുന്നു, നമ്മൾ ഇഷ്ടപ്പെടും. പിന്നെ കുറച്ചും കൂടി കാലം കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് മാറിയിട്ടുണ്ടാവും. അപ്പൊ പിന്നെയാണ് ഇന്റലക്ച്വൽ. പിന്നെ സോഷ്യലി നമ്മൾ എന്തുകൊണ്ട് അമിതാഭ് ബച്ചന്റെ പടം തന്നിട്ട് അതിന്റെ മുകളിൽ കാലുകൊണ്ട് ചവിട്ടാൻ പറഞ്ഞാൽ നമ്മൾ ചവിട്ടില്ലല്ലോ. അമിതാഭ് ബച്ചന്റെ നല്ലൊരു പടം ഉണ്ട്, എന്നാൽ പിന്നെ കടല പൊതിയാൻ വേണ്ടിയിട്ട് അതിനെ കൊണ്ടൊരു നമ്മൾ ഉണ്ടാക്കില്ല. ബജ്ജി പിന്നെ പൊതിയാൻ വേണ്ടി നമ്മൾ പ്രൈം മിനിസ്റ്ററുടെ പടം ഉപയോഗിക്കില്ല. അത് നമ്മൾ അയാൾക്കൊരു സോഷ്യൽ ആക്സെപ്റ്റൻസ് ഉണ്ട്, കരിഷ്മ കോഷ്യന്റ് ആണ്. ആ ഒരു സോഷ്യൽ ആക്സെപ്റ്റൻസ് ഉണ്ടാവുമ്പോൾ നമുക്ക് നമ്മുടെ അച്ഛനെക്കാളും ചിലപ്പം അവരോട് സ്നേഹം തോന്നും. അതുകൊണ്ടല്ലേ ഈ ഫിലിം സ്റ്റാറിനെയൊക്കെ പലർക്കും ഇഷ്ടമാകുന്നത്, അവരെ കാണാനും തൊടാനും ഒക്കെ. അപ്പൊ അമിതാഭ് ബച്ചനെ പലർക്കും ഇഷ്ടമാണ്. അദ്ദേഹം അത്ര നല്ല ഫീലിംഗ് ഉള്ള ഒരാളോ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരാളോ ഒന്നുമല്ല. ഞാനൊക്കെ നേരിട്ട് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ആ ഒരു ഫീലിംഗ് അയാളോട് ഉണ്ടാവുന്നത്, ആ ഫീലിംഗ് പിന്നെ ഡൗൺ ആവും, കരിഷ്മ മാറും. അപ്പൊ ഇത് തമ്മിലുള്ള ഒരു വല്ലാത്തൊരു കോംപ്ലക്സിറ്റിയാണ് നമുക്ക് ഉണ്ടാവും. ഇപ്പൊ ശങ്കരാചാര്യയെ കുറിച്ച് പറയുമ്പോൾ അയാൾ ബുദ്ധിമാനാണെന്ന് ആലോചിച്ചിട്ടൊന്നല്ല, അയാളുടെ സ്പിരിച്വൽ നോളജ് ആണ് നമ്മൾ അവരെ അട്രാക്ട് ചെയ്യപ്പെടുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പകർത്താവുന്ന ഈ ഫ്രീക്വൻസികൾക്കൊക്കെ ഓരോ ബയോറിതം എന്നാണ് അതിന്റെ പേര്. ബയോറിതം, എന്റെ ഒരു ബുക്ക് ഉണ്ട് സീഡ്ലിംഗ്, SEEDLING, എന്റെ PDF അവൈലബിൾ ആണ്. ഞാൻ പ്രിന്റ് ചെയ്തിട്ടില്ല, കാരണം ഹ്യൂജ് ബുക്കാണ്. എന്റെ ഒരു ബുക്ക് മാത്രം ഞാൻ എവിടെയോ കോപ്പി എൻ്റെ അടുത്തുണ്ട്. ഞാൻ പല വീടുകളിലും താമസിക്കുന്നതുകൊണ്ട് എല്ലാ ബുക്കും കൂടി ഇല്ല. ആ സീഡ്ലിംഗ് എന്നത് അവൈലബിൾ ആണ്. അതിനകത്ത് ഈ 5 തരത്തിലുള്ള ഫ്രീക്വൻസി മാച്ചുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ മാച്ചുകളാണ് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത്, ബന്ധങ്ങളെ നയിക്കുന്നത്, അട്രാക്ട് ചെയ്യപ്പെടുന്നത്, ഹേറ്റ് ചെയ്യുന്നത് ഒക്കെ ഈ കാര്യങ്ങളാണ്. നമ്മൾ വളരെ നന്നായിട്ട് ഒരാളെ ഫീലിംഗോടുകൂടി ഇഷ്ടപ്പെടും, പക്ഷെ ഒരു ബുദ്ധി ഇല്ലാത്ത ബുദ്ധി വന്ന് വിചാരിക്കും, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഹേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഇതൊക്കെ അറിഞ്ഞിട്ട് സഫീഷ്യന്റ് ആയിട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത്, ഇപ്പൊ ചില ആൾക്കാരൊക്കെ നമ്മൾ വല്ലാണ്ട് ഇഷ്ടപ്പെടും, പക്ഷെ പിന്നെ മനസ്സിലാവും ഇയാൾക്ക് ബുദ്ധിയെ ഇല്ലാക്ക് പറയുന്നതൊക്കെ കോപ്പിയിങ് ആണ്, ഡെപ്ത് നോളജ് ഇല്ല എന്ന് മനസ്സിലാവും. നമ്മൾ LKG മാഷ നമുക്ക് നല്ല ഇഷ്ടമായിരിക്കും, പക്ഷെ നമ്മൾ PG കഴിയുമ്പോൾ LKG മാഷ നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇയാൾ നമ്മളെ പറ്റിക്കായിരുന്നു ആ കാലത്ത്, അത്രയൊന്നും വിവരമൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെ സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ആ സ്റ്റെപ്പിലേക്ക് മാച്ച് ചെയ്യുന്ന തരത്തിലേക്ക് നമ്മൾ മാറും. അപ്പൊ ഈ ചിന്തകൾ എല്ലാവർക്കും ഉണ്ടാവും, വളരെ കോൺഷ്യസ് ആയിട്ടുണ്ടാവാം, അബദ്ധത്തിലും ഉണ്ടാവും, ഇത് രണ്ടും ആവും. ഇപ്പൊ നമ്മുടെ ഫീലിങ്ങിനെ ടച്ച് ചെയ്തിട്ട് പല കമ്പനികളിൽ ഇപ്പൊ ഡ്രഗ്സ് ഒക്കെ പറ്റുന്നത് എങ്ങനെയാണ്? അങ്ങനെയല്ലേ, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഓരോ ചില കേസുകളുണ്ട്. ഞാൻ എപ്പോഴും ആരടുത്തോ പറഞ്ഞു, അത് ഓർക്കണില്ല എവിടെ ആരോടാ പറഞ്ഞത്. നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള, അടുത്ത കാലത്ത് ഡ്രഗ് അഡിക്ഷന്റെ കാര്യം പറഞ്ഞ സമയത്താണ് ഞാൻ ആരോടോ ഷെയർ ചെയ്തത്. ഹൈലി ഇന്റലക്റ്റ് ആയിട്ടുള്ള ബോംബെയിലെ ഒരു മലയാളിയുടെ ഏക പുത്രൻ, ബ്രിട്ടാനിയ ക്വിസിലൊക്കെ ഫസ്റ്റ് കിട്ടിയ ഒരു കുട്ടി. ആ കുട്ടി എങ്ങനെയാണ് ജീവിതത്തിൽ പഠിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അന്ന് ഇന്റർനാഷണൽ ചാനൽ, ഇന്ത്യയിലൊന്നും ചാനലുകൾ അത്ര ഫേമസ് അല്ല, അവര് വന്നിട്ട് ആ കുട്ടിയുടെ കൂടെ താമസിക്കുകയാണ്, അവന്റെ ജീവിതചര്യകളൊക്കെ ഷൂട്ട് ചെയ്യാൻ. ആ വന്ന ഗ്രൂപ്പാണ് ഇവനെ ഡ്രഗ് കൊടുക്കുന്നത്. അതിലൊരു ലേഡി ക്യാമറ ഗേൾ ഉണ്ടായിരുന്നു, അവര് ലവ് അഫെയർ ആയി, ഇവനെ ഡ്രഗ് അടുപ്പിച്ചു. അവന് പിന്നെ നല്ല ബുദ്ധിയൊക്കെ ഉണ്ട്, അവൻ അമേരിക്കയിൽ പോയിട്ട് പഠിക്കണം എന്നാണ് ആഗ്രഹം, വേറെ എവിടെയും പഠിക്കണ്ട. അമേരിക്കയിൽ അവനെ പറഞ്ഞു വിട്ടു, ബ്രില്യൻ്റ് ആണ്, അമേരിക്കയിൽ അന്ന് അഡ്മിഷൻ കിട്ടി. അച്ഛൻ നല്ല റിച്ച് ആണ്, കുറേ കാശ് മുടക്കിയിട്ട് 5 കോടി എങ്ങാണ്ട് ചെലവാക്കിയിട്ടുണ്ട്. അവിടെ പോയിട്ട് ഡ്രഗ് കേസിൽ പെട്ട് ജയിലിൽ കിടന്ന് അവിടുന്ന് റിലീസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഒരു സ്ഥലത്ത് ഡ്രഗ് അഡിക്ഷൻ സെന്ററിൽ ഇരുന്നപ്പോഴാണ് ഞാൻ ഇടപെട്ടത്, അദ്ദേഹത്തെ കാണാൻ പോയത്. അപ്പൊ നമ്മൾ വിചാരിക്കാത്ത തരത്തില് അട്രാക്ട് ചെയ്യപ്പെടുന്ന കുറേ അട്രാക്ഷൻസ്, അതായത് പറഞ്ഞ അബദ്ധത്തിലും ആവാന്ന്. ഇങ്ങനെ കുറേ സംഭവങ്ങൾ എന്റെ മനസ്സിൽ വരും ഒരു ചോദ്യം ചോദിക്കുമ്പോൾ. ഈ തിയററ്റിക്കൽ ആയിട്ടുള്ളതല്ല ഞാൻ പറയുന്നത്, ഞാൻ കണ്ടും അനുഭവിച്ചും സഹായിച്ചും പോയിട്ടും ഒക്കെ
കണ്ടിട്ടുള്ള സംഭവങ്ങളാണ് പറയുമ്പോൾ ഉത്തരമായിട്ട് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ സുലളിതമായിട്ട് സുലഭമായിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്നത്. അങ്ങനെ കുറേ കേസുകൾ. ഒരു കാര്യം ചോദിക്കാനുള്ള, ഇപ്പൊ എല്ലാ സ്ഥലത്തും സ്കൂൾസിലൊക്കെ നിറയെ കേൾക്കുന്നുണ്ടല്ലോ, ഇത് മാത്രമേ കേൾക്കാനുള്ളൂ. അപ്പൊ ഇതിനൊന്നും അല്ല, എന്തുകൊണ്ടാണ് സ്കൂളിൽ ഇതിനൊരു ഇത് വരാൻ പറ്റാത്തത് എന്നല്ല. കാരണം ഡോക്ടറിന്റെ മാതിരിയുള്ള ഒരുപാട് ആൾക്കാർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ലേ സ്കൂളുകളിലൊക്കെ. ഞാൻ അടുത്ത കാലത്ത് ഈ ഡ്രഗിനെ കുറിച്ച് മാത്രം ഒരു ചെറിയൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അത് ഈ ഒരു കാരണം ഇത് ഈ മീഡിയയിൽ ഇപ്പോ 24 യാത്ര തുടങ്ങുന്നതിന് മുമ്പോ അസംബ്ലി സംസാരിക്കുന്നതിന് മുമ്പോ ഞാൻ ഇട്ടിട്ടുള്ളൊരു വീഡിയോ ആണ്. അതിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മളൊക്കെ, എന്റെ ജനറേഷൻ എന്ന് പറയുന്നത് മില്ലേനിയം ബൂം ജനറേഷൻസ് ആണ്. കാരണം ബേബി ബൂമേഴ്സ് ആണ് നമ്മുടെ ജനറേഷൻ. ബേബി ബൂമേഴ്സ് എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും എത്ര മക്കളെന്ന് ചോദിച്ചാൽ 5ഉം 10ഉം ഒക്കെ ഉണ്ടാവും. പിള്ളേരെങ്ങനെ ജനിപ്പിച്ചിട്ടുള്ള ഒരു ജനറേഷനാണ് എന്റെ ജനറേഷൻ. അപ്പൊ ആ സമയത്ത് എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഷെയർ ചെയ്യാൻ ആളുണ്ട്, ഞാൻ ചെയ്യുന്നതൊക്കെ കാണും. ഞാൻ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാൻ മാത്രമല്ല, അയൽവാസികളും ബന്ധുക്കളും ഒക്കെ എന്റെ ആൾക്കാരാണ്. എന്നെ പെറുക്കും. എവിടെയെങ്കിലും ഞാൻ പോയി കഴിഞ്ഞാൽ അവിടുന്ന് പെറുക്കി എന്നെ വീട്ടിൽ കൊണ്ടുവരും. ഒരു രക്ഷയില്ല, എനിക്ക് അനങ്ങാൻ പറ്റില്ല. കാരണം എല്ലാം ബന്ധുക്കളാണ്. ബന്ധുക്കൾ നിറഞ്ഞിരിക്കുന്ന സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ജനറേഷൻ എക്സ് എന്ന് പറയുന്ന ഒരു ജനറേഷൻ. 64 ശേഷം ജനിച്ചിട്ടുള്ള ആള് 16 വർഷമാണ് കണക്കൂട്ട. പിന്നെ ഒരു കാലം 80-86 വരെയൊക്കെയുള്ള കാലഘട്ടം. അപ്പൊ ആ കാലഘട്ടത്തിലുള്ള ആൾക്കാർക്കുള്ള പ്രശ്നം 80 വരെയുള്ള ജനിച്ചിട്ടുള്ളവർ ജനറേഷൻ എക്സ് ആണ്. അവർക്ക് ഈ ഒരു കുറേ ഫാമിലിയുടെ കൂടെ ജീവിച്ച മക്കള്, നമ്മുടെയൊക്കെ മക്കളൊക്കെ ചിലപ്പം എന്റെയും പിന്നെ ഈ ഒരു മക്കൾക്കൊക്കെ എന്താ വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം എന്നെ എതിർക്കാൻ പറ്റില്ല. കാരണം ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ജനിച്ചതാണ്. എന്റെ കുറെ ബുൾഡോസേഴ്സ് അവരിൽ ഉണ്ടാവും. അത് വലിയൊരു തകരാറാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ്, ജനറേഷൻ ഗ്യാപ്പിൽ പണ്ട് 20 കൊല്ലം, ഇപ്പൊ 16 കൊല്ലം പറയാം. ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. 20 കൊല്ലം എന്നുള്ള 16 കൊല്ലമായി. ആ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളെയും നമ്മൾ കുറ്റപ്പെടുത്തുകയും അത് ചെയ്യരുത്, സ്ട്രിക്റ്റ് ആണെന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ടുള്ള അവരിപ്പം നമുക്ക് വിരോധികളായി. കാരണം അവർക്ക് റിയലൈസേഷൻ വരുമ്പോൾ അതാണ് പലർക്കും പറ്റുക. അപ്പൊ അവര് അമേരിക്കയിൽ പോകാൻ കാരണം അച്ഛനെയും അമ്മേന്റെയും കൂടെ താമസിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് മെയിനായിട്ട്. ലാവിഷായിട്ട് അവിടെ ജീവിക്കാൻ പറ്റില്ല. അതിനേക്കാളും ലാവിഷായിട്ട് ജീവിക്കാനുള്ള കാശ് നമ്മൾ എടുത്തിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഇതൊന്നും വിറ്റിട്ട് ഫുൾ അവർക്ക് കൊടുത്ത് നീ ഇഷ്ടം പോലെ ചെയ്തു എന്ന് പറയില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ ഈ പല നല്ല റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെയുള്ള കുടുംബ സ്വത്തുകളൊക്കെ വിറ്റിട്ട് അവർക്ക് കൊടുത്തിട്ട് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തു. നമുക്ക് ഭയമാണ് ഉള്ളിൽ. ആ ഭയം അവർക്കില്ല. അവർ ഭയമില്ലാത്തൊരു ജനറേഷനാണ്. സ്കെയറിങ് അല്ല. വളരെ അവര് പാർട്ടികളൊക്കെ ഇടക്കിടക്ക് കൂടി അവർക്ക് അവരുടേതായ ഗ്രൂപ്പ് ഉണ്ടാവും. അവരുടെ ക്ലാസ്മേറ്റ്സ് ആണ് അവരുടെ മെയിൻ ഗ്രൂപ്പ്സ്. അച്ഛനും അമ്മയൊന്നും അല്ല. ഇപ്പൊ നാട്ടില് ഒരു 10 ദിവസം വന്നാലും അച്ഛന്റെയും അമ്മയുടെയും കൂടെ ചിലവഴിക്കുന്നേക്കാളും കൂടുതൽ സമയം അവർ ഫ്രണ്ട്സിന്റെ കൂടെ അല്ലെങ്കിൽ ചുറ്റിയടിക്കാനും ഒക്കെയാണ് പോവുക. അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. ആ മക്കളെ കൊണ്ട് അച്ഛനും അമ്മക്ക് ഒരു ഗുണം ഉണ്ടാവില്ല. പിന്നെയുള്ള ജനറേഷനാണ് ഈ മില്ലേനിയം ജനറേഷൻ. 96 വരെയൊക്കെയുള്ള ഒരു കാലത്ത് വന്നിട്ടുള്ള ജനറേഷൻ. അവര് നമ്മളോട് എതിർത്ത് പറയൊന്നുമില്ല, പക്ഷെ എതിർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പറ്റുന്നത് ഒഴിവാക്കിയിട്ടൊക്കെ നിൽക്കും. പിന്നെ ഇപ്പൊ വന്നിട്ടുള്ള ജനറേഷൻ സെഡ് ആണ്. ഇപ്പൊ ഉള്ള ജനറേഷൻ 2000-ന് ശേഷം ജനിച്ചിട്ടുള്ളത്. പല കമ്പനികളും തീരുമാനിച്ചിട്ടുണ്ട് അവരെ അപ്പോയിന്റ് ചെയ്യില്ല എന്ന്, അമേരിക്കയിലടക്കം. കാരണം ഒരു സംഭവത്തിനെ കുറിച്ചും അവർക്ക് ബോധമില്ല, വലിയ പ്ലാനുകളൊന്നുമില്ല. ഒരു കമ്പനി തന്നെ കുറെ കാലം വർക്ക് ചെയ്യണം, പെൻഷൻ കിട്ടുന്നതൊക്കെ പഠിക്കണമെന്നൊക്കെയാണ് നമ്മുടെയൊക്കെ ജനറേഷൻ. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല. നിങ്ങൾ എന്നെ എറിഞ്ഞാലും എനിക്ക് ബുദ്ധിയുണ്ട്, കഴിവുണ്ട്, എല്ലാ കാര്യവും ഞാൻ ചെയ്യും. ഇവിടുന്ന് ചാടി അടുത്ത കമ്പനിയിലേക്ക് ജോലി കിട്ടും. അതുകൊണ്ട് നിങ്ങളെ ഞാൻ അനുസരിക്കേണ്ട കാര്യമില്ല. 5 മണി കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് ഇരിക്കാൻ പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറയുള്ളൂ. ഒരാളെയും അനുസരിക്കാത്തൊരു ജനറേഷനായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് പലപ്പോഴും പറ്റുന്നത്, ഇപ്പം മാരേജിന്റെ സമയത്ത് പോലും അച്ഛനും അമ്മയും ഞാൻ ആലോചിച്ച് തീരുമാനിച്ചു. അത് കഴിഞ്ഞിട്ട് അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. 6 മാസം കഴിയുമ്പോൾ അവർ പറയും നീ വേണ്ടായിരിക്കുന്നത്. കാരണം ഒന്നിനോടും ഒരു പ്രായോഗിക ബുദ്ധി എന്ന് നമ്മളെ സങ്കല്പിക്കുന്നത്, അവരുടെ കാര്യത്തിൽ അതായിരിക്കും പ്രായോഗിക ബുദ്ധി. വളരെ സില്ലി ആയിട്ട് പോകുന്നൊരു സംഭവമാണ്. അപ്പൊ അവർക്ക് വേണ്ടത് താൽക്കാലികമായിട്ടുള്ള എൻജോയ്മെന്റ് ആണ്. ആ താൽക്കാലികമായിട്ടുള്ള എൻജോയ്മെന്റ് പണ്ട് കാലത്ത് നമുക്ക് ഉണ്ടായിരുന്നത്, ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ആലോചിച്ചാൽ, ഇപ്പൊ ഒരു ഫോൺ വാങ്ങിക്കണം എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അത് ഏത് മേടിക്കണം, എവിടെയാ കിട്ടുക, എപ്പോഴാ കിട്ടുക, ഇതിനെ കുറിച്ചൊക്കെ ആലോചിച്ച് പങ്കെടുത്ത് ഒരു മാസം കഴിയുമ്പോഴാണ് നമ്മൾ മേടിക്കുക. ഇപ്പൊ ഇന്ന് അങ്ങനെയല്ല. ഉടനെ പോയി ഇത് മേടിച്ചു, ഒരു മാസം ഉപയോഗിച്ചു, പറ്റില്ല എന്ന് പറഞ്ഞാൽ ഉടനെ റിട്ടേൺ ചെയ്യും. കാരണം റിട്ടേണിങ് പോസിബിൾ ആണ്. 1 മാസത്തിനുള്ള അമേരിക്കയിലും ഇന്ന് പലയിടത്തും പോസിബിൾ ആണ്. ആമസോണിലടക്കം ഏത് സാധനം മേടിച്ചാൽ 1 മാസം യൂസ് ചെയ്തിട്ട് എനിക്ക് വേണ്ട നോക്കാം. ഇടുന്ന ഷർട്ട് പോലും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഈ കാലത്തിൽ എന്ത് പറ്റും? ഡിസിഷൻസ് ഫാസ്റ്റ് ആണ്. നമുക്ക്
ഒരു കാര്യം ചിന്തിച്ച് ഒന്നുകിൽ കിട്ടും അല്ലെങ്കിൽ കിട്ടില്ല. ഈ രണ്ട് പോസിബിലിറ്റി ഇന്നത്തെ ജനറേഷൻ അറിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം വിചാരിച്ച ഉടനെ കിട്ടും എല്ലാ സംഭവവും. ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ പണ്ട് സാധനം മേടിക്കണം, പാത്രം വേണം, എല്ലാ സാധനങ്ങളും കട്ട് ചെയ്യണം, ഉണ്ടാക്കണം. ഇന്നത് വേണ്ടല്ലോ, ഒരു ക്ലിക്കിൽ എനിക്ക് ആവശ്യമുള്ള ഭക്ഷണം കിട്ടല്ലേ. അപ്പൊ 20 മിനിറ്റിൽ എനിക്ക് ഭക്ഷണം കിട്ടുന്ന ഒരു കാലം 2 ദിവസം മുമ്പേ പണ്ട് ആലോചിക്കായിരുന്നു എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടത്, എന്തൊക്കെ സാധനം മേടിക്കണം, എവിടെയൊക്കെ പോകണം. അപ്പൊ ഇന്ന് ഫാസ്റ്റ് ആയിട്ട് പോകുന്നു. ഞാൻ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ 21st സെഞ്ചുറിയിൽ അല്ല നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എന്റെ ബുക്കുകളിലൊക്കെ, ഞാൻ എഴുതിയിട്ടുള്ള പുതിയ ബുക്കുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്ക് 3-2-1 വേൾഡ് എന്നാണ്. 3rd decade of 21st സെഞ്ചുറിയാണ്. സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 100 കൊല്ലാണ്. 100 കൊല്ലത്തെ ചിന്തകളൊന്നും ആർക്കില്ല. ഇപ്പൊ 21st സെഞ്ചുറി എഡ്യൂക്കേഷൻ ഒക്കെ പറയുന്ന മണ്ടത്തരാണ്. 3rd decade of 21st സെഞ്ചുറി 3-2-1 വേൾഡ്. ഡോക്ടർ TPS 3-2-1 വേൾഡ് എന്ന് വെച്ചാൽ മാത്രമേ കാണുള്ളൂ. കാരണം 3-2-1 വേൾഡ് എന്റെ വാക്കാണ്, ഞാൻ ഉണ്ടാക്കിയ വാക്കാണ്. അപ്പൊ 3-2-1 വേൾഡിൽ നമ്മൾ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഫാസ്റ്റ് മൂവിങ് ആണ്. അതുമായിട്ട് നമുക്ക് കോപ്പപ്പ് ചെയ്യാൻ പറ്റാത്തപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ എന്തൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിന് സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ അത് പിള്ളേർക്കൊക്കെ പറ്റുന്നതാണ്. ഇപ്പം ആത്മാർത്ഥമായ ഹൃദയം ഉണ്ടായതാണ് പരാജയം എന്ന് പറയുന്നതിന് പകരം കുഞ്ഞുണ്ണി മാഷ തിരിച്ച് എഴുതിയിട്ടുണ്ട്, ഈ കപട ലോകത്തിൽ എന്നുടേ കാപട്യം സകലരും കാൺമതാണൻ പരാജയം എന്ന്. എങ്ങനെയായാലും കട്ടാ കുഴപ്പമില്ല, കട്ടാല് ബാക്കി ആരും പിടിക്കാത്ത വിധത്തിൽ നിൽക്കാനും കൂടി പഠിച്ചോളണം എന്നാണ്. അപ്പൊ ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായ അവസ്ഥയാണ്. എനിക്ക് നേരിട്ടറിയുന്ന വളരെ റിച്ച് ആയിട്ടുള്ള ഒറ്റ മകൾ മാത്രമുള്ള ഒരാള്, അവരുടെ ഫ്രണ്ട്സ് മാത്രം ഏറ്റവും ഫേമസ് ആയിട്ടുള്ള തിരുവനന്തപുരത്ത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ഡ്രഗ് അഡിക്റ്റ് ആണ്. അല്ലാത്ത പ്രശ്നങ്ങളാണ്. +1 +2 വീടുകളിലെ അടുപ്പം കുറയുന്നു. അവർക്ക് ഇത് വളരെ സുലഭമായിട്ട് കിട്ടുന്നു. ഇന്ന് ലോകവുമായിട്ടുള്ള ഡിസ്റ്റൻസ് വളരെ കുറവാണ്. സ്മഗ്ലിംഗ് ഉണ്ട്. പിന്നെ ദുരുപയോഗം ചെയ്യാൻ സാധ്യതകളുണ്ട്. ഇവരെ മാച്ച് ചെയ്യാൻ ടീച്ചേഴ്സിന് പണ്ട് എന്റെ ടീച്ചർക്ക് എന്റെ എല്ലാ സംഭവം അറിയാം, എന്റെ ഏട്ടനെ അറിയാം, എന്റെ അമ്മയെ അറിയാം, എന്റെ അച്ഛനെ അറിയാം, എന്റെ കുടുംബത്തെ അറിയാം, ഒരു ബന്ധമുണ്ടായിരുന്നു. ഇന്ന് KG ടീച്ചർ മുതൽ അവർക്ക് കുട്ടികളുമായിട്ടൊരു ബന്ധമില്ല. അതുകൊണ്ട് നമ്മൾ വാച്ച് ചെയ്യുന്ന ആൾക്കാരില്ല, സ്കൂളിലില്ല. ഏറ്റവും കൂടുതൽ നടക്കുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പ്രൈവറ്റ് സ്കൂൾസിലാണ്, കേരളത്തിൽ വിശിഷ്യ. ഇന്നല്ല, കുറെ കാലമായി, 10 കൊല്ലം മുമ്പ് പല സ്ഥലത്തും. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറൊക്കെ ആയിരുന്ന കാലത്ത് 2013 ആ ക്യാമ്പസിൽ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള കുറെ കേസുകളും അവരൊക്കെ പിടിച്ച് പുറത്താക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ കുഴപ്പം കേരളത്തിൽ എന്താ വെച്ചാൽ ഇവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന പാർട്ടിക്കാരാണ്. കാരണം ഇവരെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്, ഇപ്പം എന്റെ അടുത്തൊക്കെ കോളേജിൽ അന്ന് സമരം നടത്തിയിട്ട് ഉടനെ തന്നെ കോളേജ് സമരം നടത്തി കഴിഞ്ഞാൽ കോളേജ് ഇല്ലല്ലോ. അപ്പൊ ഉടനെ എന്നോട് പറയാ ബസ് വിടണമെന്ന് പറയും. ഞാൻ പറയും കോളേജ് 4 മണിക്ക് വിടുമ്പോഴാണ് ഞാൻ ബസ് വിടുക, സമരം നടത്തി വിടുമ്പോൾ ഞാൻ ബസ് വിടില്ല. അപ്പൊ ഉടനെ മന്ത്രിയുടെ ഓഫീസിൽ നിന്നൊക്കെയാണ് കോള് വരും, നിങ്ങൾ എന്താ ചെയ്യണത്, അങ്ങനെ അല്ലല്ലോ പതിവ്. 100% കേരളം കുട്ടിച്ചോറാക്കുന്നത് ഏത് രാഷ്ട്രീയമാണെന്ന് ഞാൻ പറയുന്നില്ല, ഏത് രാഷ്ട്രീയമാണെന്ന് നിങ്ങൾ ആലോചിക്കും. ആണ് ഏറ്റവും വലിയ കുഴപ്പം. ഭയമില്ലാതെ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഇത്തരം സംഭവങ്ങളാണ്. എന്തുകൊണ്ടാണ് അന്ന് സമരം നടത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, കണ്ണൂര് ഏതെങ്കിലും ഒരു കുറെ പിള്ളേരെ വേണ്ടി വരും, അവരെ കൊണ്ടുപോകാൻ ഈ ബസ് പോകണം. അപ്പൊ അവര് എങ്ങനെ കൊണ്ടുപോവാ? ബാക്കിയുള്ളവർക്ക് എൻജോയ് ചെയ്യിപ്പിക്കുമ്പോഴാണ് കൊണ്ടുപോവാ. എന്താ എൻജോയ്മെന്റ്? 2 തരത്തിലുള്ള എൻജോയ്മെന്റ് ആണ്. ഒന്ന് പെർമനന്റ് എൻജോയ്മെന്റ് ത്രൂ സ്പിരിച്വാലിറ്റി, ടെമ്പററി എൻജോയ്മെന്റ് ത്രൂ സ്പിരിറ്റ്. അത്രയുള്ള വ്യത്യാസം. പണ്ട് കുറച്ച് കള്ളു കുടിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഒരു പുക വലിക്കുമായിരുന്നു, അത്രയല്ലേ ഉള്ളൂ. മ്യൂസിക്, മറ്റേ ഡ്രോയിങ്, അങ്ങനെ ഇങ്ങനെ പലതും ഉണ്ടായിരുന്നല്ലോ കുറെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത്. പക്ഷെ പിന്നെ ഇതൊന്നും അല്ല, സ്കൂൾസിൽ നമ്മളൊക്കെ ഉള്ള കാലത്ത് സാഹിത്യ സമാജം ഉണ്ടായിരുന്നു, കുറെ പിന്നെ കുറെ പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു, ക്രാഫ്റ്റ് ഉണ്ടായിരുന്നു, ആർട്ട് ഉണ്ടായിരുന്നു. എവിടെ സാഹിത്യവും എവിടെ ഭാവനയും എവിടെ ഇത്തരം ചിന്തകളും ഒന്നും കൊണ്ടു നടക്കുന്നില്ലയോ, വെറും പഠനവും മാർക്കും മാത്രമായിട്ട് സ്ട്രെസ്ഫുൾ ആവുമ്പോൾ ഡിസ്ട്രെസ് ചെയ്യാൻ പറ്റുന്ന ഇത്തരം സംഭവങ്ങളൊന്നും ഇല്ലാത്തപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടുക. അതും ഒരു കാരണമാണ്. വലിയൊരു വിഷമമാണ് ശരിക്കും. അത് കേൾക്കുമ്പോ ഇപ്പൊ പേപ്പറൊക്കെ തുറക്കാനേ പേടിയാണ് കാണുമ്പോൾ രാവിലെ. അത് എന്റെയൊക്കെ അടുത്ത സുഹൃത്തുക്കൾ വലിയ ഹോട്ടലുകളിലൊക്കെ കൊച്ചിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ജനറൽ മാനേജേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വിളിക്കുമ്പോൾ പറയും, ഈ ഹോട്ടലിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കും ഒരു മകളാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സങ്കടം എനിക്ക് നല്ലപോലെ ഉണ്ടെന്ന്. അവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും അവർക്കറിയാം. അപ്പൊ അവരിങ്ങനെ ആലോചിക്കുന്നത്, ഈ സിറ്റിയിലാണല്ലോ എന്റെ മക്കളും വളരുന്നതെന്ന് ആലോചിക്കുമ്പോ ഇവിടുന്ന് ചാടാൻ തോന്നുന്നു എന്ന് പറയും. കേരളത്തിന് വെളിയിലാണ് കുറച്ചും കൂടി ഭേദം തോന്നാറുണ്ട്. കേരളമാണ് ഏറ്റവും
കാരണം ഒന്നും പറയാനും പറ്റില്ലല്ലോ. നമ്മളിപ്പോ വല്ലതും നമുക്കൊരു വിഷമം തോന്നി ചിലപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു പേടിയാണ്. നമ്മൾ ഏത് തരത്തിൽ അവർ റിയാക്ട് ചെയ്യാന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. അല്ല, എന്റെ അടുത്തൊക്കെ ക്യാമ്പ് നടക്കുമ്പോൾ കുറെ പേര് ഇത്തരം കേസുകൾ വരാറുണ്ടായിരുന്നു. ഞാൻ 2013 മുതൽ 2018 വരെ 5 വർഷം ഒരു 10,000-2000 കുട്ടികൾ നടുവിൽ വന്നിട്ട് എന്റെ തറവാട്ടിൽ താമസിച്ചിട്ടുണ്ട്. അതിൽ പാരന്റ്സ് പലപ്പോഴും ഇത്തരം കേസുകളാണ് കൊണ്ടുവരിക. പക്ഷെ ഞാൻ ആരോടും ബാക്കിയുള്ള ഗ്രൂപ്പിലൊന്നും പറയാതെയാണ് ഇവരെ ട്രീറ്റ് ചെയ്യാത്തത്. കാരണം അങ്ങനെ പറയുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുക. പറയാതെ ഞാൻ അറിയുന്നില്ല, അവരും അറിയുന്നില്ല, കൂടെയുള്ള ആരും അറിയുന്നില്ല എന്നുള്ള പോലെയൊക്കെ പെരുമാറി ഒരു 10 ദിവസമൊക്കെ കഴിയുമ്പോൾ അവർ തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് 3 ക്യാമ്പൊക്കെ അറ്റൻഡ് ചെയ്ത് വന്നു. 30 ദിവസം, പക്ഷെ കുറച്ച് ദിവസം കൂടി താമസിച്ചോട്ടെ, ഞാൻ കുറച്ച് മാറാൻ തോന്നുന്നു ഇപ്പം എന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് 30 ദിവസം 40 ദിവസമൊക്കെ താമസിച്ചു പോയ പിള്ളേരുണ്ട്. അവരൊക്കെ ചിലരൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെയൊക്കെ കുഴപ്പം അന്ന് കാലത്ത് ഈ കേസിൽ വന്നിട്ടുള്ളവരൊക്കെ ഇപ്പോ കോളേജിലൊക്കെ എത്തി. പക്ഷെ അവർക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, സ്കിൻ ഡിസീസ് ഒക്കെ വന്നുപെട്ടിട്ടുണ്ട്. അന്ന് ഈ കേസുള്ളവർ ഇന്നിപ്പോ വേറെ ഡിസീസസ് ആണ്. കാരണം എപ്പോഴെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ പുറത്തു വരും. ഇപ്പം ആൾക്കാരൊക്കെ മരുന്ന് കഴിക്കുന്നത് ഭക്ഷണം കഴിക്കുന്ന പോലെയല്ലേ. പണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ മരുന്ന് കഴിക്കുകയാണ് ഇപ്പൊ ആൾക്കാർ. ഇപ്പൊ പണ്ട് പറയാറുണ്ട്, മരുന്ന് കഴിക്കുന്നത് പോലെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പല ചിന്തകളും വന്ന് വിഷമം കേൾക്കായിരിക്കും. അതിൽ നിന്നൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കൂല ഇങ്ങനെ ചെയ്യുന്നത്. അല്ല, അത് മാത്രല്ല, അന്ന് നമ്മൾ ഈ ഇരുന്ന് നാമം ചെല്ലുമ്പോഴും ഒക്കെ ഉണ്ടാവുന്ന ഒരു ഫ്രീക്വൻസി മാച്ച് ഉണ്ട്. നമുക്കൊന്നും ഭക്തി ഉണ്ടായിട്ടൊന്നുമല്ല, ഭക്തി എന്താന്ന് പോലും അറിയാത്ത കാലത്ത് നമ്മളില് ഇൻജക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഭക്തിക്ക് കാരണം നമ്മൾ ഇരുന്ന് നാമം ചൊല്ലിയാലല്ലേ ഭക്ഷണം കിട്ടുള്ളൂ. അപ്പൊ എല്ലാ ഫാമിലി മെമ്പേഴ്സും കൂടെ ഇരുന്നിട്ടല്ലേ ചൊല്ലണത്. അപ്പൊ അവരുടെ ഫ്രീക്വൻസി ഒക്കെ നമ്മളിൽ പെടും. നേരത്തെ ഞാൻ പറഞ്ഞ ഈ ഫ്രീക്വൻസി ഉണ്ടല്ലോ, ഇമോഷണൽ, ഇന്റലക്ച്വൽ, സോഷ്യൽ, സ്പിരിച്വൽ ഫ്രീക്വൻസികൾ നമ്മളിലേക്ക് ഇങ്ങനെ അടിച്ച് ഏൽപ്പിക്കാം. അത് നമുക്ക് കിട്ടുമ്പോ നമ്മുടെ മൂത്തവരിലുള്ള കുറെ സ്വഭാവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. ഇതുണ്ടാവാറ്. ഡോക്ടർ ഈ കുട്ടികള് അമേരിക്കയിൽ പോയ എന്തുകൊണ്ട് തിരിച്ചു വരുന്നില്ല? എനിക്കൊരു എത്ര ചിന്തിച്ചിട്ടും പിടികിട്ടുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. കുറെ കാരണങ്ങൾ എനിക്കറിയാം. ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ഉള്ളത് ഹൈദരാബാദിൽ നിന്നാണ് അമേരിക്കയിൽ കുട്ടികൾ പോവാറ്. എന്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ള പലരും പോയിട്ടുണ്ട്. ആ പോവാനുണ്ടായിരുന്ന കുറെ കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഇപ്പൊ ഇവിടെയാണ് ലവ് അഫെയർ എന്ന് വിചാരിക്കും. അച്ഛനും അമ്മയും അവരെ മാരി ചെയ്യാൻ സമ്മതിക്കില്ല. അവർ ഹയർ സ്റ്റഡീസിന് അബ്രോഡ് പോയിട്ട് ലവ് അഫെയറും മാരേജ് ഒക്കെ ആയാൽ അച്ഛനും അമ്മയും ഉടനെ സാങ്ഷൻ ചെയ്യും. നമ്പർ 1. കാരണം ഇവിടെ ആവുമ്പോൾ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ കേൾക്കണ്ടേ. പിന്നെ അങ്ങനെ മാരേജ് ചെയ്തു എന്ന് പറഞ്ഞ അച്ഛനും അമ്മയുടെ അടുത്ത് പോയിട്ട് പിന്നെ അച്ഛനും അമ്മേന്റെ അടുത്ത് ജാതകം അയച്ചിട്ട് പറയും അവർ മാരേജ് കഴിഞ്ഞിട്ട് 8 വർഷമായി ഇപ്പോഴും കുട്ടികളില്ല, എന്താ സംഭവം? അവർ മാരേജ് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോഴും മാത്രമേ ഫാമിലി ഉള്ളൂ. അവിടെ വരുമ്പോൾ 2 സ്ഥലത്ത് 2 ഫാമിലി ആയിട്ട് അവർ പോകും. എയർപോർട്ട് കഴിഞ്ഞ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇയാളുടെ ഹസ്ബൻഡും മറ്റയാളുടെ വൈഫിന്റെ അടുത്തും പോകും. അങ്ങനെ ജീവിക്കുന്ന ആൾക്കാർ പോലും ഉണ്ട് അമേരിക്കയിൽ. എനിക്കറിയുന്ന കുറെ പേരുണ്ട്. എനിക്കറിയുന്ന കുറച്ച് പേരുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക ലോകത്തിൽ എത്ര ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഫാമിലി സങ്കല്പം ഒന്നും അല്ലല്ലോ അവിടെ. അപ്പൊ ആ സങ്കല്പത്തിൽ സുഖിക്കുന്നവരെ ഈ സങ്കല്പത്തിൽ വരുമ്പോൾ അഡ്ജസ്റ്റ് ആയില്ല. അതാ ഞാൻ പറഞ്ഞ ഈ ഗ്യാപ്പ്. പിന്നെ പലരും പഠിക്കാൻ പോകുന്നുണ്ട്, അവർ കോഴ്സ് പോലും കംപ്ലീറ്റ് ചെയ്യാറില്ല പലപ്പോഴും. കാരണം അമേരിക്കയിൽ എനിക്കറിയുന്ന 8 കൊല്ലം ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യാത്തവരും 10 കൊല്ലം പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യാത്ത ആൾക്കാരും ഉണ്ട്. അവര് നിങ്ങളിപ്പം കംപ്ലീറ്റ് ചെയ്തു അവിടെ ജോലി ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വല്ലതും അറിയും. അവിടെ സാധാരണ എന്തെങ്കിലുമൊക്കെ ചെയ്താലും അവരുടെ വിസ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്പർ 1. നമ്പർ 3, വിസ ഉള്ളിടത്തോളം അവർക്ക് അവിടെ താമസിക്കാം. വിസ ഇല്ലാത്തവർക്കും താമസിക്കാം. നാട്ടിൽ വന്നാൽ തിരിച്ചു പോകാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ. അപ്പൊ തിരിച്ചു വരാത്തതിന് കാരണം വിസയിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർ നാട്ടിലേക്ക് വരില്ല. ഇപ്പൊ ജോബ് എക്സ്റ്റൻഷൻ ഇല്ല, വിസ കിട്ടിയിട്ടില്ല, ജോബ് വിസ ഇല്ല, അതുണ്ടെങ്കിൽ ഇവിടെ വന്ന് സ്റ്റാമ്പ് ചെയ്യണ്ടേ. പിന്നെ രണ്ടാമത് ഇത് ഇത്തരം കൺഫ്യൂഷനുണ്ട്. അവിടെ ഗ്രീൻ കാർഡ് കിട്ടിയവർ ഇവിടെ എന്തിനാ വരണേ? ഇവിടെ വന്നിട്ട് പിന്നെ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യലും മുഴുത്ത പൊടിയും ഒക്കെ. ഞാനിപ്പം 6 മാസം 2 വർഷം പോയിട്ടേ ഉള്ളൂ, 2 പ്രാവശ്യം പോയിട്ടുണ്ട്. അവിടുത്തെ എൻവറോൺമെന്റും അവിടുത്തെ ക്ലൈമറ്റും അവിടുത്തെ ശുദ്ധതയും ക്യൂ ഇല്ലാത്ത അവസ്ഥയും നല്ല ഭക്ഷണവും. അവിടുത്തെ ആപ്പിൾ കടിക്കുമ്പോൾ വെള്ളം പുറത്തേക്ക് ഇങ്ങനെ വരും, ജ്യൂസ്. ഇവിടെ ആപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? അവിടുന്ന് ആപ്പിൾ കഴിച്ചതിന് ശേഷം ഇവിടെ വന്ന് ആപ്പിൾ കഴിക്കാൻ തോന്നാത്ത അവസ്ഥയായിരിക്കും. ഞാനിപ്പോ അവിടെ കൃത്യമായിട്ട് ഭഗവത്ഗീത പഠിപ്പിക്കുമ്പോൾ 10 മണിക്ക് തുടങ്ങുന്ന പറഞ്ഞാൽ 10 മണിക്ക് എല്ലാവരും വന്നിരുന്നിട്ടുണ്ടാവും. 11 മണിയാകുമ്പോഴത്തേക്കും ഞാൻ നിർത്തിയിട്ടില്ലെങ്കിൽ അവർ ഉടനെ എഴുന്നേറ്റ് അങ്ങോട്ട് പോകും. കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞാൽ കൃത്യനിഷ്ഠയാണ്. ഇനി 11 മണിക്ക് ഹസ്ബൻഡും വൈഫും ഒരേ വീട്ടിൽ നിന്നാണ് രണ്ടാളും വരുന്നത്, പക്ഷെ 2 കാറിലാണ് വരും. അതെന്തിനാ വെച്ചാൽ ഹസ്ബൻഡ് പോകുന്ന സമയത്ത് വൈഫിനോട് നീ വരുന്നോ എന്ന് ചോദിച്ചിട്ട് ആ സമയം 2 മിനിറ്റ് നിൽക്കാൻ അവൻ തയ്യാറുള്ള. അയാൾ ഉടനെ അയാളുടെ വണ്ടി എടുത്തിട്ട് പോകും, വൈഫിന്റെ വണ്ടി എടുത്ത് പോകും. ഹസ്ബൻഡ് ചിലപ്പോൾ വേറെ എന്തെങ്കിലും സംശയം ചോദിച്ചാൽ എന്നോട് നിൽക്കുമ്പോൾ വൈഫ് പോണ്ട്, അത് പോയിക്കോട്ടെ ഞാൻ വേറെ കാറിലാണ്. എല്ലാവരും ഇൻഡിപെൻഡന്റ് അല്ലേ. ലോകത്തിൽ എന്താ ഏറ്റവും അത്യാവശ്യം? 2 സംഭവങ്ങളാണ്. ഒന്ന് ഫ്രീഡം, മറ്റൊന്ന് കറേജ്. ഇത് രണ്ടും ഉണ്ടാവുന്നത് പുറത്ത് ജീവിക്കുമ്പോഴാണ്.
എനിക്ക് ലൈസൻസ് പോലും ഉണ്ടായിട്ടില്ല, ഞാൻ അവിടെ സുഖമായിട്ട് കാർ ഓടിച്ചല്ലോ. ഇവിടെയാണെങ്കിൽ പറ്റില്ല. കാരണം അവിടെ കാർ ഓടിക്കുമ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. മിക്കവാറും ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി പോയിക്കോളും, അല്ലെങ്കിൽ എവിടെയും ഇടിക്കാനൊന്നും ഇല്ല. ഈ റോഡിലൊക്കെ ഓടിക്കണമെങ്കിൽ ശരിക്കും അറിയണ്ടേ, അവിടെ അങ്ങനെ അറിഞ്ഞില്ലെങ്കിൽ ഓടിക്കാൻ പറ്റും നമുക്ക്. അപ്പൊ ജീവിതം വളരെ സുഖകരമാണ്, വളരെ സന്തോഷമുള്ളതാണ്. പൊല്യൂഷൻ ഇല്ല, നല്ല വെള്ളം കിട്ടും, നല്ല ഭക്ഷണം കിട്ടും, ചീപ്പുമാണ്. നമ്മൾ ഇവിടുന്ന് ചിന്തിക്കുന്ന സമയത്ത് അത് കോസ്റ്റ്ലി ആയിട്ട് തോന്നുകയാണെങ്കിലും അവിടെ ഉണ്ടാവുന്ന സമയത്ത് വളരെ സുഖമായിട്ട്. ഞാനിപ്പോ 6 മാസം കൊണ്ട് ഇത്ര 19 ലക്ഷം റുപ്യ ഉണ്ടാക്കി. ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, അമ്പലത്തിൽ കൊടുത്തിട്ട് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടാണ് വന്നത്. കാശ് ആവശ്യമില്ലാത്തതുകൊണ്ട്. കാശ് ഉണ്ടാക്കണമെങ്കിലും നല്ല സ്ഥലമാണ്. അങ്ങനെ കാശ് ഉണ്ടാക്കുമ്പോൾ അവരെന്ത് ചെയ്യും, അതിനേക്കാളും നല്ല സ്ഥലം വിസിറ്റ് ചെയ്യാൻ പോകും. അപ്പൊ അവര് പോകുന്നത് അവിടെയുള്ള അമേരിക്കയിലെ എല്ലാ വീക്കെൻഡുകളിലും അവരുടെ ഹോളിഡേസ് പോലും അങ്ങനെയല്ലേ പ്ലാൻ ചെയ്യുന്നത്, എൻജോയ്മെന്റിന് വേണ്ടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവരുടെ ഹോളിഡേ എന്ന് പറയുന്നത് August 15 അല്ലല്ലോ ഇൻഡിപെൻഡൻസ് ഡേ, 3rd Monday ഓഫ് ദ എന്നേ പറയുള്ളൂ. കാരണം സാറ്റർഡേ സൺഡേ ഹോളിഡേ ആണെങ്കിൽ മൺഡേയും കൂടി കിട്ടിയാൽ എക്സ്റ്റൻഡഡ് വീക്കെൻഡ് ആണ് അവരുടെ എൻജോയ്മെന്റ്. ഒന്നുകിൽ ഫ്രൈഡേ അല്ലെങ്കിൽ മൺഡേ, എല്ലാ ഹോളിഡേസും അങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ക്രിസ്തുമസ് ഒഴികെ ബാക്കിയെല്ലാം എല്ലാ ഹോളിഡേസും, അത് ഇൻഡിപെൻഡൻസ് ഡേ ആയാലും പ്രസിഡന്റിന്റെ ദിവസം ആയാലും നാഷണൽ ഡേ ആയാലും എന്ത് ആഘോഷങ്ങളായാലും അങ്ങനെയാണ്. എന്താ കാരണം, എൻജോയ്മെന്റ് ഈസ് ദർ ലൈഫ്. അതുകൊണ്ട് നല്ല വണ്ടി കിട്ടും, ഓടിക്കാൻ പറ്റും. നമുക്ക് വണ്ടി ഇല്ലെങ്കിലും വാടക എടുത്ത് ഓടിയാൽ, അല്ലെങ്കിൽ ഏത് ഹോട്ടലിൽ പോയി താമസിച്ചാലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അവിടെ. ഞാൻ 7 സ്റ്റേറ്റിൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല, 7 സ്റ്റേറ്റ്സ് ഡോക്ടർ TPS അടിച്ചു നോക്ക്. 7 സ്റ്റേറ്റില് അമേരിക്കയിൽ യാത്ര ചെയ്യുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഫാമിലിക്ക് ലളിതാ സഹസ്രനാമം ഫുൾ പഠിപ്പിച്ചു. എന്റെ പിള്ളേരാണ് ഓടിച്ചത്. എന്റെ പിള്ളേർ വെച്ചാൽ എന്റെ സ്റ്റുഡൻസ്. അത് കഴിഞ്ഞ് സൺഡേ ഡയലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സൺഡേ മാത്രം ഇരുന്നിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് സൺഡേ ഡയലോഗ് ഓൺ ഡ്രൈവ്. എന്നെ ഓടിച്ചു കൊണ്ടുപോകുമ്പോൾ മുമ്പിൽ ക്യാമറ വെക്കും, ചോദ്യങ്ങൾ ചോദിക്കും, ഉത്തരം പറയും. അങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന ആള് ധർമ്മ എന്ന് പറഞ്ഞ ഒരാളാണ്. ആ ധർമ്മ ആന്ധ്രക്കാരൻ. അയാൾ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഞാൻ ഉത്തരം പറയും. അത് മാത്രം റെക്കോർഡ് ചെയ്തിട്ട് ഡയലോഗ് ഓൺ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഭഗവത്ഗീത പഠിപ്പിച്ച അവിടെയാണ്. ഇവിടെ എനിക്ക് അങ്ങനെ പഠിപ്പിക്കാൻ ധൈര്യമില്ല, കാരണം ആരും ഇരിക്കില്ല, 10 ദിവസം ഇരിക്കില്ല. 10 ദിവസം കഴിഞ്ഞ് 10 കഴിയുമ്പോൾ അവർ വേറെ എടുക്കുന്നു. ഇവിടെ ആരെടുത്താ ഇരിക്കുക, ഫേമസ് ആയിട്ടുള്ള അടുത്തല്ലേ ഇരിക്കുള്ളൂ. ഞാൻ ഫേമസ് ഒന്നുമല്ല, എന്റെ 1-2 സ്റ്റുഡൻസിന് താല്പര്യമുണ്ട്, അവർ വന്ന് പറഞ്ഞു. അവർ 2 ആളാണെങ്കിൽ 2 ആളെന്ന് പറഞ്ഞ് തുടങ്ങി. 10 പേരുണ്ടായിരുന്നു. നടത്തിയതോ പള്ളിയിലാണ് നടത്തിയത്. ഇന്ത്യയിൽ എവിടെയെങ്കിലും പള്ളിയിൽ വെച്ചിട്ട് നമുക്ക് ഭഗവത്ഗീത പഠിപ്പിക്കാൻ പറ്റും? അവിടെ അമ്പലം ഉണ്ടായിരുന്നില്ല ഞാൻ പോയ സിറ്റിയിൽ. അങ്ങനെയാണ് അമ്പലം പണിയാൻ ഞാൻ തീരുമാനിച്ചത്. അങ്ങനെ ഒരു ഗണേശ ക്ഷേത്രം അവിടെ ഉണ്ടാക്കി. അപ്പൊ നമ്മൾ അവിടെ പഠിപ്പിച്ച പള്ളിയിലാണ്. പള്ളിയിൽ അച്ഛൻ എന്റെ വീട്ടിൽ വന്ന് കൂടെ ഇരുന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. അദ്ദേഹം എന്റെ ഭഗവത്ഗീത പഠിക്കും, പാട്ട് പഠിപ്പിച്ചു. അവിടുത്തെ കോറസ് ഗ്രൂപ്പിനെ നമ്മള് മ്യൂസിക് പഠിപ്പിച്ചു. അതിനകത്ത് ബംഗ്ല, ഗുജറാത്തി, ഹിന്ദി, കാശ്മീരി, മലയാളം, തമിഴ് പാട്ടുകൾ പഠിപ്പിച്ചു അവര്. എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും ഭാഷ പഠിപ്പിക്കാൻ പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റില്ല, വയസ്സായി തുടങ്ങി. ഇത് വയസ്സായ സ്ത്രീകളാണ്. നിങ്ങൾ നോക്കൂ അവിടെ. അപ്പൊ നമ്മൾ പലപ്പോഴും എത്നിക് എക്സ്പോ ഡോക്ടർ TPS അടിച്ചു നോക്കുക. അവിടെ ഒരു എത്നിക് എക്സ്പോയില് 6 മലയാളം ഇന്ത്യൻ ഭാഷകളിൽ പാട്ട് ഞാൻ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഇതുവരെ ഞാൻ ചെയ്യാത്ത പണിയാണ്. ബുദ്ധിമുട്ട് അവിടെ ചെയ്യാൻ, അവിടെ എളുപ്പമാണ്. നമുക്ക് കുറെ ആക്ടിവിറ്റീസ് ചെയ്യാനും സംഘടിപ്പിക്കാനും. എത്ര നല്ല ലൈബ്രറികളാണ് ഓരോ കൗണ്ടിയിലും. പോയിരുന്ന് വായിക്കാൻ തന്നെ എത്രയുണ്ട്, ഇഷ്ടം പോലെ. അവിടെ ലൈബ്രറി ഹാള് ഫ്രീ ആണ്. ഞാൻ യോഗ ഇനോഗ്രേറ്റ് ചെയ്തത് ഒരു ലൈബ്രറി ഹാൾ. എന്റെ ക്യാമ്പിന്റെ മീറ്റിങ്ങുകൾ നടത്തിയത് ലൈബ്രറി ഹാളിലാണ്. യു ഡോണ്ട് ഹാവ് ടു പേ. നേരത്തെ ബുക്ക് ചെയ്യുക, പോവുക, ആൾക്കാരെ വിളിക്കുക, ഇന്ന് ലൈബ്രറിയിൽ വരിക. കാശ് കൊടുക്കാണ്ട് ഹാള് കിട്ടുന്ന സ്ഥലം എവിടെയുള്ളത്? ഇല്ലല്ലോ, ഇന്ത്യയിലില്ല അത്രയും നല്ല ഹാൾ. എല്ലാ സംഭവവും തരുമോ? അപ്പൊ അവിടെയാണ് ലോകം നല്ലത്. ഒരു കാലത്ത് പോരുതെന്ന് പറഞ്ഞിരുന്ന ഒരാളാണ്. ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞ് മഹാത്മാഗാന്ധിയെ കുറ്റം പറഞ്ഞിരുന്നു. ഇന്ത്യ ആൾക്കാർ പുറത്തു പോകാൻ കാരണം മഹാത്മാഗാന്ധി ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാന്ന് പറഞ്ഞിട്ട് പരിഹസിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ പറയാറുള്ളത്, പോണം, എല്ലാരും പോണം, പറ്റുന്നത് അവിടെ പോയി താമസിച്ചോളൂ. കുമ്പനാട് എന്ന് പറയുന്ന ഒരു സ്ഥലം, അടുത്ത കാലത്ത് ഞാൻ പോയി താമസിച്ചത് കുമ്പനാടാണ്. കുമ്പനാട് ഡോക്ടർ TPS നടിച്ചക്കാണ്. ഞാൻ അവിടെ ഹിന്ദു മഹാസമ്മേളനത്തിന്റെ ടോക്കിന് പോയപ്പോൾ അവിടെയാണ് താമസിച്ചത്. കുമ്പനാടാണ് താമസിച്ചത്. ആ സംഭവം നടക്കുന്ന സ്ഥലത്തല്ല. കാരണം കുമ്പനാട് താമസിക്കുന്നത് കുറെ കാലമായി ഞാൻ വിചാരിക്കാം. കാരണം കുമ്പനാട്ടിൽ വയസ്സായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. സ്കൂളില്ലാത്തൊരു വില്ലേജ്. ഇതുവരെ കേസ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് റെക്കോർഡ് ചെയ്യാത്തൊരു, എല്ലാ ഇന്ത്യൻ ബാങ്കുകളുടെയും ശാഖകളുള്ള കേരളത്തിലെ ഏക സ്ഥലം, ഇന്ത്യയിലെ ഏക സ്ഥലം, പ്രോബ്ലി ഏറ്റവും കൂടുതൽ കാശ് ബാങ്കിൽ കിടക്കുന്ന സ്ഥലം. ആരും എടുക്കാനില്ല, ഇടാനേ ഉള്ളൂ. കാരണം അവരുടെയൊക്കെ മക്കൾ എബ്രോഡിലാണ്. അവരവിടെ നിന്ന് അയക്കുന്ന കാശൊക്കെ ഈ അച്ഛൻ്റെ അമ്മയുടെയും പേരിൽ ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. അതില്
ഇട്ടിട്ടുള്ള കാശ് എടുക്കാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും ഇല്ലാത്ത, ആരാണ് അതിന്റെ നോമിനി എന്ന് പോലും അറിയാത്ത കുറെ അക്കൗണ്ടുകൾ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഏക സ്ഥലമാണ് കുമ്പനാട്. BBC കുമ്പനാട് എന്നിട്ട് അടിച്ചാൽ അതിന്റെ ചരിത്രം കേൾക്കാം. ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും എന്റെ ചരിത്രം പഠിച്ചിട്ടാണ് ഞാൻ പോവുക. അപ്പൊ എന്താ ഗുണം എന്ന് വെച്ചാല് നമുക്കത് അറിയാം, ഇന്നതൊക്കെയാണ് സംഭവങ്ങൾ എന്ന് അറിയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. അതിൽ ക്രിസ്ത്യൻസ് ആണ് മിക്കവാറും ആൾക്കാർ. കാരണം സൗത്ത് ഭാഗത്ത് ഏറ്റവും കൂടുതൽ പുറത്തു പോയി സെറ്റിൽ ചെയ്തിട്ടുള്ളവരൊക്കെ ബ്രിട്ടനിലും അമേരിക്കയിലും ഒക്കെ പോയിട്ടുള്ളവരൊക്കെ ക്രിസ്ത്യൻസ് ആണ്. ഞാൻ അടുത്ത കാലത്ത് ലണ്ടനിൽ ഒരു സ്ഥലത്ത് പോയ സമയത്ത് അവിടുത്തെ ഇവിടുന്ന് 23 നേഴ്സുമാര് കൂടെ പോയിട്ടുള്ള ഒരു ഗ്രൂപ്പിലാണ് എനിക്ക് അവർ ഡിന്നറൊക്കെ തന്ന് ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു കുറച്ച് സമയം. അവരാണ് എന്നെ ക്ഷണിച്ചു കൊണ്ടുപോയത്. അവർ പറയാറുണ്ട് 10-30 നേഴ്സുമാര് കൂടെ ഒരേപോലെ കോട്ടക്കെടുത്ത് സൺഡേ നടക്കുന്ന കാണുന്ന സമയത്ത് അവർ പോലീസ് വന്നിട്ട് നിങ്ങൾ എന്താ അവിടെ നടക്കുന്നത് ചോദിച്ചൊരു കാലം ഉണ്ടായിരുന്നു. കാരണം അത്രയും കൂടെ ഒരേപോലെ ജീവിച്ചിരുന്ന കുറെ ആൾക്കാർ ഒരേ നാട്ടിൽ നിന്ന്, ഒരേ നഴ്സിംഗ് സ്കൂളിൽ നിന്ന് ഒരേ സ്ഥലത്തേക്ക് കൂടിയേറി പാർത്തിട്ടുണ്ട്. ലണ്ടനിലൊക്കെ, നോർത്ത് ആംപ്ടൺ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെയാണ്. ഇതൊക്കെ നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണെന്നാണ് എന്റെ സങ്കല്പം. അങ്ങനെയാണല്ലോ ലോകം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു വസുദൈവ കുടുംബം എന്നൊക്കെ പറയുമ്പോൾ. പക്ഷെ ഡോക്ടർ ഒരു കാര്യമുണ്ട്, ഞാൻ പക്ഷെ അവിടെ പോയി കഴിഞ്ഞാല് കുട്ടികൾ ആക്ച്വലി അഫെക്ഷനേ, പക്ഷെ നമ്മളുടെ ആ ലൈൻ ഓഫ് തിങ്കിങ്ങിൽ അവര് വരില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ പ്രാക്ടിക്കലായിട്ട് ഒരു കാര്യം പറയണേ, മോനോട് പറയും നീ, എന്റെ മോൻ അവിടെയാണ്, അപ്പോ നീ ദൈവത്തിനോട് കുറച്ച് പ്രാർത്ഥിക്കണം, നീ കുറച്ച് ഇതൊക്കെ പൂജ ചെയ്യാനുള്ള അമ്പലത്തിനൊക്കെ ഒന്ന് പോണം എന്നൊക്കെ പറഞ്ഞാല് he'll tell, don't tell all those things, we know what to do. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് ഒരു എന്താ പറയാ വിഷമം തോന്നും. ഹൗ ടു ഡീൽ വിത്ത് ദാറ്റ് സിറ്റുവേഷൻ ഒരു പിടിയില്ലാതെ ചിലപ്പോൾ വല്ലാതെ ഡിപ്രഷനിലും കൂടെ പോകും. അല്ല, നമുക്ക് അറിയേണ്ടത് നമ്മൾ ചിന്തിച്ചിട്ട് മാറ്റാൻ പറ്റുന്ന സമയത്ത് വരെ മാത്രം അത്തരം കാര്യങ്ങൾ ചിന്തിക്കുക. ആ നമുക്ക് മാറ്റാൻ പറ്റാത്ത സംഭവങ്ങൾ, ഞാൻ ഡോറിൽ മാത്രമേ മുട്ടാവൂ, വാളിൽ മുട്ടിയത് തുറക്കില്ല എന്ന് ഉറപ്പല്ല എനിക്ക്. അവർക്ക് നമ്മളെക്കാളും വിവരമുണ്ട്, വേണമെങ്കിൽ വേണ്ട പോലെ ചെയ്തോളൂ എന്നൊക്കെ. ഞാനൊക്കെ ദൈവവിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ വിശ്വാസിയാണ്. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ അച്ഛനും അമ്മയ്ക്കും വിശ്വാസം ഉണ്ടായിരുന്നു, അവരെ മണ്ടന്മാരല്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നുകൊണ്ട് അവർ വിശ്വസിച്ച വഴിയിലൂടെ ഞാൻ പോകുന്നു എന്ന് മാത്രമാണ്. തിരിച്ച് പ്രൂവ് ചെയ്യുന്നത് വരെ അവർ വിശ്വസിച്ചതാണ് ശരി എന്നാണ് എന്റെ ധാരണ. പക്ഷെ ഇപ്പോഴത്തെ മക്കൾ അങ്ങനെയല്ല. അവര് ലോജിക്കലി ആലോചിച്ചിട്ട് പറയും അച്ഛനും അമ്മക്കും ബുദ്ധിയില്ല, യു ഡോണ്ട് നോ എന്ന് നേരിട്ട് പറയാൻ അവർ തയ്യാറാണ്. പക്ഷെ അവര് വലിയൊരു കോൺഫ്ലിക്റ്റിലാണ് അവരുള്ളത്. എന്താ കാരണം വെച്ചാല് അമേരിക്കയിൽ ജീവിച്ച് വളർന്നിട്ടുള്ള അമേരിക്കൻ കുട്ടികൾ ഒരിക്കലും അതിനെ കോൺട്രഡിക്റ്റ് ചെയ്ത് പറയില്ല. അവർക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. അങ്ങനെയാണ് പള്ളിയിൽ പഠിപ്പിക്കുക. അവരെ ഒരാളെയും എതിർത്ത് പറയണമെന്ന് നമ്മളിപ്പം വഴക്ക് പറയുമ്പോൾ ഒച്ചെടുക്കുമ്പോൾ അതൊന്നും അവിടെ പതിവില്ലല്ലോ. കുട്ടികൾ കരയാറില്ല, കംപ്ലൈൻസ് ഇല്ല. അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ലൈഫല്ലേ. ചെറുപ്പത്തിൽ മുതൽ അങ്ങനെ ആയതുകൊണ്ട് അവർക്ക് ആരെങ്കിലും ഇത് ശരിയല്ല എന്ന് അങ്ങോട്ട് പറയുന്നത് കേൾക്കാത്തതുകൊണ്ട് തിരിച്ചുത്തരം പറയാൻ അവർക്ക് അറിയില്ല. നമ്മുടെ കുട്ടികൾ ഇത് കേട്ടത് കൊണ്ട് ഉത്തരം പറയാനും അറിയാം. അതാണ് കുഴപ്പം. ഞാൻ നമ്മളൊക്കെ എപ്പോഴും ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ എന്നെക്കാളും വിവരം എന്റെ മോനുണ്ട്, എന്നെക്കാളും വിവരം എന്റെ അച്ഛനുണ്ടായിരുന്നു, അമ്മക്കുണ്ടായിരുന്നു. തീരെ വിവരമില്ലാത്ത ഒരാള് ഞാൻ മാത്രമാണ്. പിന്നെ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ആരെങ്കിലും പറയുമ്പോ ശരി ശരി എന്ന് നമ്മളെ ചോദിച്ചാൽ മാത്രം പറയാം, ചോദിച്ചാൽ മാത്രം അതിന് ഉത്തരം പറയാം. ആ അവസ്ഥയ്ക്കാണ് നമ്മൾ വാനപ്രസ്ഥം എന്ന് പറയാം. ആ വാനപ്രസ്ഥത്തിൽ ഇരിക്കുമ്പോൾ നല്ല സുഖമായിരിക്കും. വാനം പോലെയാണ്, ആകാശം പോലെയാണ്. അവിടെ എന്ത് സ്ക്രാച്ച് ഉണ്ടായാലും ഒരു സ്ക്രാച്ച് വെക്കില്ല. ആകാശത്ത് നമുക്ക് റോക്കറ്റ് പോയി കഴിഞ്ഞാൽ സ്ക്രാച്ച് കാണും. എത്ര സമയം കാണും? കുറച്ച് സമയമല്ലേ കാണുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ അത് വാനിഷ് ആവില്ല. അതുപോലെ ആവണം നമ്മളുടെ എത്ര വര വരച്ചാലും, എത്ര കോറിയാലും, എത്ര വഴക്ക് പറഞ്ഞാലും, എത്ര ദേഷ്യം പിടിച്ചാലും സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ ദുഃഖേഷു അനുദിഗ്നമന സുഖേഷു വിഗത സ്പൃഹ വീതരാഗ ഭയ ക്രോധ സ്ഥിതതീർ മുന്നിലുച്ചതേ. ഭയവും ക്രോധവും ഒക്കെ ഉണ്ടാവും. കാരണം മനസ്സാണല്ലോ, ഇതൊക്കെ ഉണ്ടാവാം. പക്ഷെ അത് ഉണ്ടാവുമ്പോ തന്നെ സാരില്ല എന്ന് പറയാൻ തോന്നും. കുഴപ്പമില്ല, എന്റെ കുഴപ്പമാണ്, ആ ജനറേഷൻ ഗ്യാപ്പാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ള എല്ലാ ജസ്റ്റിഫിക്കേഷനും മനസ്സിൽ വരുത്താം. എന്നിട്ട് പറയാം എന്നെക്കാളും വിവരമുണ്ട്, ഞാൻ ജീവിച്ച പോലെ എല്ലാവരും ജീവിച്ചത്, ഞാൻ BC-യിൽ ജനിച്ച ഒരാളാണ്, എന്റെ മക്കൾ AD ആണ്.
AD എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഡിജിറ്റൽ എന്നാണ്. We have to think like that. ഞാൻ BC ആണ്, ബിഫോർ കമ്പ്യൂട്ടേഴ്സ് ആണ് ജനിച്ച ആളാണ്. അപ്പൊ ബിഫോർ കമ്പ്യൂട്ടേഴ്സ് ജനിച്ച ആൾക്ക് ആഫ്റ്റർ ഡിജിറ്റൽ ആവാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും അങ്ങനെയൊക്കെ ആവാൻ ശ്രമിക്കുക, അത്ര തന്നെ. നമ്മൾ ഉപയോഗിക്കണ്ടല്ലോ കുറെ ഗാഡ്ജറ്റ്സും സംഭവങ്ങളൊക്കെ. നമുക്കും അറിയാം, പക്ഷെ നമുക്കറിയുന്നതല്ല അവർക്കറിയാം. കുറച്ച് കോൺഫ്ലിക്റ്റുകളും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ആരും ആരിലും ഡിപ്പെൻഡന്റ് അല്ലല്ലോ. യു ആർ റിച്ച്, ദേ ആർ റിച്ച്, സോ വൈ ഷുഡ് ദേ കൺസിഡർ യു ദേ എന്നുള്ളൊരു തോന്നലുണ്ടാവും. പക്ഷെ ചിലർക്ക് അങ്ങനെയല്ല, ചിലർ തിരിച്ചും ചെയ്യാറുണ്ട്. ഇപ്പൊ ചിലരും, ഞാൻ ഇവിടെ മാത്രമല്ല, ഞാനിപ്പോ ഹൈദരാബാദിൽ നിന്ന് ദോഹ വരെ യാത്ര ചെയ്യുന്ന 3.5 മണിക്കൂർ എന്റെ തൊട്ടടുത്ത് ഒരു 9ാം ക്ലാസ്സിലെ കുട്ടിയാണ്. ആ കുട്ടിയോട് ഞാൻ ഒരു 400 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ 1.5-2 മണിക്കൂറിൽ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. നീ ഏത് സ്കൂളിലാണ് പഠിക്കുക? കാരണം ഞാൻ ആദ്യമായിട്ട് ദോഹയിൽ പോവാണ്. അപ്പൊ ദോഹയിൽ ഒരു 3 ദിവസത്തെ വർക്ക്ഷോപ്പിനാണ് പോണത്. ദോഹയെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. സാധാരണ ആ സമയത്താണ് നമ്മൾ ചിന്തിക്കുകയൊക്കെ ചെയ്യുക എന്താ ചെയ്യേണ്ടത്. അതിന് പകരം ഈ കുട്ടിയോട് കുറെ 9ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ എന്റെ ക്യാമ്പ് അറ്റൻഡ് ചെയ്യും. 9, 10, 11, 12 കുട്ടികൾക്കുള്ള ക്യാമ്പാണ്. അപ്പൊ കുറേ ചോദ്യങ്ങൾ, സ്കൂളിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ ഞാനോട് ചോദിച്ചു, മോനെ ഒരു ചോദ്യം പോലും നീ എന്നോട് ചോദിച്ചില്ലല്ലോ ഇതുവരെ. അവർക്ക് ചോദ്യമില്ല. 1.5 മണിക്കൂർ നമ്മൾ കണ്ടിന്യൂസ് ചോദ്യം ചോദിക്കുന്ന എല്ലാത്തിനും കറക്റ്റ് ആയിട്ട് അവൻ ഉത്തരം പറയുന്നുണ്ട്. പക്ഷെ അവനൊന്നും നമ്മുടെ അടുത്ത് നിന്ന് അറിയണമെന്നില്ല. എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാണ്ട് എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവനോട് ചോദിച്ചത്. അതുവരെ എനിക്കും ബോധം ഉണ്ടായിരുന്നില്ല. ഞാൻ അവനോട് ചോദിച്ചുകൊണ്ടിരുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ പഠിക്കുന്നത് ഡിസ്കഷനിലൂടെയാണ്. അങ്ങനെ ഡിസ്കസ് ചെയ്ത് പഠിച്ച് അവസാനം ഞാനോട് അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എന്റെ ഭഗവാൻ ഇവനൊന്നും ചോദിച്ചില്ലല്ലോ, ഒന്നും ചോദിച്ചില്ല. അവനൊന്നും അറിയണ്ട, നമ്മളെ കുറിച്ച് ഒന്നും അറിയാൻ അവൻ ആഗ്രഹിക്കില്ല. അതുമാതിരി വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരേ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തലയിലേക്ക് കൂടെ ഇങ്ങനെ പോവുമല്ലോ. നമ്മൾ അത് ഒന്നിൽ അതായത് എന്റെ മോൻ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരേ സമയം അവന് ഒരുപാട് കാര്യങ്ങൾ അത് നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ളവർക്ക് പലർക്കും ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അതിനെപ്പറ്റി വേവലാതിപ്പെടുന്ന കാര്യമില്ല. നിങ്ങൾ ദോശ ഇടുമ്പോൾ ദോശ മാത്രം ചുടുന്ന കാര്യം മാത്രമൊന്നുമല്ല ആലോചിക്കുക. ആദ്യമായിട്ട് ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരാൾ ഡ്രൈവിങ്ങിനെ മാത്രം കുറിച്ച് ആലോചിക്കും. പിന്നെ അയാൾ ഡ്രൈവിംഗ് വേറെന്തൊക്കെയോ ആലോചിക്കും. അങ്ങനെ അവരൊക്കെ ഇപ്പോഴുള്ള കുട്ടികളൊക്കെ മൾട്ടിമീഡിയ കുട്ടികളെന്ന് ഞാൻ പറയും. അവർക്ക് പല കാര്യങ്ങളും പാരലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ചിപ്സ് തിന്നുകൊണ്ടിരിക്കുമ്പോൾ ചെവിയിൽ ഒരു ഭാഗത്ത് ക്ലിപ്പ് ചെയ്തിട്ടുണ്ടാവും, പാട്ട് കേൾക്കുന്നുണ്ടാവും. കാണുന്നത് വേറെ TV പ്രോഗ്രാം ആയിരിക്കും. തൊട്ടടുത്ത് ബുക്ക് വായിക്കുന്നുണ്ടാവും. ആ സമയത്ത് വഴക്ക് പറയുമ്പോൾ അത് കേട്ടിട്ട് അതിന് ഉത്തരവും പറയും. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റും പാരലൽ. നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം. അതുകൊണ്ടാണ് ഈ കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാവുന്നത്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ ദുർവിധി, അത്രയല്ലേ പറയാൻ പറ്റും. അപ്പൊ അതിനെപ്പറ്റി വേവലാതി ആവണ്ട. അങ്ങനെ ആവട്ടെ മക്കള് എന്നാണ് പറയുന്നത്. അവർക്ക് പല കാര്യങ്ങളും, അവരൊക്കെ മൾട്ടിമീഡിയ ആണ്, മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പറ്റുന്നവരാണ്. പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമ്മൾ പല കാര്യങ്ങളും പറയുമ്പോൾ ഇപ്പൊ എനിക്ക് തിരക്കില്ല, ഇപ്പൊ എന്നോട് ചോദിക്കലാലും പറയില്ല. എന്റെ കുറെ സ്റ്റുഡൻസ് ഉണ്ട്, നമ്മൾ എന്ത് പറഞ്ഞാലും അവർ 10 മിനിറ്റ് കൊണ്ട് ഇപ്പൊ ചെയ്തു തരാം. അപ്പൊ ഇപ്പൊ പണിയത് ഞാൻ വേറെ ജോലിയിലെ ഓഫീസ് കോളിലാണ്, ബട്ട് ഡോണ്ട് വറി, ഐ വിൽ ഡു ഇറ്റ് നൗ. അപ്പൊ ചെയ്തോളൂ. അത് നമ്മള് ഒരു ബാങ്കിന്റെ ട്രാൻസ്ഫർ ഒക്കെ വരുന്ന സമയത്ത് നമുക്കൊക്കെ ടെൻഷൻ അടിക്കും. എവിടെയെങ്കിലും അറിയാണ്ട് ക്ലിക്ക് ചെയ്ത് കാശ് അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് പോയാലും ഇവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. ക്ലീൻ ആയിട്ട് ചെയ്യും. വളരെ എളുപ്പം ചെയ്യാൻ പറ്റും. നമുക്ക് പലതും ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇത് ചേരുന്നതിന് മുമ്പും അതിന് ഇടയിലും ഞാൻ ചെയ്യുന്ന കുറെ സംഭവങ്ങൾ പാരലി നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ശ്രമിക്കുക, കുറെയൊക്കെ നടക്കും. ശ്രമിക്കുക. അതിന് പറ്റുന്നില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്കിപ്പോ അത്രയല്ലേ ഉള്ളൂ. കാലങ്ങൾ പോയിക്കോട്ടെ നോക്കാം. എൻജോയ്. എത്ര കാലം ഉണ്ടെന്നുള്ളതല്ല, ഉള്ള കാലം എൻജോയ് ചെയ്യുക. നിമിഷം ജ്വലിതം ശ്രേയം അത് ധൂമയിതും ചിരം. എപ്പോ വേണമെങ്കിലും കഥ കഴിഞ്ഞു പോവാം. ആ ഉള്ള കാലം പുകയാണ്ടിരിക്കുക, സുഖമായിട്ട് ജീവിക്കുക, സന്തോഷിക്കുക, ബാക്കിയുള്ളവരെ ഉപദ്രവിക്കാണ്ടിരിക്കുക. അതാണ് ഏറ്റവും നല്ലത്. ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് ആർക്കും ഉപദ്രവമില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് വിചാരിക്കും. എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് നല്ലത്, എന്താണ് മോശം എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. ക്യാമ്പ് അത് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ 14, 15, 16 തീയതികളില് 15, 16, 17 തീയതികളിൽ പള്ളിക്കത്തോടാണുള്ളത്. അവിടെ അരവിന്ദ വിദ്യാമന്ദിർ എന്ന് പറയുന്ന നല്ലൊരു സ്കൂളാണ്. ഞാൻ കുറെ കാലം മുമ്പ് അവിടെ ക്ലാസ് എടുക്കാനും ക്യാമ്പൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് മാനേജ്മെന്റ് മാറിയപ്പോ എന്നെ വിട്ടു. ഇപ്പൊ രണ്ടാമതും അവര് അതിന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അത് 15, 16, 17 തീയതികളിലാണ്. അത് കഴിഞ്ഞ് എനിക്ക് 21, 22 ആലപ്പുഴയിലുണ്ട്. അപ്പൊ ആ ഒരു 4 ദിവസം അവിടെ താമസിച്ചിട്ട് അവിടെ ഒരു ക്യാമ്പ് നടത്തിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ ചേരാൻ പറ്റുന്ന അവിടെ അല്ല, ഞാൻ അതാ ആലോചിക്കുന്നത്. അവിടെ പറ്റുകയാണെങ്കിൽ 3 ദിവസത്തെ ഒരു റെസിഡൻഷ്യൽ ക്യാമ്പ് പോലെ താമസിക്കാനൊക്കെ സൗകര്യമുള്ള നല്ല സ്കൂളാണ്. ഞാൻ അവിടെ സ്കൂളിനകത്ത് തന്നെ താമസിക്കാം. റെസിഡൻഷ്യൽ പണ്ട് നല്ലതായിരുന്നു. 5 കൊല്ലത്തെ ഗ്യാപ്പ് ഉണ്ട് എനിക്ക്. പക്ഷെ നടന്നിട്ടുള്ളതാണ്. ഇപ്പൊ രണ്ടാമത് മാനേജ്മെന്റ് മാറി.
അവര് നെഗറ്റീവായിട്ട് നഷ്ടത്തിലൊക്കെ ഓടുമായിരുന്നു. കുറച്ചും കൂടി നന്നാക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ട് ഇപ്പൊ ഞാൻ ഈ ക്യാമ്പിൽ അവിടെ ഉണ്ട്. 21, 22 ആലപ്പുഴയാണ്. അപ്പൊ അതിനിടയിലുള്ള ദിവസമുണ്ട്. പറ്റുകയാണെങ്കിൽ ഈ ദിവസങ്ങളിലും കുട്ടികളുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ കുട്ടികളും പാരന്റ്സും ടീച്ചേഴ്സും ഒക്കെ ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റും. ഗ്രൂപ്പിൽ അറിയിക്കോ മാഷ്? ഞാൻ ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്നോ അദ്ദേഹം അത് കൺഫേം ചെയ്തിട്ടുള്ളൂ. ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്റെ കമ്മിറ്റിയിൽ ഡിസ്കസ് ചെയ്തിട്ട് അങ്ങനെ പറ്റുകയാണെങ്കിൽ വി വിൽ പ്ലാൻ ഇറ്റ്. മാഷിനെ 15, 16 കണ്ടോണ്ട് ഞാൻ വിളിച്ചിരുന്നു. അപ്പൊ അവര് പറഞ്ഞത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ഇത് ഔട്ട് ആയില്ലല്ലോ എന്നും പറഞ്ഞു. മാഷിന്റെ ഗ്രൂപ്പിൽ കണ്ടിട്ട് ഞാൻ എന്റെ 2-3 ഫ്രണ്ട്സിന്റെ മക്കൾക്ക് വേണ്ടി അവരെ കമ്മിറ്റിയിൽ തീരുമാനിച്ചില്ല, പക്ഷെ അത് നടക്കും. കാരണം പ്രസിഡന്റ് ആണ് പറയുന്നത്. അപ്പൊ അവര് അരവിന്ദയിൽ പഠിക്കുന്ന കുട്ടികളല്ല, 10th കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളാണ്. അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞു നിങ്ങൾ ഇത് എങ്ങനെ അറിഞ്ഞു, ഞങ്ങൾ ഇത് ഔട്ട് ആക്കിയിട്ടില്ലല്ലോ പറഞ്ഞു. അപ്പം പുള്ളിക്കാരത്ത് ഞാൻ എന്റെ കസിൻ ഷെയർ ചെയ്ത് തന്നാന്നും പറഞ്ഞ അങ്ങനെ പറഞ്ഞു. അതാ ഞാൻ ചോദിച്ചപ്പോ വന്നാൽ കാണാൻ പറ്റുമല്ലോ മാഷിനുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വരണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അല്ല, ക്ലാസ് അറ്റൻഡ് ചെയ്യാം. വന്നിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ക്യാമ്പ് ഉണ്ടെങ്കിൽ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാം. ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. താങ്ക് യു. താങ്ക് യു സർ. Thank you. Good night. Good night. Thank you so much. Thank you, sir. Thank you, sir. Thank you, sir. Thank you, Mashe. You're welcome.